ഇന്ത്യ ദേശം ഒരു പിച്ചക്കാർ ദേശമല്ല. നമ്മുടെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമല്ല, ഐശ്വര്യമുള്ള ദേശം, വളരെ സമ്പത്തുള്ള ഒരു രാജ്യം തന്നെയാണ്. നമ്മുടെ ദേശം ഐശ്വര്യമുള്ള ദേശം. നമ്മുടെ നാട് സമ്പൽ സമൃദ്ധിയുള്ള ഒരു നാട് തന്നെ, പിച്ചക്കാരുടെ ദേശമല്ല, ഒരു ദരിദ്ര രാജ്യമല്ല. അതിനാൽ താൻ കൂടംകുളം തിട്ടം വന്നുവിട്ടത്. കൂടംകുളം പദ്ധതി വന്നല്ലോ, ദൈവത്തിന് മഹത്വം. ആ തിട്ടം നിറവേറിനാൽ, കൂടംകുളം പദ്ധതിയൊക്കെ പൂർണ്ണമായി നിറവേറിയാൽ, മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന തിട്ടം, അത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ്. ദൈവത്തിന് മഹത്വം. കൂടംകുളം നല്ല വെയിലുള്ള ഇടം, പുല്ല് മുളയ്ക്കാത്ത ഇടം, അത് വളരെ നല്ല ചൂട് ലഭിക്കുന്നതായ പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു സ്ഥലമായിരുന്നു. മിகவும் കേവലமான മോശமான ഒരു ഇടം. വളരെ പിന്നോക്ക. തമിഴ്നാട് ഗവൺമെന്റിൽ யாராவது തവറ് ചെയ്താൽ കൂടംകുളത്തേക്ക് അനുപ്പുവാണ്. സാധാരണഗതിയിൽ ആരെങ്കിലും പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് ഈ പ്രദേശങ്ങളിലേക്കാണ്. അവിടെ ഒരു വസതിയുമില്ല, അവിടെ സൗകര്യങ്ങളൊന്നുമില്ല. അവിടെപ്പെട്ടതാണ് ഇടത്തിൽ, അങ്ങനെയുള്ള സ്ഥലത്ത്, അന്ത കടലിലെ, ആ കടൽത്തീരത്ത് 40 അടി ആഴത്തിൽ, 40 അടി ആഴത്തിൽ, കിലോമീറ്റർ നീളത്തിൽ, കിലോമീറ്റർ നല്ല പ്ലാറ്റ്ഫോം ഉണ്ട്. നല്ല പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോ റിയാക്ടർ വെക്ക വേണ്ടിയത് 40 അടി തണ്ണീരിൽ റിയാക്ടർ വെക്ക വേണ്ടും. ആണവ റിയാക്ടറുകൾ പണിയേണ്ടത് 40 ആഴമുള്ള വെള്ളത്തിലാണ്. യുറേനിയത്തിനാല് മിൻസാരം എടുക്കരുത്. യുറേനിയം തണ്ണി ചൂടാക്കി അന്ത തണ്ണീരുടെ ആവിയിനാൽ കറണ്ട് എടുക്കും. അവിടെ ഇത് ഉപയോഗിച്ചാണ് അവർ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ പാരുങ്ക അന്ത റിയാക്ടർ വെക്കുന്നതുക്ക് തണ്ണി തേവ. ഈ റിയാക്ടർ വയ്ക്കുവാൻ വെള്ളം വേണം. 40 അടി അകലത്തിൽ, 40 അടി വീതി, 40 അടി ആഴത്തിൽ, 40 അടി ആഴം, പെരിയ പ്ലാറ്റ്ഫോം, വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാകും. കിലോമീറ്റർ കണക്ക്, എത്രയോ കിലോമീറ്റർ കണക്ക്. 4 റിയാക്ടർ താൻ തുടങ്ങിയത്. 4 റിയാക്ടർ 2007 ആണ്ടിൽ 4 റിയാക്ടർ തുടങ്ങിയത്. 2007 4 റിയാക്ടർ തുടങ്ങി. റഷ്യയുടെ ഉദവിയിൽ അത് നടക്കുന്നു. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നടത്തി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മൻമോഹൻ സിംഗ് ഒരു തിട്ടം ഇരുന്നത്, ഇപ്പോഴും അന്ത തിട്ടമുണ്ട്. മൻമോഹൻ സിംഗ് ആവിഷ്കരിച്ചു വെച്ചിരുന്ന ഒരു പദ്ധതി ഉണ്ട്. സൗത്ത് ഇന്ത്യ പകുതി മുഴുവതും, ദക്ഷിണേന്ത്യ മുഴുവൻ, അതായത് മഹാരാഷ്ട്ര, കന്നഡ, മഹാരാഷ്ട്ര, കർണാടക, അപ്പുറം തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള. തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, ഇതെല്ലാം ചേർന്നതാണ് സൗത്ത് ഇന്ത്യ. ഇതെല്ലാമാണ് ഈ ദക്ഷിണ ഭാഗത്തുള്ളത്. മഹാരാഷ്ട്രാവെ നാം സെൻട്രൽ ഇന്ത്യ എന്ന് சொன்னாலும் இந்த விஷயத்தில் അതും സൗത്ത് ഇന്ത്യ. സാധാരണയിൽ മഹാരാഷ്ട്ര, മധ്യഭാരതം, ചെഴിപ്പാന ഭൂമി, ഇതെല്ലാം നല്ല ഫലഭൂയിഷ്ടമായ പ്രദേശം. അപ്പൊ ഇങ്ങ് നല്ല ചെഴിപ്പാകാൻ മാറ്റലാം, ഇവിടെ നല്ല ഫലസമൃദ്ധിയുള്ളതാക്കി തീർക്കാം. ദേവന് 2 മെറ്റീരിയൽ പോതും, 2 പദാർത്ഥങ്ങളാണ് ആവശ്യം. ഒന്ന് തണ്ണീർ തേവ, ഒന്ന് ജലലഭ്യത, രണ്ടാമത് മിൻസാരം, മറ്റൊന്ന് വൈദ്യുതി ലഭ്യത. തണ്ണീർക്ക് മുഴു നദിയും ഒണ്ടാക്കല, വെള്ളത്തിനു വേണ്ടി നദീ സംയോജന പദ്ധതി, പൈപ്പ് ലൈൻ പോട്ട് നദിയെല്ലാം ഒണ്ടാക്കല, ഇത് കനാലുകളുടെ പൈപ്പ് ലൈനിലൂടെ എല്ലാം സംയോജിപ്പിക്കുക. പൈപ്പൊക്കെ മോട്ടോർ വെച്ച് തണ്ണി അടിക്കണം. ആ പൈപ്പിനകത്ത് മോട്ടോർ ഉപയോഗിച്ച് മിൻസാരം തേവ, അതിന് വൈദ്യുതി മിൻസാരം താൻ കൂടംകുളം മിൻസാരം. അതിനുവേണ്ടിയാണ് കൂടംകുളം വൈദ്യുത പദ്ധതി. കേട്ടീங்களா? അതുക്കാக നമ്മൾ ജപിക്കണം, നമ്മൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതെല്ലാം നിറവേറിനാൽ, എല്ലാം നിറവേറിയാൽ ഒരു കിലോ അരിസിക്ക് 1 രൂപ. 1 കിലോ അരി 1 രൂപയ്ക്ക് കിട്ടും. റേഷൻ അരിസിയല്ലേ, റേഷൻ അരിയുടെ കാര്യമല്ല, നല്ല അരിസി, നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന നല്ല അരി. നല്ല അരി ഇപ്പൊ 35 രൂപ 40 രൂപയ്ക്ക് വാങ്ങുന്ന അരി 1 കിലോക്ക് 1 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പോൾ വളരെ വിലപിടിപ്പുള്ളതായ ഈ അരി അന്ന് 1 രൂപയ്ക്ക് 1 കിലോ കിട്ടും. ഒരു വാഴപ്പഴം, ചിന്ന ചെറുപഴത്തേക്ക് 2 പൈസ, ചെറുപഴം 2 പൈസക്ക് കിട്ടും. അതായത് പാളയംകോടൻ എന്ന് പാളയംകോടൻ പഴം, ഒരു പഴത്തേക്ക് ഒരു ചിന്ന കായ്ക്ക് 2 പൈസ, 2 പൈസക്ക് ഒരു പെരിയ താറുക്ക് 2 രൂപ, ഒരു കുല 2 രൂപയ്ക്ക്. അന്ത അളവുക്ക് വിലവാസി കുറയ്ക്കണം, അത്രത്തോളം വില കുറയും. இந்தியாவுக்கு மட்டுமல்ல, இந்தியாவுக்கு மாத்திரமல்ல, பட்டினியால் கிடக்கிற ஆப்பிரிக்கா தேசத்துக்கும் ஃப்ரீயாக இங்க இருந்து அரிசியும் பருப்பு மற்ற தானியങ്ങളും എണ്ണയും എല്ലാം അനപ്പ മുടി. ആഫ്രിക്കയിലുള്ളതായ പട്ടിണി രാജ്യങ്ങൾക്ക് പോലും ഇവിടുന്ന് ഭക്ഷ്യപദാർത്ഥങ്ങൾ വളരെ സൗജന്യമായി നമ്മുടെ ദേശം ചെഴിപ്പാന ദേശം, അത്രത്തോളം നമ്മുടെ നാട് ഫലഭൂയിഷ്ടമായ ഒരു നാടാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. இந்த விஷயத்துக்காக നിങ്ങൾ ജപിക്ക വേണ്ടി ഈ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. 2 മുறை മൻമോഹൻ സിംഗ് இந்த திட்டத்தை நம்முடைய அரசாங்கத்துக்கு சொன்னால் அவர் கேட்கவில்லை, யுஎன்ஓவுக்கு சொன்னார், இதுதான் திட்டம், ഇതിൻപടി ചെയ്യ சொல்லுங்க. ഈ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് താൻ 2 പ്രാവശ്യം ആവശ്യപ്പെട്ടു. പട്ടിണിയായി കിടക്കുന്ന അനേക രാജ്യങ്ങളെ പോഷിക്കലാം. ഇന്ത്യ വിചാരിച്ചാൽ എത്രയോ പട്ടിണി രാജ്യങ്ങൾക്ക് ആഹാരം കയറ്റി വിടാൻ കഴിയും. അതൊക്കെ നമ്മൾ പണം വാങ്ങുന്നില്ല, ഞങ്ങൾ പണം മേടിക്കുന്നില്ല.
കാരണം ദേശം ചെഴിപ്പാക മാറ്റും. ദേശത്തെ സമൃദ്ധി ആവശ്യം. എவ்வளவு நல்ல ராஜ்யம், എത്ര നല്ല നാട്. യുഎൻഒ சொல்லியும் இந்த அரசாங்கம் கேட்கறதில்லை. ആ UN പറഞ്ഞിട്ടും കേട്ടില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ആനപ്പടെ നാം താൻ ജപിക്ക വേണ്ടും. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശം ആശീർവാദமான ദേശം. നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെട്ട നാട്. രണ്ടാമത് നമ്മുടെ ദേശത്തിൽ എല്ലാവിധமான സോഴ്സും ഉണ്ട്. നമ്മുടെ എല്ലാവിധമായ ധാതുപദാർത്ഥങ്ങളും ലഭിക്കാനുള്ള സോഴ്സ് ഉണ്ട്. എവ്വളോ തങ്കം, വെള്ളി, പൊന്ന്, ഡയമണ്ട്, അത് ഇത്, പെട്രോൾ, കിട്രോൾ എല്ലാം ഉണ്ട്. പൊന്ന്, വെള്ളി മുതലായ എത്രയോ ധാതുപദാർത്ഥങ്ങൾ സമൃദ്ധിയായി നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ട്. നമ്മൾ ആരെയും സാർന്ന് നിൽക്കാൻ വേണ്ടി ആവശ്യമില്ല. മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. അവളും ചെഴിപ്പാന രാജ്യം ഇന്ത്യ രാജ്യം. അത്രയും സമൃദ്ധിയുള്ള നാടാണ് ഇത് ഇന്ത്യ. പിടിച്ചെടുത്താൽ, എന്നാൽ ഇതെല്ലാം എടുത്താൽ ചൈന ഇന്നും പണക്കാർ രാജ്യമാക മാറ്റും. എന്നാൽ ഇതെല്ലാം കയ്യിൽ കിട്ടിയാൽ ചൈനയ്ക്ക് ഇനിയും വലിയ സമ്പന്ന നിങ്ങൾ രാജ്യമാകാം. KGF പോയി പാരുങ്ക. നിങ്ങൾ കർണാടകയിലുള്ള KGF പോയി നോക്കിയാൽ സ്വർണ്ണമെടുത്ത മണ്ണ് കുവിച്ചു വെച്ചിരിക്കും. അവിടെ സ്വർണം ഖനനം ചെയ്ത മണ്ണ് അത് ആരാധന പാത്രങ്ങൾ ഇരുന്ന കരങ്ങൾ ഉയർത്തുക. കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയുയർത്തി. ആരുമേ ഇല്ല, ആരുമില്ല. ദയവ് ചെയ്ത് നാളേക്കൊന്ന് KGF പോകല. നാളെ തന്നെ നിങ്ങൾ KGF പോവുക. അതിലിരുന്ന് മഴ പെയ്യുമ്പോൾ ആ മണ്ണ് ചൈനാവും ജപ്പാനും കേട്ടിട്ടേ ഇരിക്കും. ആ മണ്ണ് ചൈനയും ജപ്പാനും. അതിൽ ഇന്നും തങ്കമുണ്ട്. അതിലിനിയും സ്വർണ്ണം. എടുത്ത മണ്ണിൽ ഇനി ഡയമണ്ട് ഉണ്ട്. ആ മണ്ണിൽ ഇനി നിറയെ സോഴ്സ് ഉണ്ട്. അതിലിനിയും മറ്റു പല മഴ പെയ്യുമ്പോൾ അത് அப்படியே ഒലിച്ചു പോകും. അതിങ്ങനെ ഒലിച്ചു. അങ്ങനെയുള്ള ജനങ്ങൾ, അവിടെയുള്ള ജനങ്ങൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് അന്ത മണ്ണെടുത്ത് ആ മണൽ അവർ അരിച്ചെടുത്ത് അതിലൊരു കെമിക്കൽ പോട്ട് അതിൽ കെമിക്കൽ ചേർത്ത് തങ്കമാക മാറ്റി സ്വർണം വേർതിരിച്ചെടുക്കും. അത് എടുത്ത് വിപ്പാങ്ക. അതെടുത്ത് വിൽക്കും. അത് ഇല്ലീഗൽ தான். അത് നിയമവിരുദ്ധമാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് സ്തോത്രം. அப்படிதான் அந்த தேசத்திലെ ജനങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് ആ നാട്ടുകാർ ജീവിക്കുന്നത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ദേശത്തിൽ തങ്കം ഒഴുകുത്. നമ്മുടെ നാട്ടിൽ സ്വർണം ഒഴുകുന്നുണ്ട്. അவ்வளവും അരുമயான രാജ്യം தான் നമ്മുടെ ദേശം. ഇത്ര മനോഹരമായൊരു പിച്ചക്കാർ ദേശമല്ല, ദരിദ്ര രാജ്യമല്ല. പിച്ചക്കാർ ദേശമാക മാറ്റുകയും ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റുന്നതേ ഉള്ളൂ. ആനപ്പടിയാൽ മൻമോഹൻ സിംഗിനോட തിട്ടം നിറവേറ ദേവൻ ഉദവി ചെയ്യപ്പെട്ടു. ഞങ്ങൾ ഉപവാസം എടുത്ത് ഇന്നും ജപിக்கிறோம். ഞങ്ങളിപ്പോൾ அந்த இடத்துல കൂടംകുളം ചീഫ് എഞ്ചിനീയർ നമ്മുടെ ഒരു വിശ്വാസിത. ആ കൂടംകുളം ചീഫ് എഞ്ചിനീയർ നമ്മുടെ ഒരു വിശ്വാസിയായിരുന്നു. ജേക്കബ് എബ്രഹാം. ഇപ്പോഴും വിശ്വാസി അവരുതാ. ജേക്കബ് എബ്രഹാം അദ്ദേഹം നമ്മുടെ വിശ്വാസിയാണ്. ചീഫ് എഞ്ചിനീയർ, അവിടുത്തെ ചീഫ് എഞ്ചിനീയർ. அந்த கூடங்குளம் கல்லில அந்த റിയാക്ടർ നിൽക്കുന്നതൊക്കെ ഫൗണ്ടേഷൻ പോട്ട് വിട്ടത് നമ്മുടെ ഒരു വിശ്വാസിത. അത് ആ പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് വെച്ചത് നമ്മുടെ ഒരു വിശ്വാസിയാണ്. ചെങ്ങന്നൂരിലെ ഉള്ള വിശ്വാസി. ഇപ്പൊ അവർ തങ്കി ഇരിക്കുന്നത് ഡാൻഡേലി, കന്നഡ കർണാടക സ്റ്റേറ്റിലെ നോർത്ത് പകുതിയിലെ ഡാൻഡേലി എന്ന ഇടത്ത്, കർണാടകയുടെ വടക്കേ ദിക്കിലുള്ള ഫൗണ്ടേഷൻ പോട്ട് വിട്ടാർ. അദ്ദേഹമാണ് അടിസ്ഥാനമിട്ടത്. ഇന്ത്യക്കും കൂടംകുളത്തിലെ സപ്ലൈ പണ്ടുകരുത് അരിസി എല്ലാ പൊരുക്കളും നമ്മുടെ വിശ്വാസിത. കൂടംകുളത്തേക്ക് വേണ്ടതായ ഭക്ഷ്യസാമഗ്രികളെല്ലാം നാഗർകോവിൽ സുന്ദർരാജ്. നാഗർകോവിലെ സുന്ദർരാജ്. ദേവനുക്ക് മഹിമ. ഞാനും പലമുറ നാഗർകോവിൽ ഇരിക്കുമ്പോൾ அந்த இடத்துல പോയി ജപിച്ചു വന്നിട്ടു. ഞാൻ നാഗർകോവിലിൽ പോകുമ്പോഴെല്ലാം പലപ്പോഴും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പോക മുടിയാതെ. പോകാൻ പറ്റില്ല. മിലിറ്ററിയുടെ കൺട്രോൾ. ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണം. പെരിയ സിറ്റിയാക മാറിവിട്ടത്. അതൊരു വലിയ ടൗൺഷിപ്പായി മാറി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த திட்டத்தினால் 3 ഇന്ത്യാവുക്ക് കൊടുക്കக்கூடிய കറണ്ട് ഇപ്പൊ പ്രൊഡക്ഷൻ ആയിട്ട് ഇന്ത്യക്ക് 3 മടങ്ങ് വൈദ്യുതി ലഭിക്കാനുള്ളതായ ഉൽപാദനം. 4 റിയാക്ടർ തുടങ്ങി ഇപ്പൊ 7 റിയാക്ടർ ആയി വിട്ടു. 4 റിയാക്ടറിൽ തുടങ്ങിയപ്പോൾ 7. ഒരു റിയാക്ടറിൽ 1000 വാട്ട്സ് കറണ്ട്. ഒരു റിയാക്ടറിൽ 1000 മെഗാവാട്ട് കറണ്ട് ഉണ്ട്. 1000 മെഗാവാട്ട്സ് കറണ്ട്. 1000 മെഗാവാട്ട് കറണ്ട്. ഇപ്പൊ 7000 മെഗാവാട്ട്സ് കറണ്ട്. 7000 മെഗാവാട്ട്. 3 ഇന്ത്യാവുക്ക് സപ്ലൈ പണ്ണக்கூடிய കറണ്ട് അங்கே ഉണ്ട്. 3 ഇന്ത്യക്ക് കൊടുക്കാവുന്നതായ എത്രയോ റിയാക്ടർ വെക്കല. ഇനി എത്രയോ റിയാക്ടറുകൾ വയ്ക്കാം. அந்த ഫൗണ്ടേഷൻ அப்படியே കിടക്കുന്നത്. അത് അങ്ങനെ അടിസ്ഥാനമിട്ടിട്ടുണ്ട്. അവളും അരുമயான ദേശം. ഇത്രയും നല്ല അരുമயான രാജ്യം. നല്ല രാജ്യം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതാ ഇന്ത്യ ദേശം. ഇതാണ് നമ്മൾ നിனைக்கிற ഇന്ത്യ ദേശം പിച്ചക്കാർ ദേശം. നമ്മൾ ചിന്തിക്കുന്ന ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമെന്ന്. ഇന്ത്യ ദേശം പോലെ വേറെ ഒരു ദേശവും ഇല്ല. നമ്മുടെ നാട് പോലെ മറ്റൊരു നാടില്ല. സോഴ്സിൽ ഇന്ത്യ രണ്ടാമത് ഇടത്തിൽ നിൽക്കുന്നത്. ധാതുപദാർത്ഥങ്ങളിൽ ലഭ്യതയിൽ എടുത്ത് അനുഭവിക്കக்கூடிய ഭാഗ്യം നമുക്കില്ല. പക്ഷെ അതെല്ലാം വേർതിരിച്ച് അനുഭവിക്കാനുള്ളതായ ഭാഗ്യം. അതൊക്കെ നാം സ്തോത്രം പണി തടകളെല്ലാം മാറ്റി ഇന്ത്യ ദേശത്തെ ദേവൻ ആശീർവാദമുള്ള രാജ്യമാക മാറ്റി പട്ടിണിയാ കിടക്കുന്ന ആഫ്രിക്ക രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങൾക്കും இங்கே இருந்து அவர்களை போஷிக்கக்கூடிய நிலைமையில் இந்தியா தேசம் செழிப்பாக மாற வேண்டும். கரங்களை உயர்த்தி ஸ்தோத்திரம் பண்ணுவோம். ஸ்தோத்திரம் செய்யாம். ஸ்தோத்திரம். விசுவாசத்தில் ஸ்தோத்திரம் பண்ணுங்க. ஸ்தோத்திரம் செய்யாம்.
സ്തോത്രം 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 സ്തോത്രം. ഇന്ത്യക്ക് ഞാൻ എന്റെ മൻമോഹൻ സിംഗ് ജപിக்கிறேன். ഇപ്പൊ അവർക്ക് 94 വയസ്സാச்சு. இன்னும் அவர் சாகவில்லை. 4 ഓപ്പറേഷൻ ആச்சு. ഹാർട്ടുക്ക് മട്ടും 4 ഓപ്പറേഷൻ. 4 ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് 94 വയസ്സായെങ്കിലും ഞാൻ ഇന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വരണം. താൻ അധികാരത്തിൽ വരണം. എന്ത് പാർട്ടിയിൽ വന്നാലും പറവായില്ല. ഏത് പാർട്ടി ആയാലും ഞാൻ ജപിക്കുന്നത് അവർക്കൊരു പാർട്ടി ഇല്ല. തനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയൊന്നുമില്ല. അവർ சொன்னார் ഞാൻ വന്ന് ഉദവി ചെയ്യറ, ഞാൻ വന്ന് സഹായിക്കാമെന്ന് എനിക്ക് പ്രൈം മിനിസ്റ്റർ പോസ്റ്റും വേണ്ട, ഒരു പോസ്റ്റും വേണ്ട, എനിക്ക് ശമ്പളവും വേണ്ട, പ്രധാനമന്ത്രിയുടെ പദവി വേണ്ട, ശമ്പളം പോലും വേണ്ട. இந்த திட்டத்தை ഒന്ന് നിറവേറ്റുക. ഈ പദ്ധതി നടപ്പിലായാൽ മതി. ഇത് 2007 கிட்டத்தட்ட நவம்பர் மாதத்தில் மனோரமா என்ற பேப்பரில் வந்த செய்தி தான் நான் இப்போது உங்களுக்கு சொன்னேன். 2007 കട്ടിംഗ് അല്ല, പെരിയ ഫുൾ പേജ്, ആ ഒരു ഫുൾ പേജ് വാർത്ത വന്നതാണിത്. യെല്ലോ പേപ്പറിൽ ഒരു മഞ്ഞ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നീങ്ക പാത്തതും കൂടെ കിടയാതെ നിങ്ങൾ കണ്ടു കാണുകയില്ല. പാത്തീങ്ങളാ? കണ്ടിട്ടുണ്ടോ? കരങ്ങളെ ഉയർത്ത തന്നെ ഒരുത്തനും ഉയർത്ത, കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും കാണില്ല. സിനിമാ പടം പാത്തത് ഉയർത്ത തന്നെ എല്ലാരും ഉയർത്തും. സിനിമ കണ്ടവരുടെ കാര്യം പറഞ്ഞാൽ കൈ ഉയർത്തും. ഇത് മനോരമയിൽ വന്ന ചെയ്തി. ഇത് മനോരമയിൽ വന്ന ഞാൻ നാഗർകോവില് ഇരിക്കുമ്പോത് അതെല്ലാം പഠിച്ച്, മലയാളം താ എന്നാൽ പഠിച്ച് തമിഴില് പോട്ട് ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത് എത്രയോ ഉപവാസം വയ്ത്തു. ഞാനത് മനോരമയിൽ വായിച്ച് അത് തമിഴിൽ പരിഭാഷപ്പെടുത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. എന്റെ അഭിപ്രായമല്ലേ, ഇത് എന്റെ വ്യക്തിപരമായ മനോരമയിൽ വന്നതാണ്. മനോരമയിൽ വന്നതാണ്. അപ്പൊ നമ്മുടെ ദേശം ചെഴിപ്പാന ദേശം, നമ്മുടെ നാട് ഒരു സമൃദ്ധിയുള്ള നാട്. ഇനി നിറയെ വിഷയങ്ങളുണ്ട്, சொல்லப்ப നേരം പോയി വിടും. എല്ലാവർക്കും വേല കൊടുപ്പാங்க, എല്ലാവർക്കും ജോലി ലഭിക്കും. ദേവനുക്ക് ജോലി ഇല്ലാത്തവരെ ഒരുത്തരും ഇരിക്കാം, ജോലി ഇല്ലാത്തവരാരും. എല്ലാ വീട്ടുക്കും നല്ല ശമ്പളം, എല്ലാ വീടിനും നല്ല വരുമാനം. മൻമോഹൻ സിംഗ് சொன்னார், അദ്ദേഹം പറഞ്ഞു 100 രൂപ ഇരുന്നാൽ 100 രൂപയുണ്ടെങ്കിൽ 5 പേരുള്ള കുടുംബത്തിൽ, 5 പേരുള്ള കുടുംബത്തിൽ ഒരു തകപ്പൻ, ഒരു അപ്പൻ, ഒരു തായ്, അമ്മ, 3 പെരിയ പിള്ളകൾ, 3 മുതിർന്ന മക്കൾ, അവിടെ 5 പേരുള്ള ഒരു കുടുംബത്തിക്ക് 5 പേരുള്ള കുടുംബത്തിന് ഒരു നാളത്തെ ചെലവുക്ക് 100 രൂപ പോകും. ഒരു ദിവസത്തെ ചെലവിന് 100 രൂപ മതി. 3 നേരം സാപ്പിടല, 3 നേരം ആഹാരം കഴിക്കും, 3 നേരം സാപ്പിടല, 3 നേരം ഭക്ഷണം കഴിക്കും. 1 കിലോ അരിസിക്ക് 1 രൂപ, 1 കിലോ അരി 1 രൂപ. അതേപോലെ പരിപ്പൊക്കെ എണ്ണയ്ക്കെല്ലാം അന്തന്ത വിലതാ, പരിപ്പിന് എണ്ണയ്ക്കെല്ലാം വില കുറവായിരിക്കും. അതിനാൽ ഒരു മാസ ശമ്പളം 3000 പോതും. ഒരു മാസ ശമ്പളം 3000 തന്നെ മതി. 3 ലക്ഷം 5 ലക്ഷം 8 ലക്ഷം 6 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ല. 3 ലക്ഷം 5 ലക്ഷം 8 ലക്ഷം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 3000 രൂപ, 3000 രൂപ മതി. അതിൽ ഈ 5 പേർക്കും വേല, ഇതിൽ 5 പേർക്കും ജോലി. അപ്പൊ 5 15 5 3 15 15000 രൂപ, 15000 രൂപ, 3000 രൂപ പോതും. 3000 രൂപ മതി. മിച്ചം 4 3 12 12000 രൂപ മിച്ചം, 12000 രൂപ ബാക്കി വരും. ഇനി എന്നാ വേണം? എവിടെ അളകാന തിട്ടം, ഇത്ര നല്ല പദ്ധതി, അത് നിറവേറണം. ദേവൻ നമ്മുടെ ദേശത്തിൽ നിറവേറണം. കർത്താവ് നമ്മുടെ ദേശത്തിൽ അത് അഴിക്കുമ്പടിക്ക് പല വിധത്തിൽ പോരാട്ടങ്ങൾ വന്നത്, അത് തകിടം മറിക്കാനുള്ള പല പ്രതിസന്ധികൾ വന്നു. അത് അഴിക്കുമ്പടിക്ക് ഉദയകുമാർ എന്നവന്റെ തലമയില് വലിയ പോരാട്ടം നടന്നത്. ഉദയകുമാർ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അവിടെ സംഘം അഴിച്ചുവിട്ടത്. പക്ഷേ ഗവൺമെന്റ് അതിനെല്ലാം മറികടന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് ഒരു സമയത്തിൽ നാശവേല നടന്നത്. ഒരു സമയത്ത് അത് നശിപ്പിക്കാൻ 6 എഞ്ചിനീയേഴ്സ് ഉള്ള പോകുമ്പോൾ അതിൽ സ്റ്റീം വരുന്നതാണ്, ബ്രാസ് പൈപ്പ് ഉണ്ട്. അതിന്റെ സ്റ്റീം വരുന്നതായ ബ്രാസ് പൈപ്പ് ഉണ്ട്. അത് 300 വർഷത്തെ ഗ്യാരണ്ടിയുള്ള പൈപ്പ്, 300 വർഷം ഗ്യാരണ്ടിയുള്ള പൈപ്പാണ്. அந்த പൈപ്പ് അത് വെടിച്ചത്, ആ പൈപ്പ് പൊട്ടിത്തെറിച്ചു. അത് എപ്പടി വെടിച്ചത്? അത് എങ്ങനെ? அந்த 6 എഞ്ചിനീയേഴ്സും പരിതാപ നിലമയിൽ ഇറந்து വിട്ടാർ. ആ എഞ്ചിനീയർ 6 പേരും ദയനീയമായി കൊല്ലപ്പെട്ടു. നാശവേല, അതൊരു അട്ടിമറി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഉടനെ ഞാൻ പോന്നെ, ഉടനെ ഞാനവിടെ ചീഫ് എഞ്ചിനീയർ അങ്ങ് ഇരിക്കുക, നമ്മുടെ ചീഫ് എഞ്ചിനീയർ അവിടെ അന്വേഷിച്ചു. നാശവേല, അതൊരു അട്ടിമറിയാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആനപ്പടിനാൽ എല്ലാ നാശവേലയിൽ നിന്ന് ദേവൻ വിടുവിത്ത് அந்த திட்டத்தை நிறைவேற்றி നമ്മുടെ ദേശം மட்டுமல்ல முழு உலகத்துக்கும் போஷிக்கக்கூடிய அளவுக்கு இங்கே இருந்து ஆகாரங்கள் சப்ளை பண்ணக்கூடிய நிலைமையில் നമ്മുടെ സൗത്ത് ഇന്ത്യ ആശീർവദിക്കപ്പെട வேண்டும். அதற்காக ஸ்தோத்திரம் பண்ணுவோம். ஸ்தோத்திரம் ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇനിയൊരു വചനത്തെ വാസിത്ത് കുറച്ചു നേരം നാം ധ്യാനിപ്പോ. ഒരു വചനം വായിച്ച് അല്പനേരം ധ്യാനിക്കാം.
ഉന്നത പാട്ട് 4-ാം അധികാരം 16-ാം വസനത്തെ വാസിയുങ്ങൾ. ഉത്തമഗീതം 4-ാം അധ്യായം 16-ാം വാക്യം. ഉന്നത പാട്ട് 4-ാം അധികാരം 16-ാം കടൈസി വസനം. ഉത്തമഗീതം 4-ാം അധ്യായം അവസാന വാക്യം. വാടയെ എളുമ്പ് തെன்றലേ വാ, വടതിക്കാറ്റെ വീശുക, തെന്നിക്കാറ്റെ വരിക. கந்தக பிசின்கள் வடிய என் தோட்டத்தில் வீசு, என்ற தோட்டத்தில் வீசு. 3 4 என் நேசர் தம்முடைய தோட்டத்துக்கு வந்து. நேசர் என்பது ஒரு 4வது விஷயம். தோட்டத்தில் வந்து, தோட்டம் என்பது 5வது. தோட்டத்தில் வந்து அடுத்து தமது அருமையான கனிகள் என்பது ஒரு விஷயம். விசிஷ்டாபலம் என்பது அடுத்த விஷயம். அடுத்து புசிப்பாராக என்பது ஒரு விஷயம். இப்படி முக்கியமாக 7 விஷயத்தை நாம் சிந்திக்கலாம். ഇങ്ങനെ 7 പ്രധാന വിഷയങ്ങൾ ദേവൻ തരുகிற സമയத்துக்கு ஏற்றபடி ஒன்றொன்றாக சிந்திப்போம். ദൈവം തരുന്ന സമയത്തിനൊത്തവണ്ണം ഓരോ എല്ലാം ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. എല്ലാം ചിന്തിക്കാൻ നേരം പോരാ. നീങ്ക ഒരു 4 മണി വരയ്ക്കും ഇരുന്നാൽ ഒരളവുക്ക് എല്ലാം ചിന്തിക്കും. 4 മണി വരെ നിങ്ങൾ ഇരുന്ന് തരാൻ സമ്മതമാണെങ്കിൽ ഒരളവ് പറയാം. നീങ്ക ഒത്തുകൊള്ളുവീர்கள், ഉങ്ങളുടെ വയറ് ഒത്തുകൊള്ളുമോ എന്ന് தெரியாது. നിങ്ങൾ സമ്മതിച്ചാലും നിങ്ങളുടെ വയറ് സമ്മതിക്കാൻ സാധ്യതയില്ല. ഇല്ല, അത് ഒരാൾ சொன்னார், പക്ഷെ എനിക്ക് സമ്മതം, പക്ഷെ എന്റെ വയർക്ക് സമ്മതമില്ല. ഒരാൾ പറഞ്ഞു, പക്ഷെ പാസ്റ്റർ ഞാൻ സമ്മതിച്ചാലും എന്റെ വയറ് സമ്മതിക്കണ്ടേ. ദൈവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ പലരും ഡയബറ്റിസ് വ്യാധി, പലരും ഡയബറ്റീസ് രോഗികളാണ്, പലർക്കും പ്രഷർ വ്യാധി, പലർക്കും പ്രഷറുണ്ട്. அந்த 12 ആச்சு 12:30க்குள்ள சாப்பாடு உள்ள போகாவிട്ട് உங்களோட തല ചുറ്റുമെന്ന് എനിക്ക് தெரியும். 12:30ക്കുള്ളിൽ വയറ്റിനുള്ളിൽ ആഹാരം ചെന്നില്ലെങ്കിൽ തല കറങ്ങുമെന്ന് എനിക്കറിയാം. കാരണം ഞാന് 9 to 5 മണി വരയ്ക്കും ഉപവാസ ജപം നാഗർകോവിൽ വയ്പோம். നാഗർകോവിലിൽ 9 മുതൽ 5 വരെ ഉപവാസ പ്രാർത്ഥന വയ്ക്കും. അപ്പൊ ചിലർ சொன்னாங்க, പക്ഷെ ഞങ്ങൾക്ക് 12 മണിക്ക് ഏതാവതും കൊഞ്ചം കൊടുത്തിടുங்க, ഞങ്ങൾക്ക് 12 മണിക്ക് എന്തെങ്കിലും തരണേന്ന് ചിലർ. തല ചുറ്റും അല്ലെങ്കിൽ തല കറങ്ങും. ഏർക്കനവേ ഭൂമി ചുറ്റത്, മുമ്പേ തന്നെ ഭൂമി കറങ്ങിക്കൊണ്ട് ഇവന്റെ തലയും കൂടെ ചുറ്റിന, ഇവരുടെ തലയും കൂടെ ചേർന്ന് കറങ്ങിയാൽ കിച്ചണിൽ അവങ്ങൾക്ക് എന്റെ സ്പെഷ്യൽ സാപ്പാട്. അങ്ങനെയുള്ളവർക്കായി ഒരൽപ്പാഹാരം. നീങ്ക അന്ത നേരമാകുമ്പോൾ എളുമ്പി പോയി സാപ്പിട്ടിട്ട് വന്നിടുங்க. ആ സമയത്ത് പോയി കഴിച്ചിട്ട് വരാൻ പറയും. ഉണ്മതാ. ഡയബറ്റീസ് ഉള്ളവങ്ങൾക്ക്, പ്രഷർ വ്യാധി ഉള്ളവർ, മറ്റു വ്യാധി ഉള്ളവങ്ങൾ, മറ്റു രോഗങ്ങളുള്ള അന്ത 12:30 മണിക്ക് ഏതാവതും വയറ്റുക്കുള്ള ഒന്ന് പോടവേ. 12:30 വയറ്റിൽ വലിയ ഒരു പ്ലേറ്റ് സാപ്പാടൊന്നും ഒരു പ്ലേറ്റ് ആഹാരമൊന്നും വേണ്ട, കൊഞ്ചം സാപ്പാട്, അല്പം. അത് ഉണ്മ. അത് ശരി, ഞാനും ഒത്തുകൊള്ളുക, ഞാനും സമ്മതിക്കും. എന്നാൽ ഇപ്പൊ 12:30 ആരും എളുമ്പി പോകാതെ എന്നും പറഞ്ഞ് ഇപ്പോൾ ആരും 12:30 പോകരുത്. நாம் தியானிப்போம், ചിന്തിക്കാം. അപ്പോ இந்த വസനത്തിൽ മുഖ്യமாக 7 விஷயத்தை നാം பார்ப்போം. നമുക്ക് ഈ വചനത്തിൽ സുപ്രധാനമായ 7 കാര്യങ്ങൾ കാണാം. വാടയെ എളുമ്പ്, വടതിക്കാറ്റെ ഉണരൂ, അതൊരു വിഷയം. അതൊന്ന്. തെണ്ടലെ തെന്നിക്കാറ്റെ വരിക, രണ്ടാമത്തേത്. കന്തന പിസിൻ വടിയെ എൻ തോട്ടത്തിൽ വീശ്, സുഗന്ധം വീശേണ്ടതിന് എന്റെ തോട്ടത്തിൽ ഊതുക, അത് 3ാമത് വിഷയം. മൂന്നാമത്തേത്. ആത്മൻ നേസർ, 4ാമത്. പ്രാണപ്രിയ, 4ാമത്തേത്. അരുമയാന കന്നികളെ, അത് അടുത്ത വിഷയം. വിശിഷ്ടഫലം അടുത്തത്. പുസിപ്പാറാക, രുചിക്കട്ടെ, അത് അടുത്ത വിഷയം. അതടുത്ത വിഷയം. ദേവനക്ക് മഹിമ. പുതിയ ഏർപ്പാട്ട് സഭയോട് സംബന്ധപ്പെട്ട വിഷയം താൻ ഉന്നത പാട്ട് என்பது. ഉത്തമഗീതം എന്നത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലുള്ളതാണ്. അങ്ങേ സൂലേമിത്തി എന്റെ ഒരു സഹോദരിയെ നാം പാർക്കാം. സൂലേംകാരത്തി എന്നതായ ഒരു വനിതയെ കാണാം. അന്ത സഹോദരിയെ തന്റെ പക്കമാക വശീകരിക്ക സാലോമോൻ രാജ മികവും പ്രയാസപ്പെട്ട. ആ സഹോദരിയെ തന്റെ വശീകരിക്കുവാൻ ശലോമോൻ വളരെ പരിശ്രമിച്ചു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത ടൈമിൽ സാലോമോനക്ക് 60 മനവികൾ ഇരുന്നത്. ആ സമയത്ത് തന്നെ ശലോമോന് 60 ഭാര്യമാരുണ്ടായിരുന്നു. മൊത്തം സാലോമോനക്ക് 300 മനവികളും 700 വൈപ്പാട്ടികളും എന്റെ വേദത്തിൽ. ശലോമോന് മൊത്തമായിട്ട് 300 ഭാര്യമാരും 700 വെപ്പാട്ടിമാരും എന്ന് നമുക്ക് 1000 പേർ. 1000 പേരെ വെച്ചുതാൻ അവർ കുടുംബ വാഴ്ക്കയെ നടത്തിനാർ. 1000 ഭാര്യമാരോടുകൂടെയാണ് കുടുംബജീവിതം നയിച്ചത്. അത് ദേവനുടെ പ്രമാണത്തിക്ക് വിരോധமான ഒരു കാര്യം. അത് ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായത്. ഉപാഗമം 17ാം അധികാരം 15-16 വസനത്തിൽ വാസിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 17ാം അധ്യായം 4 സഹോദരങ്ങളിൽ ഒരുവനെ നീ രാജാവാക അഭിഷേകിക്ക വേണ്ടി. സഹോദരന്മാരുടെ ഇടയിൽ ഒരുത്തനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ എന്റെ കീഴെ വാസിക്കുമ്പോൾ താഴെ വായിക്കുന്നു, അങ്ങെ അവൻ
பிரமாணிக்க வேண்டிய பாதுகாக்க வேண்டிய 7 பிரமாணங்களை நாம் பார்க்கிறோம். അവൻ പാലിക്കേണ്ടതായ 7 പ്രമാണങ്ങൾ അവിടെ കാണാം. 15-ാം വസനത്തിന്റെ കടസി വസനം വരയ്ക്ക് വാസിக்கிறோம். 15-ാം വാക്യം മുതൽ അവസാനം വരെ നോക്കാം. 15-ഉം 16-ഉം വാസിയെങ്ക. 15-16 വായിക്കൂ. ഉപാഗമം 17-ാം അധികാരം 15-16. ആവർത്തനം 17-ന്റെ 15-16 വാക്യം. உன் தேவனாகிய கர்த்தர் தெரிந்து கொள்பவனையே தெரிந்து கொள்கிறவனே உனக்கு ராஜாவாக ராஜாவாக வைக்க கடவாய். உன் சகோதரருக்குள் இருக்கிற ஒருவனையே உன்மேல் ராஜாவாக ஏற்படுத்த கடவாய். உன் சகோதரன் அல்லாத அந்நியனை ராஜாவாக ஏற்படுத்தக்கூடாது. ராஜாவாக ஏற்படுத்தக்கூடாது. அடுத்து அவன் அநேக குதிரைகளை சம்பாதியாமலும் அடுத்து அநேக குதிரைகளை தனக்கு சம்பாதிக்கும்படிக்கு ஜனங்களை திரும்ப எகிப்திற்கு போக பண்ணாமலும் இருக்க கடவன். இனி அந்த வழியாய் நீங்கள் திரும்பி போக வேண்டாம் என்று கர்த்தர் உங்களுக்கு சொல்லி இருக்கிறாரே. அவன் இருதயம் பின்வாங்கி போகாதபடி. அதான் விஷயம். അവൻ ഹൃദയം പിൻവാങ്ങി പോകാமல் இருக்கும்படியாக അവന്റെ ഹൃദയം അറിഞ്ഞു പോകാതിരിക്കുവാൻ അവൻ അനേകം സ്ത്രീകളെ പടയ്ക്ക വേണ്ട, വിവാഹം ചെയ്യ വേണ്ട, അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. അതൊരു പ്രമാണം. ഒരു രാജ പാതുകാക്ക വേണ്ടിയ പ്രമാണം. രാജാവ് പാലിക്കേണ്ട പ്രമാണം. അഭിഷേകം പെറ്റ നാമേ ആവിക്കുറിയ രാജാക്കൾ. അഭിഷിക്തരായി നമ്മൾ ആത്മീകമായി രാജാക്കന്മാർ, നിത്യ രാജാക്കളാക ദേവൻ നമ്മെ അഭിഷേകിത്താർ. എന്റെ വെളിപ്പെടുത്തുന്നൽ 1-ാം അധികാരം 6-ാം വസനത്തിൽ വാസിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം രാജാക്കളാക ദേവൻ നമ്മെ അഭിഷേകിത്താർ. എന്നേക്കും രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കും. രാജാക്കൾ അനേക മനവികളെ പടയ്ക്ക വേണ്ട. രാജാക്കന്മാർക്ക് അനേകം ഭാര്യമാർ വേണ്ട. അതിനാൽ താൻ എഴുത്തിൻപടി നാം ഒരു മനവിക്ക് പുരുഷനാക കാണപ്പെടവേ. അതുകൊണ്ടാണ് അക്ഷരീകമായി തന്നെ ഏക ഭാര്യ ഏക ഭർത്താവ്. ആവികൊരു വിധത്തിൽ അത് ഉലക അൻപേയും മാംസിക അൻപേയും മറ്റ് അൻപേയും വെളിപ്പെടുത്തുക. ആത്മീയമായി നോക്കുമ്പോൾ അത് ലോകസ്നേഹത്തെ, ജഡസ്നേഹത്തെ, അന്യസ്നേഹങ്ങളെ കാണിക്കുന്നു. ഉന്നത പാട്ട് സാലമോൻ എഴുതുമ്പോൾ ഉത്തമഗീതം എഴുതുമ്പോൾ സാലമോൻ 3 പുസ്തകത്തെ എഴുതിനാർ. താൻ 3 പുസ്തകങ്ങൾ കൂടി എഴുതി. 1-ാമത് ഉന്നത പാട്ട്, 1-ാമത് ഉത്തമഗീതം, 2-ാമത് നീതിമൊഴി, സദൃശവാക്യം, 3-ാമത് പ്രസംഗി, 3-ാമതായി സഭാപ്രസംഗി. ദേവൻ ഇത് 3 പുസ്തകം എഴുതിനത് സാലമോൻ രാജാത്താണ്. ശലോമോൻ രാജാവാണ് ഈ 3 പുസ്തകങ്ങൾ എഴുതി. അതിൽ ഉന്നത പാട്ട് എഴുതുകിற സമയത്തിൽ അതിൽ ഉത്തമഗീതം എഴുതുമ്പോൾ അവനക്ക് 60 മനവികൾ ഇരുന്നാർ, 60 ഭാര്യമാർ. அப்போது தான் அவனு அந்த வழியாக தன்னுடைய கருப்பு குதிரை மேல் ஏறி வந்தான். ആ സമയത്ത് അവൻ തന്റെ കറുത്ത കുതിരപ്പുറത്ത് കയറി. அவனுக்கு ஒரு கருப்பு குதிரை இருக்கு. അവനൊരു കറുത്ത കുതിരയുണ്ട്. ரொம்ப அழகான குதிரை, கருப்பு குதிரை தான். കാണാൻ ഭംഗിയുള്ളത് കറുത്ത കുതിരയാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിൽ വരുമ്പോത് ഒരു സ്ത്രീ അങ്ങ് ഒരു മരത്തിന്റെ കീഴെ ഉക്കാന്തു കൊണ്ടിരുന്നു. ഒരു വൃക്ഷ ചുവട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത്. അവൾക്ക് ഒരു അസവില്ല, അവൾ ചലിക്കുന്നില്ല. ഇവൻ സത്തം പോട്ടിട്ട് വരട്ട, വലിയ ആരവത്തോടെയാണ് വരുന്നത്. അവന്റെ കുതിരയുടെ സത്തം വേറെ, കുളമ്പടി ശബ്ദം, അവനും സത്തം പോട്ടെ. ഈ സഹോദരി എന്ത് അസവില്ലാമൽ, എന്നാൽ ഈ സ്ത്രീ ഒരു ചലനമില്ല. മരത്തിനുണ്ട് ചുവട്ടിൽ, ഒരു വൃക്ഷത്തിന്റെ കീഴിൽ ഏതോ ധ്യാനിത്തുകൊണ്ടിരുന്നു. ധ്യാന നിമഗ്നയായിരുന്നു. അവൻ കടന്നു പോന, അവൻ കടന്നുപോയി. തിരുപ്പി അവൻ വന്ന, അവൻ വീണ്ടും. അത് യാരെന്ത സഹോദരി? അവൾ ഏതാണ്? അവളും കറുപ്പ് നിറം താ, അവളും കറുത്ത നിറമാണ്. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. അവർ കുതിരയെ വിട്ട് ഇറങ്ങി താൻ കുതിരപ്പുറത്ത് പോയി, നീ യാർ? അവളോട് ചെന്ന്, നീ ആരാണ്? ഏതൊക്കെ ഇങ്ങനെ എന്തിനെവിടെ ഇരിക്കുന്നു? നിന്റെ അഴക് എന്നെ വശീകരിച്ചു വിട്ടത്, നിന്റെ സൗന്ദര്യം എന്നെ ആകർഷിച്ചു. നീ അരമനയ്ക്ക് വാ, നീ അരമനയിലേക്ക് വരിക, ഞാൻ ഉന്നെ വിവാഹം ചെയ്യും, ഞാൻ നിന്നെ വിവാഹം കഴിയും. അവൾ சொன்ன, അവൾ പറഞ്ഞു, എനിക്കൊരു പുരുഷനുണ്ട്, എനിക്കൊരു ഭർത്താവുണ്ട്. അവൻ ആടുകളെ മേയ്ത്തു കൊണ്ടിരുന്നു, അവൻ ആടുകളെ മേയിക്കുന്നു. അവർ വരുവാർ, താൻ വരും. അവർ വന്ന ഉടനെ എന്നെ വിവാഹം ചെയ്യുവാർ. അവൻ വന്ന അവർക്കാക എന്നോട് വിവാഹ அந்த എൻഗേജ്മെന്റ് നടന്നു മുടിഞ്ഞത്. അവനുമായി എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. അവൻ ആടുകളെ മേയ്ക്കുന്ന മേയ്പ്പനല്ലവാ, അവൻ വെറും ഒരു ആട്ടിടയനല്ലേ? ഞാൻ രാജ, ഞാനോ ഒരു രാജാവില്ല. മഹാരാജ, ഞാനൊരു മഹാനെ പോലൊരു രാജാവില്ല, എനിക്ക് തുല്യനായ രാജാവില്ല. പോലൊരു പണക്കാരനില്ല, എന്നെ പോലെ ഒരു ധനികനില്ല. നീ എന്റെ അരമനയെ വന്ന് പാർ, നീ വന്നെന്റെ കൊട്ടാരമെല്ലാം. ഉന്നത പാട്ടിന്റെ കീഴ്പകുതിയിൽ നമ്മൾ വാസിക്കും. ഉത്തമഗീതത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഉന്റെ അരമനയും വേണ്ട, ഉന്റെ പണവും വേണ്ട, നീയും വേണ്ട എന്ന് ചൊല്ലി അർപ്പമാക അവൾ എണ്ണിവിട്ടു. എനിക്ക് അങ്ങയെ വേണ്ട, അങ്ങയുടെ സമ്പത്തും വേണ്ട, അങ്ങയുടെ കൊട്ടാരവും വേണ്ട എന്ന് പറഞ്ഞ് അതിനെല്ലാം അവൾ അവഗണിച്ചു. ദേവൻ അന്റയ്ക്ക് അവളെ വിവാഹം ചെയ്തിരുന്നാൽ, അന്ന് അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അത് 61-ാം മനവിയാക മാറ്റപ്പെട്ടിരുന്നു. 61-ാമത്തെ രാജ്ഞിയായനെ. ദേവനുക്ക് ദൈവത്തിന് സ്തോത്രം. அந்த സന്ദർഭത്തിൽ താൻ അവരിന്റെ 4-ാം അധികാരത്തെ എഴുതുക. ആ സമയത്താണ് താൻ ഈ 4-ാം അധ്യായം എഴുതുന്നത്.
വാടയെ എഴുമ്പ്, വടതിക്കാറ്റെ ഉണരുക, തെന്നലെ വാ. തെന്നിക്കാറ്റെ വരിക. വാട എൻപത് വടദിശയിലെ കാറ്റ്. ഈ വടതിക്കാറ്റ് എന്ന് പറഞ്ഞാൽ വടക്ക് നിന്ന് വരുന്ന കാറ്റ്. വടദിശയിലെ കാറ്റ് എൻപത് സിയോനിലിരുന്ന് വരുകിற അഭിഷേകത്തെ വെളിപ്പെടുത്തുക. വടതിക്കാറ്റ് എന്ന് പറയുമ്പോൾ സിയോനിൽ നിന്ന് വരുന്ന അഭിഷേകത്തെ കാണിക്കുന്നു. എസക്കിയേൽ 1-ാം അധികാരം 4-ാം വസനത്തിലിരുന്ന് കീഴെ വാസിക്കുമ്പോൾ എഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ അങ്ങ് വടദിശയിലിരുന്ന് ഒരു പുസൽ കാറ്റ് എന്ന് നാം വാസിക്കും. വടക്കിൽ നിന്നൊരു കൊടുങ്കാറ്റ് വരുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അങ്ങ് 5 വിഷയങ്ങളെ നാം പാർക്കുന്നുണ്ട്. അവിടെ 5 കാര്യങ്ങൾ കാണാം. വടദിശയിലെ പുസൽ കാറ്റ്, വടക്കിൽ നിന്ന് വരുന്ന കൊടുങ്കാറ്റ്, അതിന് കീഴിൽ ഒരു മേഘം, മേഘം, മേഘത്തുക്ക് ചുറ്റിലും അഗ്നി, മേഘത്തിന് ചുറ്റിലും തീ, അഗ്നിക്ക് ചുറ്റിലും പ്രകാശം, അത് തീക്ക് ചുറ്റിലും പ്രകാശം, അന്ത പ്രകാശത്തുക്കുള്ള ഒരു സൊഗുസാവിൻ നിറം, അതിൽ നിന്ന് ഒരു ശുക്ലസ്വർണത്തിന്റെ നിറം. ആ സൊഗുസാവ് നിറത്തിലിരുന്ന് 4 ജീവൻകൾ പുറപ്പെട്ടത് എന്ന് നാം 5-ാം വസനത്തിൽ വാസിക്കും. അതിൽ നിന്ന് 4 ജീവികൾ പുറപ്പെട്ടെന്ന് 5-ാം വാക്യത്തിൽ കാണാം. അപ്പൊ 4 ജീവൻകൾ എൻപത് ആ 4 ജീവികൾ എന്നത് പുതിയ ഏർപ്പാട്ട് സഭയെ വെളിപ്പെടുത്തുക. പുതിയ നിയമസഭയെ അത് കാണിക്കുന്നു. സഭയുടെ സ്വഭാവത്തെയും സഭയുടെ സ്വഭാവം, സഭയുടെ പൂർണ്ണത്തെയും വെളിപ്പെടുത്തുക. സഭയുടെ പൂർണ്ണതയും കാണിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അത് 4 ജീവൻകൾ. ആ 4 ജീവികൾ മുൻകാലത്തിൽ നമ്മുടെ പരിശുദ്ധവാങ്ങൾ ചാട്ട് പോട്ട് அந்த സ്റ്റഡി നല്ല എടുപ്പാറുകൾ. മുൻകാലങ്ങളിൽ നമ്മുടെ വിശുദ്ധന്മാർ ചാർട്ടിട്ട് അത് നല്ല രീതിയിൽ പഠിച്ചു. വിശ്വാസികൾ ഇതെല്ലാം പാത്തിരുപ്പി. അനേക വിശ്വാസികൾ അത് കണ്ടു കാണും. 4 ജീവൻകൾ എൻപത് പുതിയ ഏർപ്പാട്ട് സഭ. 4 ജീവികൾ എന്നത് പുതിയ നിയമസഭ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ அந்த சபை எங்கே காணப்பட வேண்டும்? ഈ സഭ ഇവിടെ കാണപ്പെടും. அந்த இடத்தில் வாசிக்கிற சொகுசாவின் நிறத்தில் காணப்பட்டது. അത് ശുക്ലസ്വർണത്തിന്റെ നിറത്തിൽ കാണപ്പെട്ടു. தேவ சபை எங்கே காணப்பட வேண்டும்? ദൈവസഭ ഇവിടെ കാണപ്പെടും. அபிஷேகம் பெற்ற நானும் நீங்களும் எந்த நிலைமையில் எந்த അനുഭവത്തിൽ കാണപ്പെട வேண்டும்? അഭിഷേകം പ്രാപിച്ചതായ ഞാനും നിങ്ങൾ ഏത് അനുഭവത്തിൽ കാണപ്പെടും? முதலாவது வடதிசையிലെ புசல் காற்றில் காணப்படும். ഒന്നാമതായി വടക്ക് നിന്നുള്ളതായ കൊടുങ്കാറ്റിൽ കാണപ്പെടും. புசல் காற்று என்பது பரிசுத்தாவின் அபிஷேகத்தை வெளிப்படுத்துகிறது. അത് പരിശുദ്ധാത്മാഭിഷേകത്തെ കാണിക്കുന്നു. അതിനാൽதான் അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 1-ാം വസനത്തെ വാസിക്കുമ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഒരു பெரிய புசல் காற்று அடித்ததாக வாசிக்கிறோம். അവിടെ വലിയൊരു കൊടുങ്കാറ്റടിച്ചതായി കാണും. പെന്തക്കോസ്തിന്റെ നാൾ വന്നപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരിടത്തിൽ കൂടിനാർ. അവരെല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് കൂടി. അപ്പോൾ ബലത്ത കാറ്റടിക്കുന്നത് പോലെ ഒരു കാറ്റുണ്ടായി. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. തീജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. ആവിയാനവർ തന്തരുളിന വരത്തിൻപടി അവர்கள் വെവ്വേറെ ഭാഷകളിൽ പേസിനാറുകൾ എന്ന് നാം വാസിക്കും. പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ഓരോരുത്തൻ അന്യഭാഷകളിൽ സംസാരിച്ചു. പരിശുദ്ധാവിൻ അഭിഷേകത്തിൻ മുതലാം തുവക്കം. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ തുടക്കമാണത്. വടദിശ എൻപത് അഭിഷേകത്തെ വെളിപ്പെടുത്തുക. വടക്ക് എന്നത് അഭിഷേകത്തെ അത് കാണിക്കും. വാടയെ എളുമ്പ്. അതുകൊണ്ടാണ് വടതിക്കാറ്റെ ഉണരൂ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാവിൻ അഭിഷേകം இந்த கடைசி காலத்தில் எழும்ப வேண்டும், அடிக்க வேண்டும். ആകയാൽ ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഒരു കൊടിയ കാറ്റടിക്കണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அதுக்கு പരിശുദ്ധ യാക്കോബ് சொல்லும்போது അതിനെക്കുറിച്ച് വിശുദ്ധ യാക്കോബ് പറയുമ്പോൾ യാക്കോബ് 5-ാം അധികാരം 7-ാം വസനത്തെ വാസിக்கிற വേളയിൽ യാക്കോബ് എഴുതിയ ലേഖനം 5-7 വായിക്കുമ്പോൾ அங்க பயிரிடுகிறவன் நற்பெயருக்காக കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ടിരിക്കുന്നു. അവന് 2 വിധமான മഴയെ കാത്തുകൊള്ളും. മുൻമാരിയും പിന്മാരിയും എന്ന് വാസിക്കും. അവൻ മുൻമഴയും പിന്മഴയും കിട്ടുവോളം ഒരു കാത്തിരിക്കുന്നു. പിന്മാരിയുണ്ട്. മുൻമഴയുണ്ട് പിന്മഴയുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മുൻമഴയിൻ കാലത്തിൽ മുൻമഴയുടെ കാലത്ത് இந்த சபையானது தேவன் பூமியில் ஸ்தாபித்தார். കർത്താവ് സഭയെ ഭൂമിയിൽ ഉരുവാക്കി. அதுதான் AD 33-ാം ആണ്ടിൽ യെരുസലേമിൽ നടന്ന സംഭവം. അത് AD 33-ൽ യെരുശലേമിൽ നടന്ന സംഭവമാണ്. 33 என்றும் சொல்றாங்க, 30 என்றும் சொல்றாங்க. ചിലർ 30 എന്നും ചിലർ 33 എന്നും. அதுதான் அப்போஸ்தல நடபடிகள் 2-ാം അധികാരത്തിലെ മുതൽ 4 വസനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ ആദ്യത്തെ 4 അവർ പരിശുദ്ധാവിക്കാக കാത്തിരുந்தார். അവർ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. ലൂക്ക 24-ാം അധികാരം 49 ഇருந்து വാസിക്കുമ്പോൾ ലൂക്കോസ് 24-49 മുതൽ ദേവനുடைய വാഗ്ദത്തത്തിൻ ആവിക്കാக நீங்கள் കാത്തിരുங்கள். പിതാവ് വാഗ്ദത്തം ചെയ്തതിനായി കാത്തിരിപ്പിൻ. அப்படியே அவர்கள் காத்திருந்தார். അങ്ങനെ അവർ കാത്തിരുന്നു. தேவனை துதித்தார். ദൈവത്തെ സ്തുതിച്ചു. அப்போது 10-ാം നാളിൽ
பரலோகத்தில் இருந்து பெரிய சத்தத்துடன் முழக்கத்துடன் அபிஷேகம் பூமிக்கு இறங்கி 10ஆം നാളിൽ സ്വർഗത്തിൽ നിന്ന് വലിയ കൊടിയ കാറ്റടിക്കുന്ന മുഴക്കത്തോടുകൂടി അഭിഷേകം ഭൂമിയിൽ AD 33 ആണ്ട് AD 33 അല്ലെങ്കിൽ 30 എന്ന് വെച്ചുകൊള്ളും, അല്ലെങ്കിൽ 30 എന്നും ഇരിക്കട്ടെ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 33 ആണ്ടിൽ ദേവസഭയാനത് ഭൂമിയിൽ സ്ഥാപിതമായി. ആ കാലത്ത് ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. இந்த பூமியில் சபை ஸ்தாபிக்கும்படியாக സഭയെ ഭൂമിയിൽ உயர்த்தெழுந்த இயேசு பரலோகத்தில் சென்று ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം പിതാവിടത്തിൽ പരിശുദ്ധാവിയെ വാങ്ങി ഭൂമിക്ക് അനപ്പിനാർ. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിൽ. അത് மட்டுമല്ല, യെശയ്യാ 28 അധികാരം 16 വചനത്തെ വാസിക്കുമ്പോൾ 28:16 വായിക്കുമ്പോൾ அந்த இயேசு கிறிஸ்து സിയോനിൽ മൂലക്കല്ലാക മാറ്റപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു സിയോനിൽ മൂലക്കല്ലായി മാറി. സഭയുടെ മൂലക്കല്ല് യേശു ക്രിസ്തു. ക്രിസ്തു സഭയുടെ മൂലക്കല്ല്. അത് തന്നെ എഫേസ്യർ 2 അധികാരം 19 വചനത്തിൽ വാസിക്കുമ്പോൾ എഫേസ്യർ 2:19 വായിക്കുമ്പോൾ അവർ മൂലക്കല്ലായിരിക്കും. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് അതിന്മേൽ അസ്ഥിവാര കற்களாக അപ്പോസ്തലർ ദീർഘദർശികൾ ജീവനുള്ള കற்களாக കട്ടപ്പെട്ടു വരിക. അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാന കല്ലുകളായി, ദൈവമക്കൾ ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ ഉരുവാക്കപ്പെട്ടതുதான் പുതിയ ഏർപ്പാട്ട് സഭ. ആകയാൽ പുതിയ നിയമസഭ എന്നത് പരിശുദ്ധാത്മാവിനാൽ രൂപീകൃതമായതാണ്. അഭിഷേകം പെറാത്തവர்களுം പെറാത്ത സഭകളും ദേവനുടെ ശരീരமான സഭയിൻ ആ ശരീരത്തിൻ അവയവുമല്ല, അംഗവുമല്ല. ആകയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത വ്യക്തികളോ സഭകളോ അവർ ദൈവത്തിന്റെ സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളോ അംഗങ്ങളോ അല്ല. അഭിഷേകം പെറാത്ത യാരാവതും ഇങ്ങ ഇരുപ്പീர்களാണ്. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങ ദേവസഭയ്ക്ക് വന്നാലും കൂടെ നിങ്ങൾ ഈ ദൈവസഭയിൽ വന്നാൽ അഭിഷേകം പെറാത്ത കാലം വരെ അഭിഷേകം പ്രാപിക്കാത്തയിടത്തോളം അഭിഷേകം പറ്റതിനോട് അടയാളം അന്യഭാഷ ഭാഷണം പേസുവത്. അഭിഷേകം പ്രാപിച്ചതിന്റെ പ്രഥമമായ ഇതെല്ലാം നമ്മുടെ പൂർവ്വ പിതാക്കൾ നമുക്ക് ചൊല്ലിത്തന്ന സത്യം. നമ്മുടെ മുൻപിതാക്കൾ നമ്മെ പഠിപ്പിച്ചതാണ് ഇതെല്ലാം. 101 വരുடம் 101 ആണ്ടാണ് നമ്മുടെ സഭ ആരംഭിച്ച. 101 വരുடம் നമ്മുടെ സഭ തുടങ്ങിയിട്ട് ഇത് 101 1923 ആണ്ടിൽ 1923 இந்த சபையானது கொலம்போ பட்டணத்தில் பரிசுத்த போல் மூலமாக தேவன் ஸ்தாபித்தார். കൊളംബോ നഗരത്തിൽ നമ്മുടെ പാസ്റ്റർ പോൾ മുഖാന്തരം ദൈവം ഈ സഭയെ ഉരുവാക്കി. 24 வருடമല്ല, 23 வருடம். 1924 23 തന്നെ. ചിലർ വിഷയം தெரியாமல் 24 എന്ന് ചൊല്ലി മാഗസിനിൽ മറ്റുള്ളെല്ലാം എഴുതുகிறார்கள். ചിലർ കാര്യം അറിയാതെ 24 എന്ന് മാഗസിനിലൊക്കെ എഴുതുന്നുണ്ട്. എന്റെ കയ്യിൽ അതിന്റെ തെളിവുണ്ട്. എന്റെ കയ്യിൽ അതിന്റേതായ വസ്തുനിഷ്ഠമായ തെളിവോടെ താൻ പേസുகிறாർ. അത് തെളിവെച്ചുകൊണ്ടാണ് പറയുന്നത്. 23 ആണ്ട് 23 ആണ്ടിൽ ഇപ്പോൾ 101 വർഷം. ഇത് 101 ആണ്ട്. தேவனுக்கு மகிமை. ഈ 100 வருஷமாக നമ്മുടെ പരിശുദ്ധവാങ്ങൾ சொல்லுகிற സത്യംதான் തിരുപ്പി തിരുപ്പി നാം ചൊല്ലുക. 100 വർഷത്തിൽ പരമായി നമ്മുടെ വിശുദ്ധന്മാർ പറഞ്ഞിട്ടുള്ള പരിശുദ്ധാത്മാവിൻ അഭിഷേകം പെറാത്തവர்கள் ദേവസഭയല്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ ദൈവസഭയല്ല. അപ്പൊ നിങ്ങൾ ഒരു കേൾവിയെ കേൾക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ. അപ്പോസ്തല നടപടികൾ 2 അധികാരം 47 വചനത്തിൻപടി അപ്പോസ്തലപ്രവൃത്തി 2:47 പ്രകാരം രക്ഷിക്കപ്പെട്ടവരെ അനുദിനം ദേവസഭയോട് ചേർത്താറുകൾ എന്ന് എഴുതപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടവരെ അനുദിന സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം താനെ ദേവസഭ എന്ന് അവർ ചൊല്ലുகிறாർ. രക്ഷിക്കപ്പെട്ടവരുടെ സംഘമല്ലേ ദൈവസഭ എന്ന് അവർ ചോദിക്കും. ഇല്ല, അല്ല. ആംപ്ലിഫൈഡ് ബൈബിൾ നിങ്ങൾ പാർത്താൽ, ആംപ്ലിഫൈഡ് ബൈബിൾ നോക്കിയാൽ, അല്ലെങ്കിൽ മൂലഭാഷയിലും പാർത്താൽ, മൂലഭാഷയിൽ നോക്കിയാൽ രക്ഷിക്കപ്പെട്ടവരുണ്ടല്ല, രക്ഷിക്കപ്പെട്ടവരെ സഭയുടെ എണ്ണിക്കയോടെ ചേർത്താറ്. എണ്ണിക്കയോടെ സഭയുടെ എണ്ണത്തിൽ ചേർത്തന്നേ ഉള്ളൂ. സഭയിൽ ചേർക്കവില്ല. സഭയിലല്ല ചേരുന്നത്. ആ എണ്ണിക്കയോട്, ആ എണ്ണത്തിൽ. നിങ്ങൾ വേണ്ടുമാനാൽ അന്ത ബൈബിളെ പഠിച്ചു പാരുന്നു. ആ ബൈബിൾ വായിച്ചു നോക്കിയാൽ അറിയാം. ആംപ്ലിഫൈഡ് ബൈബിൾ, ആംപ്ലിഫൈഡ് വേർഷൻ, അല്ലെങ്കിൽ മൂലഭാഷയിലും പാരുന്നു. അല്ലെങ്കിൽ മൂലഭാഷ. രക്ഷിക്കപ്പെട്ടവരെ അനുദിനം സഭയിലെ അല്ലെങ്കിൽ എണ്ണിക്കയോടെ അവരെ ചേർത്താർ. രക്ഷിക്കപ്പെട്ടവരെ ആ എണ്ണത്തിൽ ഉൾപ്പെടുത്തി. ദേവനുക്ക് മഹിമ. സഭയിൽ ചേർക്കവില്ല. സഭയിലല്ല. സഭയിൽ ചേര വേണ്ടുമാനാൽ, സഭയിലെ അവയവமாக മാറ്റപ്പെട വേണ്ടുമാനാൽ, അവയവമാകണമെങ്കിൽ അതിന്റെ ഉപദേശം 1 കൊരിന്ത്യർ 12 അധികാരം 13 വചനത്തെ വാസിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 12:13 വായിക്കുമ്പോൾ, പരിശുദ്ധാവിൻ അഭിഷേകത്തിന് നാം ഒരു ശരീരமாக മാറ്റപ്പെടും. പരിശുദ്ധാത്മാഭിഷേകത്താലാണ് നമ്മൾ ഏക ശരീരമാകുന്നത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അഭിഷേകത്തിനാൽ താൻ ഒരു ശരീരமாக നാം മാറ്റപ്പെടും. അഭിഷേകത്താൽ മാത്രമാണ്
അപ്പോഴാണ് നമ്മൾ ഏക ശരീരമായിത്തീരുന്നത്. அப்போது நாமும் தேவனும் ஒன்றாக்கப்படுகிறோம். അപ്പോഴാണ് നാമും ദൈവവും ഒന്നായിത്തീരുന്നത്. யோவான் 14 அதிகாரம் 20 வசனத்தை வாசிக்கும்போது യോഹന്നാൻ 14 അധ്യായം 20 நான் என் பிதாவிலும் நீங்கள் என்னிலும் நான் உங்களிலும் இருப்பது அந்நாளில் அறிவீர்கள். ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്ന് നിങ്ങൾ അറിയും. இந்த சத்தியம் நாம் முதலாம் நாள் இரவில் கேட்டோம். ഒന്നാം ദിവസം രാത്രി നമ്മൾ ഈ സത്യം കേട്ടു. അതിനപ്പടിയാണ് பரிசுத்தாவின் அபிஷேகம் பெற்றவர்கள் தான், അതിനകത്ത് തെളിവാക അന്യഭാഷയിൽ പേസുகிறவங்க தான் தேவ சபைയുടെ അംഗവും അവയവവും. ആകയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ വ്യക്തമായി സ്ഫുടമായി അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ മാത്രമാണ് ദൈവസഭയുടെ അംഗങ്ങളും ശരീരത്തിലെ അവയവങ്ങളും. അതിനാൽ താൻ വാടയെ എഴുമ്പ്, വടതിക്കാറ്റെ ഉണരുക. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മുൻമാരിയും പിന്മാരിയും നമുക്ക് തേവ. നമുക്ക് മുൻമഴ വേണം, പിന്മഴയും വേണം. പിന്മാരി എന്ന് ചൊല്ലുമ്പോൾ പിന്മഴ എന്നാൽ മുൻമാരി അഭിഷേകത്തിൻ എഴുപ്പുതൽ, മുൻമഴ എന്നത് അഭിഷേകത്തിന്റെ ഉണർവ്. അഭിഷേകത്തിനാൽ ദേവസഭയെ ദേവൻ സ്ഥാപിച്ചു. ദൈവ അഭിഷേകത്താൽ തന്റെ സഭയെ സ്ഥാപിച്ചു. നമ്മുടെ ദേശത്തിൽ മുൻമഴ പെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിൽ മുൻമഴ പെയ്യുമ്പോൾ കാടുകളിലെല്ലാം പയറിടുവാർ, അവർ വിത്ത് വിതയ്ക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഞങ്ങൾ കാട് പിടിത്തോം എന്ന് சொன்னோமே. ഞങ്ങൾ കാടിൻ കുറച്ച് ജൂൺ മാസം 1-ാം തീയതി മഴ പെയ്യും. ജൂൺ മാസം 1-ാം തീയതി മഴ പെയ്യും. അതാ മുൻമാരി, അതാണ് മുൻമഴ. അപ്പോൾ താൻ മരവള്ളിക്കിഴങ്ങെല്ലാം പോട്ട്. അപ്പോഴാണ് നമ്മൾ ചീനിയൊക്കെ നടുന്നത്. അതൊക്കെ പല മഴ പെയ്യും, പിന്നീട് പല മഴ പെയ്യും, കടശയിൽ ഒരു മഴ പെയ്യും, ഒടുവിലൊരു മഴ. അപ്പൊ അത് അതിന്റെ വിളവെടുത്ത്, അപ്പോൾ വിളവെടുക്കും. അപ്പൊ മുൻമാരിയുണ്ട്, മുൻമഴയുണ്ട്. ആ മുൻമാരിயின் കാലത്തിൽ താൻ പയറിടുகிறது. മുൻമഴയുടെ കാലത്താണ് ഇത് നിങ്ങൾ കേരളാവിൽ മറ്റുമല്ല, കർണാടക സ്റ്റേറ്റിലും മഹാരാഷ്ട്ര സ്റ്റേറ്റിലും വനങ്ങളിൽ ഇത് നിങ്ങൾ പാർക്കല്ല. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉള്ളതായ കാട് പ്രദേശം. കേരളാവിൽ ജൂൺ മാസം 1-ാം തീയതി മഴ പെയ്യും. അത് ഇടവപ്പാതി എന്ന് ചൊല്ലും. കേരളത്തിൽ ജൂൺ 1-ന് പെയ്യുന്ന മഴ ഇടവപ്പാതി, അതാ മുൻമാരി. അതാണ് മുൻമാരി. അടുത്ത കർണാടക സ്റ്റേറ്റ് ജൂൺ 3-ാം തീയതി മഴ പെയ്യും. കർണാടകയിൽ ജൂൺ 3-ന്. മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ജൂൺ 5-ാം തീയതി പെയ്യും. മഹാരാഷ്ട്രയിൽ ജൂൺ 5-ന്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോത് തന്നെ അവർ കാടുകളിൽ പയറിടുகிறாർ. അപ്പോഴാണ് അവർ മുൻമാരി, അതാണ് മുൻമഴ. അപ്പോത് താൻ സഭ ആരംഭിച്ചത്. അപ്പോഴാണ് സഭ തുടങ്ങിയത്. അഭിഷേകത്തിനാൽ ദേവസഭയാകെ നാം മാറ്റപ്പെടും. നാം അഭിഷേകത്താൽ ദൈവസഭയായി. അടുത്ത പിന്മാരി. അടുത്തത് പിന്മഴ. പിന്മാരി എന്നത് ഉപദേശത്തിൻ എഴുപ്പുതൽ. പിന്മഴ ഉപദേശത്തിന്റെ ഉണർവ്. ഉപാഗമം 32-ാം അധികാരം 2-ാം വസനത്തെ വാസിക്കുമ്പോൾ, ആവർത്തനം 32:2 വായിക്കുമ്പോൾ, പിന്മാരിയാനത് ഇളം പയറിന്മേൽ പൊഴിகிறது പോലെ, അത് ഇളംപുല്ലിൽ പൊടിമഴ പോലെ എന്നുடைய ഉപദേശവും പൊഴിയും. വാസിക്ക, എന്റെ ഉപദേശം പൊഴിയും. മഴയാനത് ഇളം പയിരിന്മേൽ പൊഴിവത് പോലെ, ഇളം പയറിന്മേൽ പൊഴിகிறது പോലെ എൻ ഉപദേശം പൊഴിയും. ഉപദേശം പൊഴിയും. കേട്ടീങ്ങളാ? ഉപദേശം അതാ പിന്മാരി, അതാണ് പിന്മഴ. ഉപദേശത്തിൻ എഴുപ്പുതൽ, ഉപദേശത്തിന്റെ ഉണർവ്. അപ്പൊ ഈ രണ്ട് എഴുപ്പുതൽ നമുക്ക് തേവ. രണ്ടു വിധമായ ഉണർവ് നമുക്ക് വേണം. മുൻമാരിയും പിന്മാരിയും. മുൻമഴയും പിന്മഴയും വേണം. അഭിഷേകത്തിൻ എഴുപ്പുതൽ, അഭിഷേകത്തിന്റെ അഭിഷേകത്തെ ഞാൻ പെറ്റുകൊണ്ടേൻ എന്ന് ചൊല്ലി പിന്നെ നിറമ്പാമൽ ഇരുപ്പതല്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ ആത്മാവിൽ നിറയാതിരിക്കുന്നതല്ല. അത് നമ്മുടെ മരണം വരയ്ക്കും അന്ത മുൻമാരിയെ നാം പെറ്റുകൊണ്ടേ ഇരിക്കും. നമ്മുടെ മരണം വരെ നാം ആ മുൻമഴ പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതേപോലെ പിന്മാരിയും. അതേപോലെ തന്നെയാണ് യാക്കോബ് 5-ാം അധികാരം 7-ാം വസനത്തിൽ, ഇതാണ് യാക്കോബ് 5-ന്റെ പയറിടുகிறവൻ മുൻമാരിക്കാകും പിന്മാരിക്കാകും കാത്തുകൊണ്ട് ഇരിക്കുന്നത്. കൃഷിക്കാരൻ മുൻമഴയും പിന്മഴയും കിട്ടുവോളം കാത്തിരിക്കുന്നു. നற்பയറുക്കാക അവൻ നീടിയ പൊറുമയുടൻ കാത്തുകൊണ്ട്, വലിയ ഫലത്തിന് വേണ്ടി അവൻ ദീർഘക്ഷമയോട് കാത്തിരിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതേപോലെ ദേവസഭയിലും മുൻമാരി മഴയും പിന്മാരി മഴയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഇതുപോലെ ദൈവസഭയിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാരെയും ആവിയിൽ നിറപ്പ പരിശുദ്ധാവിയാനവർ ഉത്സാഹപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൽ നിറയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഒരിടത്തിലെ കാത്തിരിപ്പ് കൂട്ടം നടത്തുമ്പോൾ, ഞാൻ ഒരിടത്ത് കാത്തിരിപ്പ് യോഗം നടത്തും. ഞാൻ അടിക്കടി 6 നാൾ കാത്തിരിപ്പ് കൂട്ടം നടത്തും. കൂടെ 6 ദിവസത്തെ ഉണർവ് യോഗങ്ങൾ അത് പാസ്റ്റർ സി ജോൺ എന്റെ പാസ്റ്ററുടെ ഒരു കട്ടള്. പാസ്റ്റർ സി ജോണിന്റെ ആജ്ഞയാണത്. നീങ്ക അടിക്കടി 6 നാൾ കാത്തിരിപ്പ് കൂട്ടം നടത്ത വേണ്ടി എന്ന് ചൊല്ലുക. കൂടെ 6 ദിവസത്തെ ഉണർവ് യോഗം. കാരണം അഭിഷേകം മുഖ്യം, അഭിഷേകം പ്രധാനം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അടിക്കടി ഞാൻ കാത്തിരിപ്പ് കൂട്ടം നടത്തും. കൂടെ ഉണർവ് യോഗം. ഞാൻ കൊട്ടാരക്കര ഇരിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ അന്ത കൂട്ടങ്ങൾ നടത്തുന്നതും. ഞാൻ കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്തും ഉള്ളപ്പോഴെല്ലാം അത് നടത്തിയിട്ടുണ്ട്. അതിന്റെ പേര് താൻ RPM. അതിന്റെ പേരാണ് RPM. RPM சொன்னால் അർത്ഥം എന്താണ്? RPM?
റിസറക്ഷൻ പവർ മീറ്റിംഗ്, റിസറക്ഷൻ ഉയർപ്പിൻ വല്ലമയിൻ കൂട്ടം, ഉയർപ്പിൻ ശക്തിയുടെ യോഗം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അഭിഷേകം മുഖ്യം, அபிஷேகம் பிரதானம். அப்படி ஆவியின் கூட்டம் நடத்தும் போது അങ്ങനെ ആത്മോണർവ് ஒரு യോഗം பிரதர் அசதியாக நிர்விசாரமாக கண்களை திறந்து என்னமோ வேற பிசினஸ் பண்ணி கொண்டிருந்தார். ഒരാള് കണ്ണു തുറന്ന് അലക്ഷ്യമായി വിലാസനമായി മറ്റെന്തോ തൊഴിലിച്ചായിരുന്നു. ഞാനത് പറഞ്ഞു, நான் கிட்ட போய் என்ன பிரதர் இப்படி இருக்கிறீங்க, കണ്ടിട്ട് അടുത്ത് എന്താ ബ്രദർ ഇങ്ങനെ ഇരിക്കുന്നത്? ஆவியின் நிரம்புவேன். ആത്മാവിൽ നിറയും. அவன் உடனே பரியாசமாக சொன்னான், അവനുടനെ കളിയാക്കി പറഞ്ഞു, பாஸ்டர் பாத்திரமெல்லாம் நிரம்பி விட்டது, പാസ്റ്റേ പാത്രമൊക്കെ നിറഞ്ഞു இனி பாத்திரத்தில் இடமே ഇനി இல்லை, പാത്രത്തിലൊട്ട് സ്ഥലമില്ല, இனி நிரம்ப போனா பாத்திரம் உடைந்து விடும், ഇനി നിറയ്ക്കാൻ പോയാ പാത്രം പൊട്ടി, அப்புறம் இருக்கிற அபிஷேகமும் போய்விடும். ഇനി ഉള്ളതും കൂടെ പോകും. நான் சொன்னேன், பேரு சொல்லி சொன்னேன், ஏய் பரியாசம் பண்ணாது, പേര് പറഞ്ഞു പറഞ്ഞു നീ കളിയാക്കരുത്, முழங்கால் படியிடு, മുട്ടുകുത്ത്, நீ அபிஷேகத்தை பெற்றுக்கொள். ഈ അഭിഷേകം പ്രാപിക്കും. அவனுக்குள்ளேயும் வேண்டாத சில சுபாவங்கள் இருந்தது, എന്റെ ഉള്ളിൽ ചില തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു, அருவருப்பான சுபாவங்கள். ചില മ്ലേച്ഛ சரி, സ്വഭാവം. இந்த அபிஷேகத்தினால் அந்த சுபாவங்களுக்கு ஒரு மாற்றம் உண்டாகட்டும் என்று நினைத்து உற்சாகப்படுத்தினேன். ഈ അഭിഷേകത്താൽ അവന്റെ സ്വഭാവം മാറട്ടെന്ന് കരുതി அவன் பரியாசம் பண்ணிட்டு പക്ഷെ അവൻ പരിഹസിച്ചു. கடைசியில் அவனுக்கு கையும் കാലും தளர்ந்து விட்டான். ഒടുവിൽ കൈകാൽ തളർന്നു. அத பாத்திரம் நிரம்பி விட்டால், பரியாசம் பண்ணினால் கையும் காலும் தளர்ந்து விடும். പാത്രം നിറഞ്ഞു എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ കൈകാൽ തളരും. யாரோடு நாம் பரியாசம் பண்ணுகிறோம்? നമ്മൾ ആരെയാണ് പരിഹസിക്കുന്നത്? ഈ മുൻമാരി யாரு? ആരാണ് ഈ മുൻമഴ? പരിശുദ്ധാവിൻ അഭിഷേകം. പരിശുദ്ധാത്മാഭിഷേകം. അതിനത് അർപ്പமாக എണ്ണാതെ, അതിനെ നിസ്സാരമായി കരുതരുത്, அதை தள்ளிவிடாது, അതിനെ ഉപേക്ഷിക്കരുത്. அபிஷேகத்தில் நிரம்புங்க. അഭിഷേകത്തിൽ നിറയുക. சரியான அபிஷேகத்தில் நிரம்பும் போது ശരിയായ അഭിഷേകത്തിൽ നിറയുമ്പോൾ உங்களுக்கு ஒரு ஆறுதல் உண்டாகும், നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകും, இளைப்பாறுதல் உண்டாகும், സ്വസ്ഥതയുണ്ടാകും, தேவன்பு உண்டாகும், ദൈവസ്നേഹം വർദ്ധിക്കും, நீதி உண்டாகும், നീതി ഉണ്ടാകും, சமாதானம், സമാധാനമുണ്ടാകും, சந்தோஷமுണ്ടാകും, വിടുതലുണ്ടാകും, விடுதலை 65 ஆசீர்வாதங்களை பெற்றுக்கொள்ளும். 65 അനുഗ്രഹങ്ങൾ ഇനിയും പ്രാപിക്കാം. அதனால்தான் அபிஷேகத்தை குறித்து நாம் ஏற்கனவே 2 புஸ்தகங்கள் எழுதியிருக்கிறோம். അതുകൊണ്ടാണ് അഭിഷേകത്തെ കുറിച്ച് മുമ്പേ തന്നെ 2 പുസ്തകങ്ങൾ, நம்முடைய பரிசுத்தவான்கள் 2 புஸ்தகம், നമ്മുടെ പുസ്തകന്മാർ വിശുദ്ധന്മാർ 2 പുസ്തകങ്ങൾ എഴുതി. இப்ப திருவனந்தபுரத்தில் ஒரு புஸ்தகம் எழுதியதாக நேற்றுக்கு அனௌன்ஸ்மெண்டில் சொன்னார். ഇന്നലെ അറിയിച്ചതുപോലെ ഒരു പുതിയ പുസ്തകം കൂടി ഇറക്കിയിട്ടുണ്ട്. அது நான் புஸ்தகம் பார்க்கவில்லை, அது இனி பார்க்கணும். അതെന്താണെന്ന് ഞാൻ ഈ വായിച്ചു. 2 പുസ്തകത്തെ നിങ്ങൾ പഠിച്ചാൽ, ഈ 2 പുസ്തകങ്ങൾ വായിച്ചാൽ, ഒന്ന് പരിശുദ്ധാവിൻ അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം, രണ്ടാമത്തെ പരിശുദ്ധാവിൻ ഉപദേശങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം. ഈ 2 പുസ്തകത്തെ പഠിച്ചാൽ, 2 പുസ്തകം വായിച്ചാൽ 75 ആശീർവാദങ്ങളെ നിങ്ങൾ പാർക്കണം. 75 അനുഗ്രഹങ്ങൾ കാണാം. 1, 2, 3 ആശീർവാദം, 1, 2, 3 അല്ല. ആവിക്കുரிய ആശീർവാദങ്ങളും ആത്മീക അനുഗ്രഹങ്ങളും ശരീരത്തിൻപടിയുള്ള ആശീർവാദം. ശാരീരിക അനുഗ്രഹങ്ങളും. അത് ഞാൻ മുന്നമേ சொன்னது போல, ഞാൻ മുൻപേ പറഞ്ഞത് வாழ்க்கையில் என்னென்ன பிரச்சனைகள் இருந்தால், നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, உங்க பிள்ளைകളുടെ കുടുംബ வாழ்க்கை, നിങ്ങളുടെ മക്കളുടെ കുടുംബ ജീവിതത്തിൽ, പിള്ളകളുടെ வாழ்க்கை, പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ എന്ത പ്രശ്നം இருந்தால், എന്താ പ്രശ്നമാണെങ്കിലും, ജീവനുക്കും ഭക്തിക്കും தேவையான எல்லாவற்றையும் ദിവ്യ വല്ലമയിനാൽ തന്തരുളുവാൻ. ഭക്തിക്കും ജീവനും വേണ്ടതെല്ലാം അവന്റെ ദിവ്യശക്തിയാൽ. ഞാനിത് അനുഭവത്തോടെ சொல்லுகிறேன். ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ആരോ சொல்றது കേട്ട് சொல்லுവതല്ല, ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറയുന്നല്ല, അനുഭവത്തോടെ சொல்லுவது. എന്റെ അനുഭവത്തിൽ നിന്നാണ്. അല്ലാതെ അഭിഷേകം മുഖ്യം. അതുകൊണ്ട് അഭിഷേകം പ്രധാനപ്പെട്ടത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ മുൻമാരിയും പിന്മാരിയും. ആകയാൽ പിന്മാരി എന്നത് ഉപദേശത്തിന് എഴുപ്പത്, പിന്മഴ ഉപദേശത്തിന്റെ ഉണർവ്. അത് ഉപാഗമം 32:2 വാസിത്തു. ആവർത്തനം 32:2 വായിക്കുന്നു. அந்த மழையானது இளம் பயிரின்மேல் പൊഴിகிறது പോലെ എൻ ഉപദേശം പൊഴിയും. ഇളം വയലിൽ പൊടിമഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. ഉപദേശം, നമുക്ക് ഉപദേശം തേവ. നമുക്ക് ആ ഉപദേശം വേണം. രക്ഷിപ്പിൻ ഉപദേശം, രക്ഷയുടെ ഉപദേശം, ജ്ഞാനസ്നാനത്തിന് ഉപദേശം, ജലസ്നാനത്തിന്റെ ഉപദേശം, അഭിഷേകത്തിന് ഉപദേശം, അഭിഷേകത്തിന്റെ ഉപദേശം, ദൈവിക സുഖത്തിന് ഉപദേശം, ദൈവിക സുഖത്തിന്റെ ഉപദേശം, വേർപാട് ജീവിതത്തിന് ഉപദേശം, വേർപാട് ജീവിതത്തിന്റെ ഉപദേശം. இப்படி അനേക ഉപദേശങ്ങൾ. ഇങ്ങനെ അനേക ഉപദേശങ്ങൾ. മുഖ്യமாக 56 ഉപദേശങ്ങൾ ദേവൻ നമുക്ക് വെളിപ്പെടുത്തിയിരുന്നു. ദൈവം നമുക്ക് പ്രധാനമായി 56 ഉപദേശം വെളിപ്പെടുത്തി. അതിൽ അത് 7ஆக பிரித்திருக்கிறது. അതിന് 7ആയി തരംതിരിച്ചിരിക്കുന്നു. അത് അപ്പോസ്തലിക ഉപദേശം 7 എന്ന് നാം சொல்லுகிறோம். അപ്പോസ്തലിക അടിസ്ഥാന ഉപദേശങ്ങൾ 7 എന്ന് പറയുന്നത്. ഈ 7 ഉപദേശത്തെ 56 ഉപദേശങ്ങളാக പിരിത്ത് നാം പഠിക്കണം. 7നെ വീണ്ടും 56ആയി നമുക്ക് വിഭജിക്കാം. മുൻകാലങ്ങളിൽ പുസ്തകങ്ങളെല്ലാം അടിക്കുന്നതിന് മുന്നമേ, പുസ്തകങ്ങൾ അച്ചടിക്കും മുമ്പേ A4 സൈസിൽ
ஒரு 6-7 பக்கமாக அந்த உபதேசத்தை பிரிண்ட் பண்ணி கொடுப்பாங்க. 6-7 പേജിൽ അത് പ്രിന്റ് ചെയ്ത് തരും. அதில் 56 உபதேசத்தை பார்க்கலாம். അതിൽ 56 ഉപദേശം കാണാം. அத்தனையும் உபதேசம் അത്ര ഉപദേശമുണ്ട്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆசரிப்பு கூடாரத்தை நாம் பார்க்கும்போது സമാഗമന കൂടാരം നോക്കിയാൽ அதில் முக்கியமாக 7 பணிமுட்டுகள், അതിൽ പ്രധാനമായി 7 ഉപകരണങ്ങൾ, சின்ன சின்ன உபகரணங்கள் 56 என்று நாம் பார்க்கிறோம். പക്ഷേ ചെറിയ ഉപകരണങ്ങൾ 56 എന്ന് കാണാം. മലയാളം ആസരിപ്പ് കൂടാര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സമാഗമ കൂടാരം എന്ന മലയാള പുസ്തകത്തിലും അതുണ്ട്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 7 അപ്പോസ്തോലിക ഉപദേശം അല്ല 7 പണിമുട്ടുകൾ തന്നെ. 7 ഉപകരണങ്ങൾ. പ്രകാരത്തിൽ ബലിപീഠം എന്റെ ഒരു പണിമുട്ട്, പ്രാകാരത്തിൽ യാഗപീഠം, അടുത്ത വെങ്കല തൊട്ടി, താമ്രത്തൊട്ടി, പരിശുദ്ധ സ്ഥലത്തിൽ 3 പണിമുട്ടുകൾ, വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങൾ, കുത്തുവിളക്ക്, നിലവിളക്ക്, സമൂഹത്തപ്പത്തിന്റെ കാഴ്ചയപ്പത്തിന്റെ മേശ, അടുത്ത ധൂപപീഠം, ധൂപപീഠം, മഹാപരിശുദ്ധ സ്ഥലത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് 2 പണിമുട്ട്, 2 ഉപകരണങ്ങൾ, ഉടൻപടിക്കപ്പെട്ട നിയമപെട്ടകം, അടുത്തത് പെട്ടിക്ക് മേലെയുള്ള മൂടി, അടുത്തത് ആ പെട്ടകത്തിന്റെ അടപ്പ്, അതാ കൃപാസനവും കെരൂബുകളും, അത് കൃപാസനവും കെരൂബുകളും. ഇത് 7 വിധ ഉപദേശത്തോടെ ഒപ്പിട്ട് പഠിക്കും. ഇതിനെ 7 വിധമായ ഉപദേശത്തോട് ചേർത്ത് പഠിക്കാം. ഈ പണിമുട്ടുകളല്ലാமல் ഇതുകൂടാതെ ചെറു 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 ഉപകരണങ്ങൾ, മറ്റ് ചെറിയ ഉപകരണങ്ങളുണ്ട്. കത്രിക്കോൽ, പ്ലേറ്റ്, കത്തി, ഇതെല്ലാം നാം പല വിധത്തിൽ പഠിക്കും. അവിടെ മുൾക്കൊളുത്ത്, കത്രിക, അതെല്ലാം ഊഴിയ പകുതിക്ക് തേവ, അതെല്ലാം ശുശ്രൂഷയ്ക്ക് ആവശ്യം. അതേപോലെ അനേക ഉപദേശങ്ങളുണ്ട്. അതുപോലെ അനേക ഉപദേശങ്ങളുണ്ട്. இந்த ഉപദേശത്തിന് താൻ ഒരു മനുഷ്യൻ പൂർണ്ണപ്പെടാൻ മുടി. ഈ ഉപദേശങ്ങളാൽ മാത്രമേ ഒരുവന് പൂർണ്ണത വേണമെങ്കിൽ ബൈബിളെല്ലാം പാരാമൽ പഠിക്കണം. ബൈബിൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കാം. അനേക വസനങ്ങൾ പഠിക്കാം. പല വാക്യങ്ങൾ ഹൃദയസ്ഥമായിരിക്കാം. 85-ാം ആണ്ടിൽ, 75-ാം ആണ്ടിൽ അടയാറിൽ ഒരു ചിൽഡ്രൻസ് കൺവെൻഷൻ നടന്നത്. അടയാറിൽ ഒരു ചിൽഡ്രൻസ് കൺവെൻഷൻ. അനേക പിള്ളകൾ അനേക വസനങ്ങൾ പഠിച്ചു വന്നാൽ പല കുട്ടികളും പല വാക്യങ്ങൾ പഠിച്ചിട്ട് 3 നാളാകിയും ഇവരുടെ വസന പോറ്റിക്ക് ഒരു മുടിവ് വരാം. 3 ദിവസങ്ങളായിട്ട് ഇവരുടെ വാക്യ മത്സരം തീർന്നില്ല. പിന്നെയും 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 ചൊല്ലിക്കൊണ്ടിരിക്കാറ്. പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. എത്രയോ റൗണ്ട് മുടിന്തും വസനത്തിക്ക് ഒരു മുടിവ് വരാം. എത്രയോ റൗണ്ട് കഴിഞ്ഞിട്ട് ആ വചനം ഫിലിപ്പ് ചാണ്ടപ്പിള്ള சொன்னார். ഫിലിപ്പ് ചാണ്ടപ്പിള്ള പറഞ്ഞു, കടേസി നാൾ, ഇതാണ് അവസാന വേള, അവസാന സമയം. ഇന്നിപ്പോ 4 പേര് ഇருக்கு. 4 പേരുണ്ട്. 4-ൽ ഒരുവൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങ വേണ്ടും. 4-ൽ ഒരാൾ 1-ാം സ്ഥാനത്ത്. 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കണം. 4 പേർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാം. അപ്പടി இந்த കൂട്ടത്തെ മുടിക്കലാം. അങ്ങനെ ഈ മത്സരം അവസാനിക്കും. അതിലെ ഒരു പയ്യൻ சொன்ன, അതിലൊരു പയ്യൻ പറഞ്ഞു, ഞാൻ ഇത്രയായിരം വസനങ്ങൾ പഠിച്ചു വന്നത് 4 പേർക്കും ഫസ്റ്റ് പ്രൈസ്. ഞാൻ ഇത്രയും വചനം പഠിച്ചു വന്നിട്ട് ഈ 4 പേരുടെ കൂട്ടത്തിൽ ഒരാളാകാനാണോ? ഇല്ല, അല്ല, ഒരുവനുക്ക് താൻ ഫസ്റ്റ് പ്രൈസ്. ഒരാൾക്കേ കൊടുക്കാം. ആരെന്ന് കണ്ടുപിടിക്കുക. അത് ആരെന്ന് കണ്ടുപിടിക്കും. എല്ലാരും പോക சொல்லுங்க. എല്ലാവരും പോകാം. ഞങ്ങളെ 4 പേരെ മറ്റും 4 പേര് നിൽക്കാം. മറുപടിയും റൗണ്ട് തുടങ്ങുമോ? പിന്നെയും പല റൗണ്ടുകൾ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പടി റൗണ്ട് തുടങ്ങിയ പിന്നെ പല റൗണ്ടുകൾ തുടങ്ങി. അതിൽ ഈ സ്വന്ന പയ്യനെ ഫസ്റ്റ് പ്രൈസ് എടുത്തു. ഈ പറഞ്ഞ കുട്ടി തന്നെ 1-ാം സ്ഥാനത്തെത്തി. അവൻ 3500 വസനത്തെ പഠിച്ച. അവൻ 3500 വാക്യം പറഞ്ഞു. ഈ 4 പേര് 3000-ക്ക് മേലെ വസനങ്ങൾ പഠിച്ചാറ്. മറ്റു 4 പേര് 3000-ൽ പരം വാക്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ പിള്ളകൾ പഠിക്കാറുകളാ? നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നുണ്ടോ? 3000 വസനം എത്ര പേർക്ക് തെരിയും? എത്ര പേർക്ക് 3000 വാക്യം? ഒളുങ്കാക ഒരു വസനം തെരിഞ്ഞവങ്ക എത്ര പേർ? ഒരു വാക്യം നേരെ ചൊവ്വേ അറിയാവുന്നവർ എത്ര പേർ? ദേവനക്ക് മഹിമ. ദൈവത്തിന് വസനത്തിക്ക് മുഖ്യത്വം കൊടുക്കരുതില്ല. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എതുക്കാക വസനം പഠിக்கிறோம்? വചനം എന്തിനു പഠിക്കുന്നു? 119-ാം സംഗീതം 16-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ 119-ാം സങ്കീർത്തനം 11-ാം വാക്യം, ഞാൻ ഉമക്ക് വിരോധமாக പാപം ചെയ്യാതെ പഠിക്ക ഉമത് വാർത്തയെ എനക്കുൾ വൈറ്റ് വൈത്ത്. ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തിന്റെ ദേവനുക്ക് വിരോധமாக നാമും നമ്മുടെ പിള്ളകളും പാപം ചെയ്യാமல் இருக்க വേണ്ടുമാനാൽ ദേവനുടെ വസനം നമുക്കുൾ കാണപ്പെട வேண்டும். ദൈവത്തിന് വിരോധമായി നാമോ മക്കളോ പാപം ചെയ്യാതിരിപ്പാൻ ദൈവവചനം ഹൃദയത്തിൽ அந்த வசனம் தான் இயேசு கிறிஸ்து. ആ വചനം യേശു ക്രിസ്തു. அந்த வார்த்தை மாம்சமாகி നമുക്കിടയിൽ വാസം വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു. அந்த இயேசு கிறிஸ்து நமக்குள்ள இருக்க வேண்டும். യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നമ്മുടെ പിള്ളകൾക്കുള്ള இருக்க வேண்டும். നമ്മുടെ മക്കളുടെ ഉള്ളിൽ വചനം പഠിക്കുന്ന വിഷയത്തിൽ, വചനം പഠിക്കുന്ന കാര്യത്തിൽ மிகவும் ஜாக்கிரதையாய் മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ஈஸியாக வசனங்கள் படிக்கலாம். വചനങ്ങൾ എളുപ്പത്തിൽ പഠിക്കാം. இன்றைக்கு சண்டே ஸ்கூல் வசனங்கள் படித்தால், വചനത്തെ സൺഡേ സ്കൂൾ 1-ാം വകുപ്പിൽ ഇരുന്ന് 11-ാം വകുപ്പ് വരയ്ക്കും മെമ്മറി വേർഡ്സ് പഠിച്ചാൽ 1-ാം ക്ലാസ് മുതൽ 11 വരെയുള്ളതായ എത്ര വസനങ്ങൾ പഠിக்கலாம்? ഒരു ടീച്ചർ சொல்லுங்க. ഒരു അധ്യാപകൻ പറഞ്ഞ് എത്ര വാക്യങ്ങൾ മനഃപ്പാടമാക്കാം? ആരാത് ഒരാൾ சொல்லுங்க. കൂട്ടം മുടിച്ച ഉടനെ ഒരു ചോക്ലേറ്റ് തരാം. മീറ്റിംഗ് കഴിഞ്ഞ ഒരു ചോക്ലേറ്റ് തരാം. சொல்ல முடியுமா? പറയാൻ പറ്റില്ല. ഇല്ല.
370 വസനങ്ങൾ പഠിക്കണം. 370 ആ വാക്യം 370 വസനം എന്റെ മൊബൈലിലുണ്ട്. എന്റെ മൊബൈലിൽ ഞാൻ அதுக்கு 370 தான் இந்த பெரிய மொபைல் வச்சிருக்கிறேன். ഞാൻ ഇത്രയും വലിയ മൊബൈൽ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. സൺഡേ സ്കൂൾ സിലബസ് എല്ലാം ഇതിലുണ്ട്. സൺഡേ സ്കൂൾ സിലബസ്, എല്ലാ ഉപദേശ പുസ്തകങ്ങളും, ഉപദേശ പുസ്തകങ്ങളും, എല്ലാം നമ്മുടെ അനുവദിക്കപ്പെട്ട ചാർട്ടുകൾ ഇതിലുണ്ട്. അനുവദനീയമായ ചാർട്ടുകൾ ഇതിലുണ്ട്. ഇനി പലവിധமான നാം പണ്ണുകിற പ്രസംഗങ്ങളെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് വെച്ചിരിക്കും. പ്രസംഗങ്ങളെല്ലാം അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് அந்த பெரிய இது மொபைல் சினிமா படம் பாக்குறதுக்கல்ல, ഇത് സിനിമ കാണാനുള്ള വേണ്ടാത്ത കാര്യങ്ങൾ പാക്കുறதுக்கல்ல. ആവശ്യ കാര്യങ്ങൾ இந்த மொபைலினால் எனக்கு ஒரு கெடுதியும் இல்லை. അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നുമില്ല. இந்த மொபைலினால் எனக்கு பரிசுத்தத்தின் மேல் பரிசுத்தத்தில் வளர உதவி ഈ செய்கிறது. മൊബൈൽ കൊണ്ട് ഞാൻ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിൽ എന്റെ വളരുവാൻ മൊബൈൽ யாருக்கு வேண்டுமானாலும் கொடுப்பேன். ആർക്ക് വേണമെങ്കിലും മൊബൈൽ കൊടുക്കാം. ഇപ്പൊ ഒരു മൊബൈലിൽ ഒരു മെസ്സേജ് വന്നാൽ, മൊബൈലിൽ ഒരു മെസ്സേജ് വന്നാൽ, മരണമായിരുന്നാൽ മരണവാർത്തയാണെങ്കിൽ 3 മുறை അടി, 3 പ്രാവശ്യം വാർത്ത ചൊല്ലി വെച്ചിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 മുறை അടിക്കണം. 3 പ്രാവശ്യം അത് ഒരു മരണ ചെയ്തി. അതൊരു அப்படி 3 മുறை അടിച്ചാൽ 3 പ്രാവശ്യം ബെല്ലടിച്ചാൽ മൊബൈലിൽ ഞാൻ കൊടുത്തു വിടും. അവർ പേസുവാங்க. താൻ പോയി സംസാരിക്കും. പാസ്റ്റർ പ്രസംഗം പண்றாங்க. പാസ്റ്റർ പ്രസംഗിക്കുന്നു. എന്നാ വിഷയം, എന്താണ് കാര്യം? ഇന്നടുത്ത് ഇന്നാര് ഇറന്നിട്ടാണ്, ഇന്നടത്തിന്റെ ആൾ മരിച്ചു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആക്സിഡന്റ് ആണെങ്കിൽ 2 മുறை അടിക്കാൻ വേണ്ടി. ആക്സിഡന്റ് ആണെങ്കിൽ 2 പ്രാവശ്യം അവർ വിളിക്കണം. ഒരു വിശേഷം ഒന്നുമില്ല, ചുമ്മാ അടിക്കണം തന്നെ 1 മുறை. അത് എടുക്കവും മാറ്റം, അത് എടുക്കത്തുമില്ല. അപ്പൊ இந்த മൊബൈലിനാൽ എനിക്ക് ഒരു കെടുതിയും. ഈ മൊബൈൽ കൊണ്ട് എനിക്കൊരു ദോഷവുമില്ല. മൊബൈലിൽ എന്ത് ചെയ്തി വന്നാലും എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുപ്പേ. ഇതിൽ ഏത് വാർത്ത വന്നാലും ഞാൻ ഒരു കേൾവി കേൾക്കറേ. ഞാനൊരു ചോദ്യം ചോദിക്കും. സഹോദരി, ഉന്റെ മൊബൈലിൽ ഒരു ചെയ്തി വന്നാൽ അത് നീ ഉന്റെ പുരുഷനുക്ക് കാട്ടുവീരുകളാ? നിന്റെ മൊബൈലിൽ വരുന്ന മെസ്സേജ് നിന്റെ ഭർത്താവിന് കാണിക്കാൻ കഴിയും. സഹോദര, ഉനക്കൊരു ചെയ്തി വന്നാൽ അന്ത ചെയ്തി അന്ത മൊബൈൽ ഉന്റെ മനവിക്ക് കൊടുപ്പീങ്ങളാ? മൊബൈലിൽ വരുന്ന ആ ഒരു മെസ്സേജ് അത് നിന്റെ അതിനാൽ എത്ര വീട്ടിൽ സൺഡേ. അതുകൊണ്ട് എത്ര വീട്ടിൽ എന്റെ മൊബൈൽ എടുക്കാൻ നിങ്ങൾക്ക് ആർ അധികാരം കൊടുത്തത്? എന്റെ മൊബൈൽ നോക്കാൻ നിങ്ങൾക്ക് ആരധികാരം? എനിക്ക് പല ചെയ്തികൾ വരും. എനിക്ക് പല മെസ്സേജ് ഉங்கள்ட்ட എടുക്കാൻ சொல்லி നിങ്ങളോട് എടുക്കാൻ ആര് പറഞ്ഞു? സൺഡേ പോടുறதிല്ല, വഴക്കിടാറില്ലേ? ഒരു വീട്ടിലെ സൺഡേ, ഒരു വീട്ടിൽ എന്നാന്ന് பார்த்தா മൊബൈൽ സൺഡേ. അന്വേഷിച്ചപ്പോൾ മൊബൈൽ പാസ്റ്റർ എനിക്ക് വന്നതാണ് ചെയ്തി ഇവർ എടുത്താൽ. പാസ്റ്റർ എന്റെ മെസ്സേജ് അങ്ങേര് നോക്കി. അത് തന്നെ ഒരു പുരുഷനല്ലവാ? അത് ഭർത്താവല്ലേ? പുരുഷനാണെങ്കിൽ എന്റെ ചെയ്തി തൊട അധികാരമില്ല. ഭർത്താവാണെങ്കിൽ എന്റെ മെസ്സേജ് നോക്കാനൊന്നും അധികാരമില്ല. ദേവനക്ക് മഹിമ. இன்னைக்கு എത്ര പേർ ധൈര്യமாக മൊബൈൽ പുരുഷന്റെ കയ്യിൽ കൊടുപ്പീങ്ക, പുരുഷന്റെ മൊബൈൽ മനവിയുടെ കയ്യിൽ കൊടുപ്പീങ്ക. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ധൈര്യത്തോടെ എത്ര പേർ അത് കൈമാറും. ചിലർക്ക് മൊബൈലിൽ ചെയ്ത് വന്ന ഓട്ടം. ചിലര് മെസ്സേജ് വരുമ്പോൾ എഴുന്നേറ്റ് ഓടും. ഏത് ഓടണം? എന്തിനാണ്? ദേവൻ ചിലർ ബാത്റൂമിൽ പോയുള്ള തണ്ണിയെല്ലാം തുറന്നു വിട്ട് അങ്ങதான் പേசுறது. ടാപ്പ് തുറച്ചത് അവിടെ இருக்கிற ടാങ്കിലെ தண்ணி எல்லாம் குறைஞ்சு போகுது. ടാങ്കിലെ വെള്ളം தண்ணி இல்லன்னு சொல்லி இங்க ஒரே கம்ப்ளைண்ட். ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞു കഷ്ടപ്പെട്ട് தான் ഒരു ടാങ്ക് தண்ணி നമ്മൾ വെച്ചിരിக்கிறோம். പാടുപെട്ട ടാങ്കിൽ വെള്ളം നിറച്ചതാ. നീ മൊബൈൽ പേசுறதுக்காக ഉള്ള തണ്ണീരെല്ലാം തുറന്നു വിട്ടാ പിന്നെ എങ്ക തണ്ണീർ? ഈ സംഭാഷണം നടത്താൻ വേണ്ടി വെള്ളം തുറന്നു വിട്ടാൽ പിന്നെ ഇതെല്ലാം ഏത് വെളിപ്പെടുത്തുന്നത്? എല്ലാം എന്തിനെ? ഉന്റെ മൊബൈൽ ഉനക്കൊരു മാംസം പോലെ ക്രിയ ചെയ്യുന്നത്. അത് നിന്റെ ജഡം പോലെ. നീ இந்த മാംസമാകിയ മൊബൈലുക്ക് അടിമയായി இருக்கிறாய். ജഡമായ മൊബൈലിന് അടിമയാണ്. ദേവനുക്ക് മഹിമ. മഹത്വം. അതിനാലത്തെ റോമർ 8-ാം 13-ാം വസനത്തെ വാസിക്കുമ്പോൾ റോമർ 8:13 മാംസத்துக்கு கடனாளிകളായി ഇരിക്കുമ്പോഴേക്ക് ഞാൻ മാംസத்துக்கு கடனாளிകളല്ല. ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് നാം ജഡത്തിന് കടക്കാറില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ശരീരത്തിൽ വരുന്ന മാംസത്തെ നാം ആവിയിനാൽ അഴിച്ചു പോട വേണം. ആത്മാവിന്റെ പ്രവർത്തനം ജഡത്തിന്റെ അടിമയായി ഇരിക്കൂടാ. മൊബൈലിന് അടിമകളാണ്. ഞാൻ പെരിയ മൊബൈൽ തന്നെ വെച്ചിരിക്കുന്നത്. വലിയ മൊബൈൽ തന്നെയാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എനിക്ക് എവ്വളവും പ്രയോജനം. എത്ര പ്രയോജനപ്രദം. അതിലൊരു ചാർട്ട്, ഏസിയപ്പച്ചന്റെ ചാർട്ട്. ഏസിയപ്പച്ചന്റെ ചാർട്ട്. ആ ചാർട്ട് വന്ന് GPS. അത് GPS. നിന്ന് റോഡ് കണ്ടുപിടിക്കുന്നதுக்கு GPS പാവിக்கிறோம் இல்லையா? വഴി കണ്ടുപിടിക്കുവാൻ GPS ഉപയോഗിക്കും. ഏസിയപ്പച്ചൻ അപ്പോതേ GPS ഉണ്ടാക്കിന. ഏസിയപ്പച്ചൻ അന്ന് തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പരലോകத்துக்கு പോകக்கூடிய റൂട്ട് മാപ്പ്, സ്വർഗത്തിലേക്കുള്ള റൂട്ട് മാപ്പ്. நீங்க கூட்டம் முடிச்சிட்டு வாங்க. മീറ്റിംഗ് കഴിഞ്ഞ് വരിക. 4 മണിക്ക് தான் കൂട്ടം முடியும், പരവായില്ല, கொஞ்சம் പിന്തി വാങ്ങ. 4 മണിക്ക് തീരൂ. ധൃതിയില്ലാത്തവർ അത് കഴിഞ്ഞിട്ട് വരിക. GPS ഉണ്ട്. GPS ഉണ്ട്. ഞാൻ വഴിയിൽ പോകുമ്പോതെ, ട്രെയിനിൽ പോകുമ്പോതെ ഞാൻ சும்மாதை எடுத்து പാപ്പേ. ഞാനതെടുത്ത് பக்கத்துல என்ன பாக்குறீங்க? நல்ல அருமையான ஒரு சார்ட் எல்லாம் வச்சிருக்கீங்க. നല്ലൊരു ചാർട്ട്. ഞാൻ പറയുന്നത് GPS. ഇതാണ് GPS. പരലോകത്തുക്കുള്ള GPS. സ്വർഗത്തിലേക്കുള്ള. അതെന്നാ പാസ്റ്റർ പരലോകത്തുക്ക് ഒരു GPS? അതാണ് സ്വർഗത്തിലേക്ക് ഒരു. நீங்க റോഡിൽ പോകുമ്പോ GPS போடுறீங்க. റോഡിലിടുമ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. വഴി കാട്ടുறதுக்காக. വഴി കാണിക്കാൻ. അപ്പൊ ഇത് വഴി കാട്ടുறதுக்காக റൂട്ട് മാപ്പ്. വഴി കാണിക്കാനുള്ള റൂട്ട്
മാപ്പ്. ആരെല്ലാം എങ്കെയെല്ലാം പോവാങ്ക, ആരൊക്കെ എവിടെയൊക്കെ പോകും. സിയോനിൽ ആര് പോവാം, ആർ സിയോനിൽ പോകും. അത് കേറ്റ വസനങ്ങൾ. അതിനേറ്റ വാക്യം. യെരുസലേമിൽ ആര് പോവാം, ആർ യെരൂശലേമിൽ അത് പോകും. കേറ്റ വസനങ്ങൾ. അതിനുള്ള വാക്യം. പുതിയ വാനത്തൊക്കെ ആര് പോവാം, ആർ പുതിയ ആകാശത്തിൽ അത് കേറ്റ പോകും. വസനങ്ങൾ. അതിനുള്ള വാക്യം. അതിന്റെ റൂട്ട്. അതിന്റെ റൂട്ട്. പുതിയ ഭൂമിക്ക് ആര് പോവാം, പുതിയ ഭൂമി. അത് കേട്ട റൂട്ട്. അതിന്റെ റൂട്ട്. വസനങ്ങൾ. നരകத்துக்கு யாரு போவாங்க, ആർ നരകത്തിൽ அப்படி நல்ல ஒரு ரூட் மாப் தேவன் பாஸ்டர் ஏசி மூலமாக வரைந்து வைத்திருக்கிறார். യേശുപ്പച്ചനുടെ നല്ലൊരു റൂട്ട് அப்படி பழைய நம்முடைய மேப்புகள் எல்லாம் இதில் உண்டு. ഇങ്ങനെയുള്ള മാപ്പുകൾ ഇതിലുണ്ട്. அப்ப இந்த மொபைலினால் எனக்கு ஒரு கெடுதியும் ഈ இல்லை. മൊബൈൽ കൊണ്ട് എനിക്ക് ഒരു ദോഷമില്ല. அதே வேளையில் இந்த மொபைல் இன்டர்நெட் பாவித்தால் சினிமா படங்களோ மற்ற படங்களோ பார்க்கலாம். நான் பார்க்கறது இல்ல. ഇന്റർനെറ്റ് ഉപയോഗിച്ച് സിനിമകളൊക്കെ കാണാവുന്നവരുണ്ട്. அது எனக்கு எடுக்கவும் தெரியாது, അതെടുക്കാൻ അറിയില്ല. அது நான் பழகிறதும் இல்ல. ഇത് ശീലിച്ചിട്ടുമില്ല. எனக்கு அந்த இன்டர்நெட் தேவையில்லை. ഇന്റർനെറ്റ് ആവശ്യമില്ല. ஃப்ரீ இன்டர்நெட் உண்டு, ഇതിൽ ഫ്രീ ഇന്റർനെറ്റ് ഉണ്ട്. எனக்கு தேவையில்லை. എനിക്ക് ആവശ്യമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆகையால் மொபைலினால் நான் கெட்டு போகிறேன் அநேக வாலிபர்கள் சொல்லுகிறார்கள். അനേക ചെറുപ്പക്കാർ പറയുന്നുണ്ട് മൊബൈൽ കൊണ്ട് ഞാൻ சில സഹോദരങ്ങൾ சொல்லுகிறார், ഈ മൊബൈലിനാൽ நான் கெட்டு போகிறேன். ചില സഹോദരന്മാർ പറഞ്ഞു മൊബൈൽ കൊണ്ടാണ് നശിക്കുന്നത്. ഞാൻ சொல்லுவேன் മൊബൈലിനാൽ கெட்டு போகாது. ഞാൻ പറയുന്നു മൊബൈൽ കൊണ്ട് ആരും இந்த നശിക്കുന്നില്ല. மொபைலினால் எனக்கு ஆசீர்வாதம். ഈ മൊബൈൽ എനിക്ക് അനുഗ്രഹം. இந்த மொபைலினால் என்ன எத்தனையோ வசனங்கள் படிக்க முடியும். ഈ മൊബൈൽ ഉപയോഗിച്ച് എത്ര വചനം ഈ പഠിക്കും. സൺഡേ സ്കൂൾ പിള്ളകൾ, സൺഡേ സ്കൂൾ കുട്ടികൾ 370 പഠിച്ച വസനങ്ങൾ പഠിച്ച പിള്ളകൾ ബോംബെയിലും ബാംഗ്ലൂരിലും ഉണ്ട്. 370 വാക്യങ്ങൾ ഹൃദയസ്ഥമാക്കിയ കുട്ടികൾ അത് മുംബൈയിലും ബാംഗ്ലൂരിലും ഈസിയാக പഠിക്കണം. വളരെ എളുപ്പത്തിൽ പഠിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கன்வென்ஷன் முடித்த உடனே அந்த பிள்ளைகள் எல்லாம் முன்னுக்கு வருவாங்க. കൺവെൻഷൻ കഴിഞ്ഞ ആ കുട്ടികൾ മുമ്പിൽ വരും. வசனம் சொல்ல போறேன், വാക്യം പറയട്ടെ. நீ எந்த கிளாஸ், ഏത് ക്ലാസ്. உடனே அந்த கிளாஸ் எடுப்பேன். ഞാൻ ആ ക്ലാസ് എടുക്കും. 15ஆம் வகுப்பில் வசனத்தை சொல்லு, 15ஆம் பாடம். 15ാം പാഠം പറയും. உடனே நான் 15ஆம் பாடம் எடுப்பேன். 15ാം പാഠം എടുക്കും. அவள் வசனம் சொல்லுவான், താൻ വാക്യം പറയും. கரெக்டா இருக்கும், കൃത്യമായിരിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எனி டைம் ആ பிள்ளைகள் வந்து வசனத்தை சொல்லுவார். ഏത് സമയത്തും അവർ വചനം പറയാൻ ഒരുക്കം. அப்படி വசனத்தை சொல்லிய ஒரு பிள்ளை, അങ്ങനെ വചനം പറഞ്ഞൊരു കൊച്ചു ബോംബെയിലെ ഒരു പിള്ളை, മുംബൈയിലെ ഒരു വില്ലിപ്പാർലയിലെ ഒരു വിശ്വാസിയുടെ മകൾ, വില്ലിപ്പാർലയിലെ ഒരു വിശ്വാസിയുടെ മകൻ. പഠിக்கிறதுக்கு അവള് ജ്ഞാനം ബുദ്ധിയൊന്നും, പഠിക്കാൻ അത്ര വലിയ അറിവും ബുദ്ധിയുമില്ല. അവളുടെ അപ്പൻ ഓട്ടോറിക്ഷ ഡ്രൈവർ, അപ്പൻ ഓട്ടോറിക്ഷ ഡ്രൈവർ. അമ്മ വന്ന് വീട്ടു വേല ചെയ്യുവാൻ, അമ്മ വീട്ടു ജോലി ചെയ്യും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പാവുടെ പേര് ഫിലിപ്പോസ്, അപ്പന്റെ പേര് ഫിലിപ്പോസ്. அந்த പിള്ളകൾക്ക് ഇതുപോലെ ട്രെയിനിങ് കൊടുത്ത് ആ കുട്ടികൾക്ക് ഒരു പരിശീലനം കൊടുത്ത് സ്തോത്രം ചെയ്യിപ്പിച്ച് വസനങ്ങൾ പഴകി വചനങ്ങൾ പഠിപ്പിച്ച് அப்படி படிச்சு അങ്ങനെ പഠിച്ച് அந்த பிள்ளைகள் +2 முடித்து பிகாம் முடித்து MBA முடித்து ICICI ബാങ്കിൽ ഇപ്പൊ വേല ചെയ്യുறாங்க. അവർ +2 ബികോം കഴിഞ്ഞ് MBA കഴിഞ്ഞ് ഇപ്പോൾ ICICI ബാങ്കിൽ ജോലിയുണ്ട്. 5 പിള്ളകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തു. 5 കുട്ടികൾക്ക് അങ്ങനെ പരിശീലനം കൊടുത്തു. ഫിലിപ്പോസിന്റെ 2 പിള്ളകൾ, ഫിലിപ്പോസിന്റെ 2 മക്കൾ, രാജിന്റെ ഒരു മകൾ, രാജിന്റെ ഒരു മകൾ, മറാഠിക്ക 2 പിള്ളകൾ, മറാഠിയിലെ 2 കുട്ടികൾ. 5 പേരും ഈ 5 പേരും பெரிய படிப்பிല് பெரிய ബുദ്ധിശാലികളായ പിള്ളകളല്ല, പഠിക്കാൻ വലിയ സമർത്ഥനൊന്നും ആയിരുന്നില്ല. അല്ല. ഓരോ വകുപ്പിൽ 2 വർഷം 3 വർഷം പഠിച്ചാത്ത ഒരു വകുപ്പ് താണ്ടുവാங்க. ഓരോ ക്ലാസ്സിൽ 2-3 വട്ടം പഠിച്ചെങ്കിൽ அந்த பிள்ளைகளுக்கு இந்த வசனத்தை சொல்லிக் கொடுத்து എന്നാൽ അവർക്ക് വചനം പറഞ്ഞു வசனத்தை அறிக்கையிட்டு ஸ்தோத்திரம் பண்ணி വചനങ്ങൾ ഏറ്റു പറഞ്ഞ് സ്തോത്രം ചെയ്തു. அவருடைய மனது வளர்ந்து മനസ്സ് വളർന്നു. இன்னைக்கு பிகாம் முடித்து ബികോം കഴിഞ്ഞ് MBA முடித்து MBA കഴിഞ്ഞ് அவங்க ICICI பேங்கில் வேலை. അവർക്ക് ബാങ്കിൽ ജോലി. உங்க பிள்ளைகள் எங்க போய் விட்டாங்க? നിങ്ങളുടെ മക്കൾ എവിടെ? ஞாயிற்றுக்கிழமை கூட்டத்துக்கு வராம சண்டே ஸ்கூலுக்கு வராம டியூஷன். ഞായറാഴ്ച മീറ്റിംഗിന് വരാതെ സൺഡേ സ്കൂളിൽ വരാതെ ട്യൂഷന് പോകുന്നു. இல்லையா பாஸ்டர்? அவருக்கு நிறைய படிக்க வேண்டி இருக்கு, டியூஷனுக்கு அனுப்பினேன். ഒരുപാട് പഠിക്കാനുണ്ട്, ട്യൂഷന് വിട്ടു. இந்த பிள்ளைகளை கூப்பிட்டு கேளுங்க, ഈ കുട്ടികളോട് ചോദിച്ചു, ഒരു ട്യൂഷൻ ഇല്ല, ഒരൊറ്റ ട്യൂഷൻ ഇല്ല, சாப்பாடுக்கு வழி இல்ல, ആഹാരം കഴിക്കാൻ പോലും വഴിയില്ല. தேவன் அவருக்கு சொல்லிக் கொடுத்தார். ദൈവം അവരെ പഠിപ്പിച്ചു. அருமையான தேவஜனமே, പ്രിയ ദൈവജനമേ, தேவ വസനத்துக்கு முக்கியத்துவம் கொடுங்க, ദൈവാവചനത്തിന് അഭിഷേകத்துக்கு മുഖ്യത്വം കൊടുங்க, അഭിഷേകത്തിന് പ്രാധാന്യം, സ്തോത്രத்துக்கு മുഖ്യത്വം കൊടുங்க, സ്തോത്രത്തിന് പ്രാധാന്യം, കൽവാരിക്ക് മുഖ്യത്വം കൊടുங்க, കാൽവരിക്ക് പ്രാധാന്യം, ശുദ്ധീകരിപ്പ് മുഖ്യത്വം കൊടുங்க. ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കൂ. தேவனுடைய பிள்ளைகளை ஆசீர்வதிக்கும். ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. இன்னைக்கு எத்தனையோ பிள்ளைகள், എത്രയോ കുട്ടികൾ இன்னைக்கு ஒரு பிள்ளை ஒரு സ്റ്റേറ്റില് ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ് பண்ணாங்க. സംസ്ഥാന നിലവാരത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതായ ഒരു കുട്ടി, ഒരു ഏഴ് പിള്ളை, ഒരു ദരിദ്രയായ കുട്ടി. റിപ്പോർട്ടേഴ്സ് എല്ലാം വന്ന് ഉന്റെ വീടെങ്ക, വീട് കുടിശ്ശിയ വീട്, ഒരു കുടിലാണ് കാണിച്ചത്. இந்த வீட்டுக்குள்ள இருந்தது இவ்வளவும் ஃபர்ஸ்ட் റാങ്കിൽ വന്ന് വിട്ടായി. ഈ വീട്ടിൽ പഠിച്ച് പാർത്തിട്ടാണ് 1ാം റാങ്ക് കിട്ടിയത്. നീ എങ്ക പഠിക്കற? എവിടെയാണ് പഠിക്കുന്നത്? இந்த ஸ்ட்രീட் லைட்டுக்கு கீழே, இந்த லைட்டுக்கு கீழே உட்கார்ந்து പഠിക്കുക. ഞാൻ ഈ തെരുവിളക്കിന്റെ കീഴിൽ ഇരുന്നാണ് പഠിക്കുന്നത്. തെരുവിളക്ക് തെരുവിളക്കിന്റെ കീഴിൽ.
ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സ്റ്റേറ്റ് ഫസ്റ്റ്. ആ സംസ്ഥാന തലത്തിൽ ഒന്നാം ഇതാ റാങ്ക്. നമ്മുടെ ദൈവം. ഇതാണ് നമ്മുടെ ദൈവം. அந்த தெய்வத்தை நீங்கள் விசுவாசிக்கிறீர்களா? ദൈവത്തെ വിശ്വസിക്കുന്നോ? அதுக்கு தான் அபிஷேகம் முக்கியம். അതിന് അഭിഷേകം പ്രധാനം. இனி அடுத்த பகுதிக்கு வாங்க. അടുത്ത വിഷയം, நாம் நற்பெயராக മാറ്റപ്പെட வேண்டும். നാം വിശിഷ്ടഫലമാകണം. அருமையான கன்னிகள், വിലയേറിയ ഫലം, രുചിയുള്ള കന്യകൾ, രുചികരമായ ഫലങ്ങൾ, വിലയേറപ്പെട്ട കന്യകൾ. വിലയേറിയ ഫലങ്ങൾ. പല പേരുകൾ നാം വേദത്തിൽ പല പേരുകൾ ബൈബിളിൽ കാണുന്നു. അരുമിയാന കന്നി, വിശിഷ്ടഫലം. അത് ഉന്നത പാട്ട് 4-ാം അധികാരം 16-ാം വചനത്തിൽ അരുമിയാന കന്നികളെ പുസിക്കുമ്പടിയാക ആത്മനേസർ തോട്ടത്തിൽ എഴുന്തരുള പോകുகிறார். 4:16 വായിക്കുമ്പോൾ വിശിഷ്ടഫലങ്ങൾ ഭുജിക്കേണ്ടതിന് പ്രിയൻ തോട്ടത്തിൽ വരട്ടെ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ അരുമിയാന കന്നിയാക നാം മാറ്റപ്പെടണം. ആകയാൽ നാം വിശിഷ്ടഫലങ്ങളാകണം. അവർ നമ്മെ പുസിക്ക വേണം. താൻ തന്നെ നമ്മെ ഭക്ഷിക്കണം. പുസിക്കാൻ சொன்னால் അർത്ഥം என்ன? ഭുജിക്കുക എന്നാൽ അർത്ഥം. ആവിക്കുറി ഒരു പെരിയ അർത്ഥമുണ്ട്. ആത്മീകമായ ഒരു വിശാല അർത്ഥമുണ്ട്. എനിക്ക് കുടിக்கிறதுக்கு തണ്ണി വെച്ച്. ഇവിടെ എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട്. ഇപ്പൊ തണ്ണി വേറെ, ഞാനും വേറെ. വെള്ളവും ഞാനും രണ്ടാണ്. ഇപ്പോൾ തണ്ണി ഇങ്ങ ഇருக்கு, ഇവിടെ വെള്ളമുണ്ട്, ഞാൻ ഇങ്ങ ഇருக்கு. ഞാനിവിടെ. രണ്ടും രണ്ട്. രണ്ടുപേരും രണ്ടിടം. ഇപ്പൊ ഞാൻ തണ്ണി കുടിக்கிறேன், ഞാൻ വെള്ളം കുടിക്കുന്നു. ഇതാ പാരുங்க, തണ്ണി കുടിച്ച വെള്ളം കുടിച്ചു. കുടിച്ച തണ്ണി എങ്ക? കുടിച്ച വെള്ളം എവിടെ? ചൊല്ലുങ്ക, പറയാ. കുടിച്ച തണ്ണി എങ്ക? ഞാൻ കുടിച്ച വെള്ളം എവിടെ? ആർക്കും വിളങ്ങവേ ഇല്ല. ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കുടിച്ച തണ്ണി വയറ്റുകൊള്ള പോയി. കുടിച്ച വെള്ളം എന്റെ വയറ്റിൽ. ഇപ്പൊ അന്ത തണ്ണിയും ഞാനും എന്നായി വിട്ടോ? ഒന്നാക്കപ്പെട്ടു. അപ്പോൾ ആ വെള്ളവും ഞാനും ഒന്നായി. அதை பிரிக்க முடியாது, വേർപെടുത്താനാവില്ല. அந்த தண்ணியை பிரிக்க முடியாது. അത് വേർപെടുത്താനാവില്ല. இதே போல புசிப்பாராக சொன்னா நாமும் தேவனும் ஒன்றாக்கப்படுகிற அனுபவம். ഭുജിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാമും ദൈവം ഒന്നാകുന്ന അനുഭവം. இப்போது விசுவாசத்தில் நாமும் தேவனும் ஒன்றாயிருக்கிறோம். അപ്പോൾ വിശ്വാസത്താൽ നാമും ദൈവം ഒന്നായി. இப்ப விசுவாசத்தில் യേശു മഹിമയിൽ വെളിപ്പെട്ടാൽ ഞാൻ എടുത്തുകൊള്ളപ്പെടും എன்ற നമ്പിക്കയിൽ നാം ഇരിக்கிறோം. യേശു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും എടുക്കപ്പെടും എന്നുള്ളതായ ഒരു പ്രത്യാശയിൽ കാണപ്പെടുന്നു. 1 യോഹന്നാൻ 3-ാം അധികാരം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ 1 യോഹന്നാൻ 3-ന്റെ 2-ാം വാക്യം വായിച്ചാൽ അവിടെ എന്ത് വായിക്കുന്നു? ഇപ്പോൾ നാം ദേവനുടെ പുത്രர்களായിരിക്കും. നാം ഇപ്പോൾ ദൈവമക്കൾ അഥവാ ദൈവപുത്രന്മാർ. ദൈവ പിള്ളകൾ എന്ന് താൻ എഴുതിയിരിക്കും. പിള്ളകളല്ല, നാം പുത്രകൾ. മക്കൾ എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും പുത്രന്മാരെന്നാണ് എന്റെ ആംഗല ബൈബിളിൽ സൺസ് ഓഫ് ഗോഡ്. സൺസ് ഓഫ് ഗാഡ് എന്നാണ്. പുത്രകൾക്കും പിള്ളകൾക്കും വ്യത്യാസമുണ്ട്. മക്കൾ എന്നതിനും പുത്രന്മാരെന്നതിനും വ്യത്യാസം. രക്ഷിക്കപ്പെട്ട യാവരും പിള്ളകൾ, രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവമക്കൾ. യോഹന്നാൻ 1-ാം അധികാരം 12-ാം വചനത്തിൻപടി യോഹന്നാൻ 1:12 പ്രകാരം രക്ഷിക്കപ്പെട്ട യാവരും പിള്ളകൾ. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവമക്കൾ. അവർ യേശുവിൻ പിള്ളകളാകുമ്പോഴേക്ക് അവർക്ക് അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ പിള്ളകൾ. അവർ മക്കൾ. പിള്ളകൾ എടുത്തുകൊള്ളപ്പെട മാട്ടാറ്. മക്കൾ കർത്താവിന്റെ പേരിൽ എടുക്കപ്പെടുകയില്ല. എന്നാൽ പുത്രകളാക മാറ്റപ്പെട്ടവർ. പക്ഷെ പുത്രന്മാരായി മാറണം. പുത്രകൾ എന്ന് ചൊല്ലുമ്പോൾ പുത്രന്മാരെന്ന് പറയുമ്പോൾ ഗലാത്യർ 3-ാം അധികാരം 25-ാം വചനത്തിൻപടി ഗലാത്യർ 3:25 പ്രകാരം അവർ വിശ്വാസത്തിൽ ദേവപുത്രകളാക മാറ്റപ്പെടുക. ദൈവത്തിലെ വിശ്വാസത്താൽ ദൈവപുത്രന്മാരായി. വിശ്വാസത്തിൽ ദേവനുടെ പുത്രകൾ. വിശ്വാസത്തിൽ ദൈവപുത്രന്മാർ. 26-ാം വചനത്തെ വാസിക്കുമ്പോൾ അവിടെ 26-ാം വാക്യം വായിച്ചാൽ അത് എപ്പടിയെന്നിൽ ജ്ഞാനസ്നാനം എടുത്തവர்கள் എത്തന പേരുകളോ അത്തന പേരുകളും ദേവനുடைய പുത്രകളാകുമ്പടി അധികാരം കൊടുത്തു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ജ്ഞാനസ്നാനം എടുത്തവர்கள் എത്ര പേരുകളോ അത്തന പേരും ക്രിസ്തുവെ ധരിത്തുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ സ്നാനം പെട്ടവരെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ജ്ഞാനസ്നാനത്തിലൂടെ നാം ദേവപുത്രകളാക മാറ്റപ്പെടുക. ആകയാൽ ജലസ്നാനത്തിൽ നമ്മൾ ദൈവപുത്രന്മാരായി. കേട്ടീங்களா? രണ്ടാമത് അഭിഷേകത്തിൻ മൂലமாக ദേവപുത്രர்கள். രണ്ടാമതായി അഭിഷേകത്തിലൂടെ ദൈവപുത്രന്മാർ. 8-ാം അധികാരം 15-ാം വചനം. റോമാലേഖനം 8:15. മൂന്നാമത് നടത്തിപ്പിൻ മൂലமாக നടത്തപ്പെടുகிறவர்கள். 14-ാം വചനം റോമർ 8:14. റോമർ 8:14 പ്രകാരം ദൈവാത്മാവ് നടത്തപ്പെടുகிறவர்கள் ദേവപുത്രர்கள். ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ പുത്രകൾ എന്ന് ചൊല്ലുമ്പോൾ പുത്രന്മാരെന്നാൽ അവർ ജ്ഞാനസ്നാനം എടുത്തിരിക്ക വേണം. ജ്ഞാനപ്പെട്ടവരാകണം. ജ്ഞാനസ്നാനം എടുത്ത് എല്ലാ വ്യത്യാസങ്ങൾ മാറ്റപ്പെട വേണം. ജ്ഞാനപ്പെട്ട സകല വിവേചനങ്ങളും മാറണം. ഒരു മൃഗത്തിനുടെ തോൽ ഉരിക്കുന്നത് പോലെ, ഒരു മൃഗത്തിന്റെ തോൽ ഉരിക്കും പോലെ ജ്ഞാനസ്നാനത്തിൽ ജലസ്നാനത്തിൽ പഴയ മനുഷ്യനെയും അവൻ ചെയ്കളെയും ഉരിഞ്ഞുവിട്ട് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു വ്യത്യാസം ഇരിക്കൂടാ. ഒരു വ്യത്യാസമുണ്ടാകും. ജാതി വ്യത്യാസം ഇരിക്കൂടാ. ജാതി വ്യത്യാസം. പഠിച്ചവൻ പഠിക്കാത്തവന്റെ വ്യത്യാസം. പഠിച്ചവൻ പഠിക്കാത്തവൻ.
പണക്കാരൻ പണമില്ലാത്തവന്റെ വ്യത്യാസം. ധനികൻ ദരിദ്രൻ എന്ന ഇന്ത്യക്ക് വിവേചനം. കല്യാണക്കം വരുമ്പോ നിങ്ങൾക്ക് വിവാഹം വരുമ്പോൾ എന്നെല്ലാം വ്യത്യാസങ്ങൾ. എന്തെല്ലാം വ്യത്യാസം. എന്നെ പെണ്ണ് പാക്കുறீங்க, எந்த பெண்ணா இருக்கணும் தெரியுமா? டாஷ் பெண்ணா இருக்கணும். എനിക്ക് നോക്കുന്നതായ പെണ്ണ് ഡാഷ് പെണ്ണായിരിക്കും. ഒരു ജാതിയുടെ പേര് சொல்லு. ഒരു ജാതിയുടെ പേര് പറയും. அதுதான் எனக்கு வேணும். എനിക്ക് അത് മതി. வேற ஒண்ணும் எனக்கு வேண்டாம். ഒന്നും വേണ്ട. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஒருத்தன் சொன்னா எனக்கு வெளுத்த பெண்ணு வேணும். ഒരാൾ പറഞ്ഞു എനിക്കൊരു വെളുത്ത. கல்யாணம் முடிச்சு 3 பிள்ளைகளாச்சு. കല്യാണം കഴിച്ച് 3 മക്കളായി. ബാംഗ്ലൂരിൽ தான். ബാംഗ്ലൂരിലാണ്. பாஸ்டர் நான் இந்த பெண்ணை நான் விவாகரத்து செய்ய ഞാൻ போறேன். അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു. என்னடா பிரச்சனை? കാര്യം എന്താ? அவளு கருப்பு பாஸ்டர். പാസ്റ്റർ അവള് കറുത്തതാണ്. எனக்கு கருத்தது வேண்டாம். 3 பிள்ளைகளாச்சு. മക്കള് 3ആയി. யோசிங்க. ചിന്തിക്കുക. 3 பிள்ளைகளாச்சு. இப்ப அவனுக்கு கருத்தது வேண்டாம். நான் 1 ലിറ്റർ വൈറ്റ് പെയിന്റ് വാങ്ങിട്ട് പറഞ്ഞ അടിച്ചു തർறேன். ഉന്റെ മനവിക്ക് അടിച്ചു തർறேன். പെയിന്റ് അടിച്ചു തരാം. മര്യാദക്ക് ഇരുന്നു പോ. മര്യാദക്ക് ഇരിക്കും. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പാരുங்க. ആളുകളുടെ മനോഭാവം. വെളുത്തത് വേണ്ട, കറുത്തത് വേണ്ട. വെളുത്തത് വേണം, കറുത്തത് വേണ്ട. സാലമോനുക്ക് കറുത്ത കുതിര താൻ വിരിപ്പം. ശലോമോൻ ഇഷ്ടം കറുത്ത കുതിരയാണ്. ശൂലേമെത്തി കറുത്തവൾ. ശീലേംകാരത്തെയും കറുത്തവൾ. ഉന്നത പാട്ട് 1-ാം അധികാരം 4-ാം വചനത്തിൽ ഉത്തമഗീതം 1:4 ഞാൻ കറുപ്പായിരുന്നാലും ഞാൻ അഴകായിരിக்கிறேன். ഞാൻ കറുത്തവളെങ്കിലും ഞാൻ അഴകുള്ളവൾ. இந்த തോട്ടത്തിൽ വേല ചെയ്തപടിയാൽ കറുത്തു വിട്ട്. ഞാൻ തോട്ടത്തിൽ വെയിലേറ്റ് കറുത്തു. കറുപ്പാനാലും ഞാൻ അഴകുള്ളവൾ. കറുത്തവളെങ്കിലും അഴകുള്ളവൾ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കറുപ്പ് താൻ എല്ലാ ചൂട്ടേയും താങ്ങുമെന്ന് സയൻസ് ചൊല്ലുകയാണ്. സയൻസ് പറയുന്നത് കറുപ്പിനെ എല്ലാ ചൂടും താങ്ങാൻ കഴിയും. അതിനകത്ത് അതിന്റെ ഇംഗ്ലീഷുകാരെല്ലാരും കൂടി കണ്ട് നമ്മുടെ കോവളം കടൽക്കരയെല്ലാം വന്നുള്ള മണ്ണെല്ലാം കൊണ്ട് വാരി തേച്ച് വെയിലിൽ പടുത്തു കിടക്കാണ്. അതുകൊണ്ടാണ് കറുക്കുന്നത്. നമുക്ക് ദേവൻ അരുമயான കറുപ്പ് തന്നിருக்கு. ഇത് വേണ്ടാന്ന് ചൊല്ലി എല്ലാം കൂടെ വാരി തേച്ച് വിട്ട് നമ്മൾ വെളുപ്പിക്കണം. നമുക്ക് നല്ല കറുപ്പ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ വാരി തേച്ച് இந்த കറുപ്പ് നിറത്തുക്കാക കരങ്ങളെ ഉയർത്തി സ്തോത്രം பண்ணுங்க. സ്തോത്രം, 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 സ്തോത്രം. കറുപ്പ് എവ്വളവും അരുമയാനത്. കറുപ്പ് എത്ര മനോഹരം. എത്ര ചൂടും താങ്ങാൻ മുടിയും. എത്ര ചൂടും താങ്ങും. അതാ ദേവൻ നമ്മെ കറുപ്പുള്ളവരാകെ സൃഷ്ടിച്ചാർ. ദൈവം നമ്മെ ഞാൻ കറുപ്പാനാലും ഞാൻ അഴകായിരിக்கிறேன். ഞാൻ കറുത്തവളെങ്കിലും എന്റെ ഉള്ളാന മനുഷ്യൻ അഴകുള്ള മനുഷ്യൻ. എന്റെ അകത്തെ മനുഷ്യന് അഴകുള്ളവൻ. അപ്പോ പുത്രர்கள் എന്ന് ചൊല്ലുമ്പോത് ജ്ഞാനസ്നാനം എടുത്ത് തോൽ ഉരിക്കപ്പെട്ടവர்கள் പുത്രர்கள். സ്നാനപ്പെട്ട് പുറന്തോൽ ഉരിക്കപ്പെട്ടവരാണ് ദൈവപുത്രന്മാർ. വ്യത്യാസമില്ലാത്തവர்கள் പുത്രர்கள். യാതൊരു വിവേചനവും ഇല്ലാത്തവരാണ് ഈ പുത്രന്മാർ. വിളങ്ങിക്കൊള്ളുക, മനസ്സിലാക്കുക. കല്യാണം വന്നാലും വേറെ എന്ത് പേച്ചു വന്നാലും വ്യത്യാസമാകും നീ പേശി പഴകക്കൂടാ. കല്യാണമോ മറ്റേതെങ്കിലും കാര്യങ്ങളുടെ സംസാരം വരുമ്പോൾ ഈ വിവേചനപൂർവ്വം സംസാരിക്കരുത്. അഭിഷേകത്തിനാൽ ദേവപുത്രർ. അഭിഷേകത്താൽ ദൈവപുത്രന്മാർ. റോമർ 8:15. റോമർ 8:15. മൂന്നാമത് നടത്തിപ്പിനാൽ ദേവപുത്രർ. ഒന്നാമതായി നടത്തിപ്പിനാൽ ദൈവപുത്രന്മാർ. റോമർ 8:14. റോമർ 8:14. ആവിയിനാൽ നടത്തപ്പെടുகிறവர்கள் ദേവപുത്രർ. ദൈവാത്മാവ് നടത്തുന്നവരെ ഒരു ദൈവത്തിന്റെ മക്കൾ പുത്രന്മാർ. അടുത്തപടിയാക ശിക്ഷയെ സഹിக்கிறவர்கள் ദേവപുത്രർ. ബാലശിക്ഷ സഹിക്കുന്നവർ ദൈവപുത്രന്മാർ. 1-ാം കൊരിന്ത്യർ എബ്രായർ 12-ാം അധികാരം 7-10 വരെയുള്ള വചനങ്ങൾ. എബ്രായർ 12:7 മുതൽ 10 വരെ. ദേവന് ശിക്ഷയെ സഹിக்கிறவர்கள் പുത്രர்கள். ആ ശിക്ഷ സഹിക്കുന്നവർ, നിരസിക്കാതിരിക്കുന്നവർ. അടുത്ത വേർപെട്ട് ജീവിக்கிறவர்கள் ദേവപുത്രർ. വേർപെട്ട് ജീവിക്കുന്നവർ ദൈവപുത്രന്മാർ. 2 കൊരിന്ത്യർ 6-ാം അധികാരം 17-18 വചനങ്ങൾ. 2 കൊരിന്ത്യർ 6:17-18. കടേസിയാക എപ്പോഴും തങ്ങളെ ശുദ്ധീകരിച്ചു കൊള്ളുகிறவர்கள் ദേവപുത്രർ. എപ്പോഴും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നവർ ദൈവപുത്രന്മാർ. സാധാരണ ശുദ്ധീകരിപ്പല്ല, സാധാരണ നിലയിലുള്ള ശുദ്ധീകരണം. മലയാളത്തിൽ നിർമ്മലീകരിക്കും. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നിർമ്മലീകരിക്കുക. തമിഴിൽ ശുദ്ധം എന്റെതാ. തമിഴിൽ ശുദ്ധി എന്നേ ഉള്ളൂ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പ്യൂരിറ്റി എന്റെ ആംഗലത്തിൽ വാസിക്കും. ഇംഗ്ലീഷിൽ പ്യൂരിറ്റി എന്ന് കാണാം. ശുദ്ധമുള്ളവർ, നിർമ്മലന്മാർ. ഒരു തപ്പും ചെയ്യാവിട്ടാൽ, തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഒരു തപ്പുമില്ല, തെറ്റൊന്നുമില്ല. എന്നാൽ ഇമ്മാനുവേലെ പാത്ത ഇമ്മാനുവേലെ നോക്കിയാ എന്മേലെ ഏതാവത് കസപ്പിരുന്നാലും എന്നെ മന്നിച്ചിടുങ്ക. ബ്രദർ എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒന്നുമേ ഇല്ലേ, ഒന്നുമില്ലല്ലോ. ഏൻ നിങ്ങ കേക്കുറീങ്ക? അപ്പടിയില്ല. അങ്ങനെയല്ല. ഏതാവത് എന്തെങ്കിലും പിണക്കം. അതാ ശുദ്ധമുള്ളവർക്ക്. ഇതാണ് നിർമ്മലർ. അതാ 1 യോവാൻ 3:3 വാസിക്കണം. 1 യോഹന്നാൻ 3:3. അപ്പൊ ഇപ്പിടിപ്പെട്ട ദേവപുത്രர்களാக നാം ഇപ്പോൾ കാണപ്പെടുക. നാം ഇങ്ങനെയുള്ള ദൈവപുത്രന്മാരായി കാണപ്പെടുന്നു. 3-ാം അധികാരം 2-ാം വചനത്തിൽ എന്നെ വാസിക്കണം. 1 യോഹന്നാൻ 3:2. ഇപ്പോൾ ദേവരുടെ പുത്രர்களാக നാം കാണപ്പെടുന്നു. നാം ഇപ്പോൾ ദൈവപുത്രന്മാരാകുന്നു. ഇനിയും എവിധമായിരിപ്പോം എന്ന് தெரியாது. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാളേക്ക് എപ്പടി ഇരുപ്പോം എന്ന് தெரியாது. നാളെ എന്തായി തീരുമെന്നറിയില്ല. ചിലപ്പോ നീ പിന്മാറ്റത്തിൽ പോവാൻ പിന്മാറിപ്പോയേക്കാം.
இல்லையா? எத்தனையோ பேர் பின்மாறி போய்விட்டார். എത്രയോ പേർ പിന്മാറി. எனக்கு தெரிஞ்ச எத்தனையோ விசுவாசிகள் துவக்கத்தில் ஒரு வசதியும் இல்லாமல் விசுவாச வீட்டிலே வந்து கிடந்து விசுவாச வீட்டிலே சாப்பாடு சாப்பிட்டு விசுவாச வீட்டிலே வளர்ந்தவர்கள் கிருபையால தேவர்கள் ஆசீர்வதித்து இப்போது கொஞ்சம் வசதியெல்லாம் வந்த வேளையில் விசுவாசத்தையும் விட்டு தேவனையும் விட்டு விலகி விட்டார். എനിക്കറിയാവുന്ന എത്രയോ വിശ്വാസികൾ അവർ വിശ്വാസ വീട്ടിൽ വന്ന് വളർന്ന് ഇപ്പോൾ ദൈവം കൃപയാൽ അവരെ അല്പം ഒന്ന് അനുഗ്രഹിച്ചപ്പോൾ വിശ്വാസം വിട്ട് ദൈവത്തെ വിട്ടവർ പോയി. ഒരു അമ്മാവുക്ക് துவக்கத்தில் ஒன்றுமே இல்லை. ഒരു മാതാവ് തുടക്കത്തിലൊന്നുമില്ല. அப்போது அவள் யங் கேர்ள். അപ്പോൾ ഒരു യുവതി விசுவாச வீட்டிலே தங்குவார்கள். വിശ്വാസ വീട്ടിൽ വസിക്കും. விசுவாச வீட்டிலே எல்லா வேலையும் செய்வார்கள். വിശ്വാസ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. விசுவாச வீட்டிலே சாப்பிடுவார்கள். വിശ്വാസ വീട്ടിൽ ഭക്ഷണം കഴിക്കും. வேலைக்கு படிக்க போவாங்க, அப்புறம் வேலைக்கும் போனாங்க. ആദ്യം പഠിക്കാനും പിന്നെ ജോലിക്കും പോയി. இப்ப கொஞ்சம் வசதியாச்சு, അല്പ സൗകര്യങ്ങളായി. இப்ப நகை போடணும். ഇപ്പോൾ ആഭരണങ്ങളുണ്ട്. ஏன் சிஸ்டர் இப்ப நகை போடுறீங்க? എന്താ സിസ്റ്റർ? ഞാനിപ്പോ ഓഫീസർ. ഞാനൊരു ഉദ്യോഗസ്ഥയാണ്. ഓഫീസർ നഗ പോട്ടുதான் ആകും. ഒരു ഓഫീസർ ആഭരണം ധരിക്കണം. ഉന്റെ മുൻ നിലമയെ നീ മറക്കാതെ, പൂർവസ്ഥിതി മറക്കരുത്. ഉന്റെ ദേവനെ നീ മറന്നു വിടാ, ദൈവത്തെ മറക്കരുത്. ഉണ്ട് നീ പഠിക്കുമ്പോത് അല്ലെങ്കിൽ വേലയ്ക്ക് പോകുമ്പോത് ഉനക്ക് നഗയാ ഇരുന്നത്. പഠിക്കുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ എല്ലാം ആഭരണം ഉണ്ടായിരുന്നു. ഇപ്പൊ നഗ എന്ന് ചൊല്ലി ദേവനെ വിട്ട് വിലകി വിട്ടാർ. ഇപ്പോൾ ആഭരണത്തിന്റെ പേരും പറഞ്ഞ് ദൈവത്തെ വിട്ടകുന്നു. കടസിയിലെ പരിതാപ ഒരു വ്യാധി വന്ന് മികവും കഷ്ടപ്പെട്ടാർ. വളരെ ദയനീയമായ രോഗം പിടിപെട്ട് വയറ്റുകൊള്ള ഏതോ ഒരു വ്യാധി, വയറ്റിനകത്ത് എന്തോ രോഗം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ദേവനെ ആശീർവദിക്കുമ്പോത് ആശീർവാദത്തെ നമ്പി ഞാൻ പെരിയ മനുഷ്യൻ എന്റെ എണ്ണി ദേവനെ വിട്ട് വിലകാതെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അതിൽ ആശ്രയിച്ച് വലിയ ആളെന്ന് കരുതി ദൈവത്തെ വിട്ടകലരുത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്റെ ആശീർവാദമെല്ലാം ദേവനുടെ നേറ്റയ്ക്ക് കേട്ടതുപോലെ ദാനം. ഇതെല്ലാം ഇന്നലെ കേട്ടതുപോലെ ദൈവം നൽകിയ ദാനം മാത്രം. ദേവൻ തന്നതാണ് ഗിഫ്റ്റ്. ദൈവം തന്ന ദാനങ്ങൾ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നീ മികവും വണക്കമാക താഴ്മയുടൻ ജീവിക്ക വേണ്ടും. വളരെ വിനയത്തോടും താഴ്മയോടും ജീവിക്കണം. ഉപാഗമം 8-17 വാസിക്കുമ്പോൾ, ആവർത്തനം 8:17 വായിക്കുമ്പോൾ, ഇതെല്ലാം എന്നോട് കൈയിനാൽ എന്നുകൊണ്ടാണ് പ്രയാസം എന്ന് നീ സൊല്ലാതിരിപ്പായാൽ, എന്റെ കൈയുടെ ബലത്താൽ ഈ സമ്പത്തുണ്ടാക്കിയെന്ന് ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. ഉന്റെ ഹൃദയത്തിൽ നീ സൊല്ലക്കൂടാ. നിന്റെ ഹൃദയത്തിൽ പറയരുത്, ഇതെല്ലാം ഞാൻ സമ്പാദിച്ചത്, ഇതൊക്കെ ഞാൻ ഇതെല്ലാം എന്നോട് കഴിവ്, ഇതെല്ലാം എന്റെ സാമർഥ്യം, ഇതെല്ലാം എന്നോട് ജ്ഞാനം, എല്ലാം എന്റെ ജ്ഞാനം, എല്ലാം എന്നോട് ബുദ്ധി, എല്ലാം എന്റെ ബുദ്ധി, എന്നെ പോലെ സമ്പാദിക്ക യാർക്കും മുടിയോ, ആർക്കും എന്നെ പോലെ സമ്പാദിക്കാൻ കഴിയും എന്റെ നീ സൊല്ലാതിരിപ്പായ പറയരുത്. 8:17 വായിക്കുക. என் சாமர்த்தியமும் என் கைபலனும் இந்த ஐஸ்வர்யத்தை எனக்கு சம்பாதித்ததென்று நீ உன் இருதயத்தில் சொல்லிக் கொள்ளாமலும் இருப்பாயாக. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരു നാൾ നാം ചൊല്ലക്കൂടാ, ഒരിക്കലും പറഞ്ഞുകൂടാ. ഒരുവേള നമ്മുടെ പിള്ളകൾ പഠിച്ച് മുന്നേറില്ല. പക്ഷേ പഠിച്ച കുട്ടികൾ മുന്നേറിയേക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമ്മുടെ പിള്ളകളെല്ലാം പഠിച്ച് ഉലകത്തിലെ പെരിയ പിള്ളകളാക മാറ വേണ്ടും എന്ന് ചൊല്ലി ഞങ്ങൾ ജപിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് ലോകത്തിൽ വലിയവരാകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നേക്ക് നമുക്ക് ഒരു ബ്രദർ ഉണ്ട്, നമ്മുടെ ഒരു സഹോദരൻ. അവൻ ADGM, അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ, മിലിറ്ററിയിലെ രണ്ടാമത്തെ ആള്, മിലിറ്ററിയിലെ രണ്ടാം പദവി. ADGM സിവിലിയൻ അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ. അഡീഷണൽ 5 വർഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് സെക്യൂരിറ്റി ആയിട്ട് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി അല്ല, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വേല, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് താൻ ജോലി ചെയ്തു. അവൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ഞാനും ബോംബെയിൽ ഇരുന്ന്, മുംബൈയിലുള്ളപ്പോൾ എനിക്ക് ഒരു ഡെപ്യൂട്ടേഷൻ വരുന്നു, എനിക്കൊരു ഡെപ്യൂട്ടേഷൻ വരുന്നുണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസുക്ക്, PA ആയിട്ട്. അതിനാൽ എന്നെ എടുക്ക മാട്ടാം, കാരണം ഞാൻ ക്രിസ്തവൻ, ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു. മോദിക്ക് ക്രിസ്തവനെ പിടിക്കാതെ, ഞാൻ തന്നെ മോദിക്ക് ക്രിസ്തവനെ താൻ പിടിക്കും. മോദിക്ക് ക്രിസ്ത്യാനിയെ തന്നെയാണ് ഇഷ്ടം. ഞാൻ ചില തെളിവുകൾ കൊടുത്തു, അതിനാൽ ഉന്നെ താൻ എടുപ്പാ, നിന്നെ തന്നെ എടുക്കും. നീ അത് ആയത്തമായിക്കൊള്ളു, ഒരുങ്ങിയാൽ മതി. ഇല്ല പാസ്റ്റർ, വേറെ 3 ഹിന്ദുക്കളെ കൂപ്പിട്ടിരിക്കണം. 3 ഹിന്ദുക്കളെയും ഞാൻ ഒന്ന് ചേർത്ത് ഞങ്ങൾ 4 പേര്, എന്നെയും ചേർത്ത് 4. കടസിൽ എടുത്തത്
നമ്മുടെ ഡാനിയലിന്റെ ബ്രദറേത്ത ഡാനിയൽ എന്ന 5 വർഷം 5 കൊല്ലം അവർക്ക് PA ആകെ ഊഴിയം ചെയ്ത PA ആയിട്ട് താൻ നമ്മുടെ പിള്ളകളെല്ലാരും പഠിച്ച് വളർന്നു വര வேண்டும். നമ്മുടെ കുട്ടികൾ പഠിച്ചു മുന്നേറട്ടെ. இன்னைக்கு எத்தனையோ பிள்ளைகள் கலெக்டராയി இருக்கிறாங்க, ഇന്ന് എത്രയോ കുട്ടികൾ எத்தனையோ பிள்ளைகள் SP ஆகி இருக்கிறாங்க. SP ആയിട്ടിരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. வட இந்தியாவில் ஏதாவது ஒரு பிரச்சனை இருந்தால் இவருக்கு சொன்னா போது உடனே அவர் போன் பண்ணி அங்க அவரோட SPக்கோ முக்கியமான போன் பண்ணும். அது என்னுடைய சபை, அந்த சபையில் அந்த பிரச்சனை நீங்கள் போய் தொல்லை கொடுக்க கூட பிரச்சனை உடனே ரிலീസ് பண்ணி விட்டு. വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ ഇവര് IAS-കാരോട് IPS-കാരോട് വിളിച്ചു പറഞ്ഞത് எவ்வளவு பெரிய உதவி, എത്ര വലിയ സഹായം. നമ്മുടെ பிள்ளைகளெல்லாம் படிச்சு முன்னுக்கு வர வேண்டும். മക്കൾ പഠിച്ചു മുന്നേറട്ടെ. മുന്നേറി അവരെ ഉലകത്തേക്ക് അനുപ്രദ. പക്ഷേ അവരിങ്ങനെ പുരോഗതി പ്രാപിച്ചിട്ട് കളക്ടറാക മാറട്ടെ, അവർ കളക്ടർമാരാകട്ടെ, പെരിയ പെരിയ മക്കളാക മാറട്ടെ, വലിയ പദവിയിലെത്ത ദേവസഭയ്ക്ക് ഉദവിയായി, സഭയ്ക്ക് സഹായികളാകട്ടെ, ജനങ്ങൾക്ക് ഉദവിയായി, ജനത്തിന് സഹായികളാകട്ടെ. ദേവനക്ക് മഹിമ. இன்னைக்கு எத்தனையோ நம்முடைய பிள்ளைகள் படிச்சு பெரிய மக்களாയി இருக்கிறார். നമ്മുടെ മക്കൾ പഠിച്ച് വലിയ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മദ്രാസിൽ നമുക്കൊരു കളക്ടർ ഉണ്ടാർ. ചെന്നൈയിൽ ഒരു കളക്ടർ ഉണ്ടായി. കളക്ടർ അതുക്ക് പ്രൊമോഷൻ പ്രിൻസിപ്പലാക മാറിവിട്ടു. അദ്ദേഹം പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മാറി. കുപ്പസ്വാമി അവർ ഹിന്ദുവായിരുന്നു, ഹൈന്ദവനായിരുന്നു. അപ്പുറം അവർക്ക് യാർക്കും വിരോധமாக செய்வினை வைத்து പിന്നീട് ആരും അഭിചാരത്തിൽ ചെയ്ത് അവർ മികവും കഷ്ടപ്പെട്ടു, വളരെ കഷ്ടപ്പെട്ടു. അപ്പുറം എന്താ നമ്മുടെ ഊഴിയർകൾ പോയി സന്ധിത്ത് നമ്മുടെ ശുശ്രൂഷകർ അവർക്കാകെ ജപിത്ത് പ്രാർത്ഥിച്ചു വിടുതലയെ പെറ്റ് വിടുതൽ പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു. പിന്നെ ചെന്നൈയിൽ വന്നു. അടയാർ വിശ്വാസിയായിരുന്നു. അടയാർ വിശ്വാസിയായിരുന്നു. ദേവനക്ക് ദൈവത്തിന് മഹത്വം. അവർ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ അടുത്ത പ്രൊമോഷൻ അവർ ചീഫ് സെക്രട്ടറി. അടുത്തതായിട്ട് ചീഫ് സെക്രട്ടറി പ്രൊമോഷൻ. പ്രൊമോഷൻ കിടക്കവില്ല, അത് കിട്ടിയില്ല. ചില അന്യായങ്ങൾ ചെയ്യ സൊന്നാണ്, ചില അനീതികൾ അധികാരികൾ ചില അന്യായങ്ങൾ ചെയ്യ ചില അന്യായത്തിന് കൂട്ടി നിൽക്കാൻ പറഞ്ഞു. ഒരു നാളും ഞാൻ ചെയ്യാൻ അത് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ പെന്തക്കോസ്തുകാർ, ഞാൻ പെന്തക്കോസ്തുകാരൻ, TPM ഞാൻ ചെയ്യ മാട്ടെ, ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഉനക്ക് പ്രൊമോഷൻ കിടക്കാം. പ്രൊമോഷൻ വേണ്ട, പ്രൊമോഷൻ വേണ്ട. இருக்கிற പ്രൊമോഷൻ இருக்கிற ശമ്പളമേ പോതും. ഉള്ള സ്ഥാനവും ശമ്പളവും മതി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവർ ഇരുമ്പിലൂർ കൺവെൻഷനുക്ക് വന്നാൽ, താൻ ഇരുമ്പിലൂർ കൺവെൻഷൻ വന്നാൽ എന്നെ വേല ചെയ്യുവാൻ தெரியும். താൻ ചെയ്യുന്ന പണി അറിയാമോ? അവർ നല്ല അവരുടെ കാറിൽ വരുക, ലൈറ്റ് പോട്ട കാർ, നല്ല ലൈറ്റിട്ട കാർ വരും. அந்த കാർ വെളിയെ നിപ്പാട്ട சொல்லும். അത് പുറത്ത് നിർത്തും. 2 പോലീസ് വരുക, 2 പോലീസ് വരും. അവർ വെളിയെ നിൽക്ക சொல்லும், പുറത്ത് നിൽക്കാൻ പറയും. അവങ്ങൾക്കെല്ലാം കൺവെൻഷൻ നാളുകളിൽ വെളിയെ തങ്ങறதுக்கு ചില ഷെഡുകളുണ്ട്. അവർക്ക് കൺവെൻഷൻ നാളിൽ പാർക്കാനായി പുറത്ത് ചില ഷെഡുകൾ, സാപ്പാട് അങ്ങ് വെളിയെ, അവർക്ക് അവിടെയുള്ള ആഹാരം ഉള്ളുക്കുള്ള വന്ന് തനക്ക് റൂം കൊടുത്തിരിക്കണം. തനിക്കൊരു റൂമുണ്ട്. ആ റൂമിൽ ചെന്ന് ഇതെല്ലാം കളറ്റി തന്നെ ഡ്രസ് മാറി, അവർ ഷൂട്ടും കോട്ടും താൻ പോട്ടിருப்பாங்க, ഷൂട്ടും കോട്ടും ആയിരിക്കും, അതെല്ലാം കളറ്റി വെച്ച് എല്ലാം മാറ്റിയിട്ടിട്ട് താൻ സാധാരണ ഡ്രസ് പോട്ട്, സാധാരണ ഡ്രസ് ഇട്ട് കാലയില് രാവിലെ ഒരു 60-70 ബാത്റൂം ക്ലീൻ பண்ணுவாங்க. 60-70 ബാത്റൂം ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്യും. ക്ലീൻ ചെയ്ത് താൻ വേലയ്ക്ക് പോവാർ. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും. നിങ്ങൾ എത്ര പേർ ചെയ്യുവീങ്ക? നിങ്ങൾ എത്ര പേർ ചെയ്യും? இந்த எர்ணாகுளம் கன்வென்ஷனுக்கு வந்து எத்தனை பேர் பாத்ரூம் கழுவினீங்க? എറണാകുളം കൺവെൻഷൻ വന്ന് എത്ര പേർ ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്തു? என்ன பாஸ்டர் ഒരു சுத்தமே இல்ல. പാസ്റ്റർ എന്തൊരു വൃത്തികേട്. இப்ப பாஸ்டர் தான் போய் சுத்தம் பண்ணணும். പാസ്റ്റർ എന്ന് വൃത്തിയാക്കണം പോലും. ഒരു ബ്രഷ് എടുത്ത് അതൊന്ന് കഴുകി പോകണം, ഒരു എണ്ണം വരാതെ. ഒരു ബ്രഷ് എടുത്തൊന്ന് കഴുകണമെന്നുള്ള ചിന്തയില്ല. ഈ കളക്ടറെ പാരുങ്ക. എന്നാൽ ഇദ്ദേഹത്തെ നോക്കുക, പ്രിൻസിപ്പൽ സെക്രട്ടറി. അവർ ഒരു നാളിൽ ഇരുമ്പലിയൂരിൽ വന്ന് താൻ ഒരു ദിവസം 60-70 1 മണി നേരം 1.5 മണി നേരം വേല ചെയ്യുവാங்க. 1.5 മണിക്കൂർ ജോലി ചെയ്യും. അതുക്കപ്പുറം ഓഫീസിൽ പോകണം. പിന്നീട് ഓഫീസിൽ പോകണം. അതിൽ എത്ര ബാത്റൂം കഴുകി മുടിക്ക മുടിയും അത്ര ബാത്റൂം കഴിയുന്നിടത്തോളം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും. ക്ലീൻ പണി അത് കഴുകി ക്ലീൻ ചെയ്യും. അപ്പുറം അറയിൽ പോയി കുളിച്ച്, മുറിയിൽ ചെന്ന് കുളിച്ച്, അവർക്ക് സാപ്പാട് കൊടുത്ത്, എനിക്ക് ഭക്ഷണം കൊടുത്ത്, സാപ്പാട് സാപ്പിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർ പോവാം. താൻ പോകും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அப்படிப்பட்டதான தாழ்மையில் നമ്മുടെ ജനങ്ങൾ വളര வேண்டும். നമ്മുടെ ജനങ്ങൾ അങ്ങനെ നമ്മുടെ പിള്ളകളും പഠിച്ചു മുന്നേറും, മക്കൾ പഠിച്ചു മുന്നേറും. അന്ത താഴ്മയിൽ കാണപ്പെടും. ആ താഴ്മയിൽ കാണപ്പെടും. പെരുമയിലല്ല, നികളത്തിലല്ല. ദേവൻ നിന്നെ ഉയർത്തുവാർ. ദൈവം നിന്നെ ഉയർത്തും. ദേവൻ നിന്നെ പെരിയ മനുഷ്യനാകും, നിന്നെ വലിയ ആളാക്കി മാറ്റും. ആനാ നിന്റെ താഴ്മയെ വിട്ടുവിടാതെ. താഴ്മ വിട്ടുകളയരുത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പടി നാം താഴ്മയിൽ ജീവിച്ചാൽ, താഴ്മയിൽ ജീവിച്ചാൽ പിന്മാറ്റം വരാமல் ദേവൻ നമ്മെ പാതുകാക്കും. പിന്മാറ്റം വരാതെ സൂക്ഷിക്കും. നമ്മുടെ എത്രയോ പഠിച്ച പിള്ളകൾ നമ്മെ വിട്ട് വെളിയെ പോയി വിട്ടാറ്. എത്രയോ വിദ്യാസമ്പന്നരായ കുട്ടികൾ നമ്മെ വിട്ട് പുറത്തായി. ഒരുത്തനോട്ട് കേട്ടത്, ഏൻ ഇപ്പൊ കൂട്ടങ്ങൾക്കെല്ലാം വെറുതെ എന്താ മീറ്റിംഗിന് വരാത്തെന്ന് ഒരുത്തനോട് ചോദിച്ചപ്പോൾ, ഞാൻ അങ്ങ് വരക്കൂടിയ എന്റെ ഡീസന്റ് കേറ്റ ഒരു ഡീസൻസി അങ്ങ് ഇല്ല. എന്റെ മാന്യത കേറ്റതായ ഒരു മാന്യത അവിടെ ഇല്ല. കാരണം കീഴെ ഉൾക്കാറുന്നു, താഴെ ഇരിക്കണം.
நான் யாரு? ഞാൻ ആരാണ്? இப்ப பெரிய மனுஷன். ഞാനൊരു വലിയ ആള്. கடைசியில உலகத்திலோடு சேர்ந்த உலக மக்களோடு சேர்ந்த நான் குறிக்கப்பட்ட தம்பி கெட்டு போய்விட்டான். ഒരു ലോക മനുഷ്യരോട് ചേർന്ന് ആ വ്യക്തി ആരോ അവനക്ക് വിരോധமாக മന്ത്രം ചെയ്ത് ആരോ തനിക്ക് വിരുദ്ധമായി ക്ഷത്രപ്രയോഗം ചെയ്ത് അവൻ ലൂസായി വിട്ടാൻ. അവന് മാനസിക വിഭ്രാന്തിയായി. എനിക്ക് ഇങ്ങ ഇരിക്കക്കൂടിയ அந்த டீசன்சி இல்லையா? ഇവിടെ ഞാൻ വന്നിരിക്കത്തക്ക മാന്യതയൊന്നും ഇവിടില്ല. ഈ പായിൽ ഞാനാ ഉക്കാറും. ഞാൻ ഈ പായിലാണ് ഇരിക്കേണ്ടത്. ഞാൻ കൈ തട്ടുവേരാ, ഞാൻ കൈയടിക്കണം. ശരിയായി പോച്ച്. ഞാൻ ആര്? ഞാൻ വലിയ ഡോക്ടറേറ്റ്. ഞാൻ വലിയ ഡോക്ടറേറ്റ്. ദേവനക്ക് മുന്നാലെ നീ താഴ്ത്തിക്കോൾ. ദൈവത്തിന് മുൻപാകെ താഴ്ത്തിക്കൊള്ളുക. அப்போது தேவன் உன்னை பாதுகாப்பார். இப்போது தேவனுடைய புத்திரர்களாய் இருக்கிறோம். നാം ഇപ്പോൾ ദൈവപുത്രന്മാർ. ഇനിയും എവിധമായിരിപ്പോം എന്ന് தெரியாது. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായി. നീ പെരുമയിൽ കാണക്കാം, വിശേഷണികളത്തിലായേക്കാം, ചിലപ്പോ നീ പിന്മാറ്റത്തിൽ പോകലാം, ചിലപ്പോൾ പിന്മാറിയേക്കാം. ചിലപ്പോ പിന്മാറ്റത്തിൽ പലരും ചില ബില്ലിശൂന്യങ്ങൾ ചെയ്ത് ഒരുമാതിരി നീ മോശமான നിലമയിൽ പോയിരിക്കും. ആ വിചാരത്തിന് വിധേയപ്പെട്ട നീ മോശമായ അവസ്ഥയിലായേക്കാം. ആനാ ഉനക്കൊരു നമ്പിക്കയുണ്ട്. പക്ഷേ ഒരു പ്രത്യാശ, ഞാൻ ദേവപുത്രനാക താഴ്മയിൽ ജീവിച്ചാൽ, ദൈവപുത്രനായി താഴ്മയിൽ ജീവിച്ചാൽ, ആകിലും അവർ വെളിപ്പെടുമ്പോത് എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇറക്കറവണ്ണമാക അവന് ഒപ്പായിരിക്കും. നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദസ്യന്മാരാകും പോലെ മാറുവേ. യേശുവിനെ പോലെ മാറും. അത് നമ്മുടെ ചില പിള്ളകൾ പെരിയ ഉദ്യോഗസ്ഥരാനാലും കൂടെ, കുട്ടികൾ വലിയ ഉദ്യോഗസ്ഥരായാലും അന്ത ഇടത്തിൽ അവർ തങ്ങളെ വെക്കപ്പെടുത്തരുതില്ല, അവർ അതിനോർത്ത് ലജ്ജിക്കുന്നില്ല. നമുക്കൊരു മന്ത്രിയുണ്ട്, നമുക്കൊരു മന്ത്രി. മദ്രാസിലെ നമുക്കൊരു മന്ത്രിയുണ്ട്, വിശ്വാസിത മന്ത്രി. ചെന്നൈയിൽ ഒരു വിശ്വാസിയായ മന്ത്രിയുണ്ട്. ഞങ്ങളെ എങ്ക വെച്ച് പാർത്താൽ, ഞങ്ങളെ എവിടെ കണ്ടാലും അവൻ കാർ വിട്ട് ഓടി വരും, കാർ നിർത്തി ഓടി വരും. ചിലപ്പോ മെയിൻ റോഡായിരുന്നു, ചിലപ്പോൾ മെയിൻ റോഡായിരിക്കാം. എങ്ക പോറീങ്ക? കാസോടെ പോന്നു. ഞാൻ இந்த இடத்துக்கு போறேன், ഇന്ന സ്ഥലത്ത് പോന്നു. ഉടനെ ആ റോഡിലെ മുഴങ്കാൽ പടിയിടും, റോഡിൽ മുട്ടുകുത്തും. തുപ്പാക്കി വെച്ച് പോലീസുകാരൻ നിപ്പാൻ, തോക്കുമായി പോലീസുകാരുണ്ട്. അവൻ ഭയന്ന് നിപ്പാൻ, താൻ പേടിച്ചു നിൽക്കും. മന്ത്രി മുഴങ്കാൽ പടിയിട്ടു, മന്ത്രി മുട്ടുകുത്തും. ജോമണ് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നൊരു മീറ്റിംഗിന് പോറேன், ഞാനൊരു യോഗത്തിന് പോകും. பேச வேண்டிய விதத்தில் பேச எனக்கு ஞானம், கிருபை, அறிவு, புத்தி கிடைக்க எனக்கு ആ ജോമണ്ണുങ്ങ ചൊല്ലി. ഞാൻ എവിടെ സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിക്കാൻ എനിക്ക് അറിവ് ജ്ഞാനം ബുദ്ധി തരാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. അതാ നമ്മുടെ മന്ത്രി. ഇതാണ് നമ്മുടെ മന്ത്രി. ദേവനക്ക് മന്ത്രി, ദൈവത്തിന് മഹത്വം. കേട്ടീങ്ങളാ? ഉടനെ ആ പോലീസുകാരന് മുഴങ്കാൽ പടി ഇടുക. പോലീസുകാരൻ ചെല്ലുമ്പോൾ മുട്ടുകുത്തും. അതിൽ ഒരുത്തനൊരു സബ് ഇൻസ്പെക്ടർ ആയിരിക്കും, ഒരാൾ സബ് ഇൻസ്പെക്ടർ ആയിരിക്കും. അവൻ അപ്പടി ഇവിടെ പാപ്പാ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. മന്ത്രി മുട്ടുകാൽ പടണം, മന്ത്രി പറയും മുട്ടുകുത്ത്. ഉടനെ അവനെ മുട്ടുകുത്തും. അവന് മുട്ടുകുത്തും. ഇതാ ദേവനക്ക് മുൻപാകെ നമ്മെ താഴ്ത്ത വേണ്ടി, ദൈവം മുൻപാകെ നമ്മെ താഴ്ത്തും. അവരെ ദേവൻ ഉയർത്തും, അവനെ ദൈവം ഉയർത്തും. അവരെ ദേവൻ പാതുകാക്കും, ദൈവം അവരെ സൂക്ഷിക്കും. அந்த താഴ്മയെ വിട്ടുവിടാ, താഴ്മയെ ഉപേക്ഷിക്കരുത്. அந்த താഴ്മ എനിക്കും നിങ്ങൾക്കും എനിക്ക് നിങ്ങൾക്ക് ആ താഴ്മ വേണം. ദേവൻ നമ്മെ ഉയർത്തും, ദൈവം നമ്മെ ഉയർത്തും, വലിയ മക്കളാക മാറ്റും, വലിയവരാക്കി മാറ്റും. ഞങ്ങൾ ജപിച്ചു വരുക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാ இந்த വർഷത്തിലെ നമ്മുടെ തലയ്പ് മഹിമയാക എണ്ണുവായാനാൽ നീ ഭൂമിയിൽ ഉയർന്ന ഇടങ്ങളിൽ ഏറിയിരിക്ക പണ്ണുവേൻ എന്റെ കർത്തരുടെ വായിച്ചു. ബഹുമാനയോഗ്യമെന്ന് എണ്ണിയാൽ ഞാൻ നിന്നെ ഭൂമിയുടെ ഉന്നതങ്ങളിൽ കയറി വാഹനം എത്തിവിടുമാറാക്കും. എല്ലാ ആശീർവാദത്തിനാലും മുന്നേ നിറപ്പ്, ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളാലും നിറയും. നമ്മുടെ പിള്ളകളെല്ലാം ആശീർവദിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോരുത്തരും വിശ്വാസത്തെ വിട്ട്, ദേവനെ വിട്ട്, ഐക്യത്തെ വിട്ട്, അൻപെ വിട്ട്, അഭിഷേകത്തെ വിട്ട് വിലകി പോകലാകാം. ആരും പക്ഷേ ദൈവത്തെ വിട്ട്, വിശ്വാസം വിട്ട്, ഐക്യം വിട്ട്, അഭിഷേകം വിട്ട്, സ്നേഹം വിട്ട് പോകരുത്. ചിലർ കല്യാണം ആലോചിപ്പാ, ചിലർ കല്യാണം ആലോചിക്കും. ഫാസ്റ്റ് എന്റെ പയ്യന് കേട്ട പെണ്ണ് ഇങ്ങി ഇരുക്കാ. ഓ, എന്റെ മോന് പറ്റിയ പെണ്ണ് വിടങ്ങാനും ഉണ്ടോ? സാപ്പാടുക്ക് വഴിയില്ലാമ 30 വർഷം മുന്തി ചുറ്റിനാൾ, ആഹാരത്തിന് വകയില്ലാതെ 30 വർഷം മുമ്പേ ചുറ്റിത്തിരിഞ്ഞ ആൾ. സാപ്പാട് ഞാൻ താൻ പോട്ടെ, ഞാനാണ് ആഹാരം കൊടുത്തത് അന്ത കാലത്തില്. അന്ന് എങ്ങട്ടെ കേക്കറാങ്ക, അപ്പോൾ എന്നോട് ചോദിക്കുന്നു, എന്റെ പയ്യന് കേട്ട പെണ്ണ് ഇങ്ങി ഇരുക്ക, എന്റെ ചെറുക്കന് പറ്റിയ പെണ്ണ് ഇവിടെ എങ്ങാനും ഉണ്ടോ? ഇല്ലപ്പാ, മാർക്കറ്റിൽ കിടക്കും. ആ ചന്തയിൽ പോയി നോക്ക്. ഇല്ല, മാർക്കറ്റിൽ കിടക്കും തന്നെ, ചന്തയിൽ കിട്ടും. അങ്ങ് നിറയെ പെൺകൾ വരുവാ, ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ വരും. എന്നാ പെരുമ, എത്ര വലിയ ഗർവം. എന്റെ പയ്യന് കേറ്റ പെണ്ണ്, എന്റെ മോന് പറ്റിയ പെണ്ണ്. എന്റെ പയ്യന് കേറ്റ പെണ്ണ് ആരാണ് നിന്റെ മോന് പറ്റിയ പെണ്ണ്? എന്റെ പയ്യൻ താഴ്മയുള്ളവനാനാൽ താഴ്മയ്ക്കേറ്റ താഴ്മയുള്ളവ പെണ്ണ്. താഴ്മയുള്ളവനാണെങ്കിൽ താഴ്മയുള്ള എന്റെ പെണ്ണ് പരിശുദ്ധവാനാനാൽ
പരിശുദ്ധവാട്ടി. നിന്റെ മകൻ വിശുദ്ധനാണെങ്കിൽ ഒരു വിശുദ്ധ. നിന്റെ പയ്യൻ ജയജീവിയമുള്ളവനാനാൽ ജയജീവിയമുള്ള പെൺ. നിന്റെ മകൻ ജയജീവിതമുള്ളവനെങ്കിൽ ജയജീവിതമുള്ള. അപ്പടിപ്പെട്ടതാന പെൺകൾ നമ്മുടെ മധ്യേ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. ആ പെരുമയിൽ ജീവിക്കാതെ, എന്നാൽ അഹങ്കാരം. അതിനാൽ താൻ എപ്പോഴും നമ്മെ ശുദ്ധീകരിച്ചു കൊള്ളണം. അതായത് എപ്പോഴും നമ്മെ നിർമ്മലീകരിക്കണം. അതാ இந்த நம்பிக்கையுடையவர்கள் அவர் சுத்தமுள்ளவராக இருக்கிறது போல எப்போதும் തന്നെ ശുദ്ധീകരിക്കും. അവനിൽ ഈ പ്രത്യാശയല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. அந்த பழத்தை நாம் புசிக்க வேண்டும். ആ വിശിഷ്ടഫലം നാം ഒന്നാക്കപ്പെടണം. ഒന്നാകും. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. ഇനി അരുമயான കനിയെ എന്ന് சொல்லி ഞാൻ മുടിക്കണം. വിശിഷ്ടഫലം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ ഒരു അരമണി നേരം ആകും. ഒരു അരമണിക്കൂർ ആകും. ഒരു മണി നേരத்துக்கு മേലെ പോകും. ഒരു അരമണി നേരத்துக்குள்ள മുടിക്കണം. ഒരു മണിക്കൂർ എടുക്കേണ്ടതാണ്, പക്ഷെ അരമണിക്കൂർ. നിങ്ങൾക്ക് ആർക്കും പശി എടുക്കാതെ ഞാൻ നമ്പുகிறேன். എന്റെ വിശ്വാസം നിങ്ങൾക്ക് വിശപ്പില്ലെന്നാണ്. മുഖം പാത്താൽ എല്ലാരും சொல்றாங்க ഫസ്റ്റ് 2:30 വരയ്ക്കും പോലാം. മുഖഭാവം കണ്ടാൽ 2:30 ആയാലും കുഴപ്പമില്ല. 2:30ക്ക് പോകാൻ മാട്ടെ, 1:30 നിപ്പാട്ട്. 1:30ക്ക് നിർത്തി തരാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അരുമயான കനികൾ, വിശിഷ്ടഫലം. എതുക്കാക ദേവൻ നമ്മെ അழைത്താർ? എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? അരുമயான കനിയാകും, വിശിഷ്ടഫലമാകുവാൻ. യെശയ്യാ 5-ാം അധികാരം മുതൽ 2 വസനങ്ങളെ പഠിക്കുമ്പോൾ യെശയ്യാ 5:1-2 വായിച്ചാൽ, മേട്ടുമയാണ് ഇടത്തിൽ എനിക്ക് ചെഴിപ്പാൻ ഒരു തോട്ടമുണ്ട്. ഏറ്റവും ഫലവത്തായ കുന്നിൽ എനിക്കൊരു തോട്ടമുണ്ട്. അങ്ങ് ഞാൻ ഒരു ദ്രാക്ഷ ചെടിയെ നട്ടു. അവിടെ ഒരു മുന്തിരിവള്ളി നട്ടു. അതൊക്കെ വേലി അടച്ച് അതിന് വേലി കെട്ടി. ഗോപുരത്തെ കെട്ടിന്. ഗോപുരം ചെയ്യ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അരുമயான കനികളെ കിടക്കുമെന്ന് നിனைத்து ഞാൻ പാർത്തുകൊണ്ടിരുന്നു. ഞാൻ അതിൽ നല്ല ഫലം കായി കിട്ടുമെന്ന് കാത്തിരുന്നു. இப்பொழுது நான் என் நேசரிடத்தில் அவருடைய திராட்சை தோட்டத்தை குறித்து என் நேசருக்கு அவர் அதை வேலியடைத்து அதில் உள்ள கற்களை பொறுக்கி அதிலே நற்குல திராட்சை செடிகளை நட்டு அதன் நடுவில் ஒரு கோபுரத்தை கட்டி அதில் ஆலயம் உண்டு பண்ணி அது நல்ல திராட்சை பழங்களை தரும் என்று காத்திருந்தார். நல்ல திராட்சை பழங்களை தரும் என்று நினைத்து காத்திருந்தேன். அதுவோ கசப்பான பழங்களை தந்தது. കസപ്പാന പഴങ്ങളെ. കാട്ടുമുന്തിരിനെ എത്രയോ കായ്ച്ചത്. ഞാൻ മുന്നമേ சொன்னது போல, മുമ്പേ പറഞ്ഞതുപോലെ, ഉன்னுடைய തുടക്കം പൂർവികം ഒന്ന് പാരും. നിന്റെ പൂർവസ്ഥിതി ഒന്ന് നോക്കൂ. എനിക്ക് പലരെയും തെരിയും, പലരെയും അറിയാം. അല്ല, എനിക്ക് പല ദുഃഖങ്ങളുണ്ട്, പല വിഷമങ്ങളുണ്ട്. ഒന്നുമില്ലാതെ ദേവനുടെ വീട്ടിൽ വന്ന്, ദൈവത്തിന്റെ വീട്ടിൽ വന്ന്, ദേവനുടെ വീട്ടിൽ പല വേലകൾ ചെയ്തു, ദൈവത്തിന്റെ വീട്ടിലെ പല പ്രവൃത്തികൾ ചെയ്തു. ആ വീട്ടിലെ കഞ്ചി കുടിച്ച്, അവിടെയുള്ള കഞ്ഞി കുടിച്ച് വളർന്നവർ. ദേവൻ ആശീർവദിച്ച, ദൈവം അനുഗ്രഹിച്ചു. ആശീർവദിക്കുന്നത് ദേവനുടെ പകുതി, അനുഗ്രഹിക്കുക ദൈവത്തിന്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ അവൻ കേൾക്കറ പോയി ചോദിക്കുന്നു, இந்த சபை எனக்கு ஏற்றதல்ல, ഈ സഭ എനിക്ക് പറ്റിയതല്ല. நல்ல பழம், நல்ல அருமையான கனியாக நீ மாற்றப்படும் என்று நினைத்து நான் உன்னை நட்டேன். ഈ നല്ല മനോഹരമായ ഒരു ഫലമാകുമെന്ന് കരുതിയാണ് നിന്നെ നിർത്തിയത്. நல்ல இனிமையான கனியாக, മധുര ഫലം, പ്രയോജനമുള്ള കനിயாக, പ്രയോജനമുള്ള ഫലം. ഞാൻ നിனைத்தேன் നീ പ്രയോജനമുള്ളവനാക മാറുമെന്ന്, പ്രയോജനമുള്ളവനായി മാറുമെന്ന്. ഫിലമോനൊക്കെ ചൊല്ലുമ്പോൾ, ഫിലമോനോട് പറയുമ്പോൾ 20-ാം വസനത്തിൽ 20-ാം വാക്യം, ഫിലമോനെ നീ പ്രയോജനമുള്ളവനാക മാറ്റപ്പെടവേ. ഫിലമോനെ, എനിക്ക് നിന്നെ കൊണ്ടൊരു അനുഭവം ആവശ്യമുണ്ട്. നീ മികവും പ്രയോജനമുള്ളവൻ, നീ വളരെ പ്രയോജനമുള്ളവൻ തന്നെ. പരിശുദ്ധവാങ്ങളുടെ ഉള്ളങ്ങളെ ഇളൈപ്പാറ പണ്ണവേ. വിശുദ്ധന്മാരുടെ ഉള്ളം തണുപ്പിച്ചു. നമ്മാലെ ദേവസഭയ്ക്ക് ഒരു പ്രയോജനം തേവ. നാം നിമിത്തം ദൈവസഭയ്ക്ക് ഒരു പ്രയോജനം വേണം. വാഗ്വാദം പണി പരിശുദ്ധവാങ്ങളുടെ ഹൃദയത്തെ വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല. തർക്കിച്ച് വാദിച്ച് വിശുദ്ധന്മാരുടെ ഹൃദയം വേദനിപ്പിക്കുകയല്ല. ഉമ്മാലെ എനിക്കൊരു പ്രയോജനം ഉണ്ടാകും, നിന്നെ കൊണ്ട് എനിക്കൊരു അനുഭവം ആവശ്യമുണ്ട്. പരിശുദ്ധവാങ്ങളുടെ ഉള്ളങ്ങളെ ഇളൈപ്പാറ പണ്ണുവായ, നീ വിശുദ്ധന്മാരുടെ ഉള്ളം തണുപ്പിക്കുക. ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ആർദ്രം ഉണ്ടാകും. ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നും. AC തോമസിന്റെ പക്കമാകെ പോകുമ്പോൾ, വഴി പോകുമ്പോൾ ചിലയിടത്തിലെ ചിലരുടെ പേര് ചൊല്ലുവാ, ചിലരുടെ പേര് ചിലയിടത്തും പോയി പറയും. ചില വിശ്വാസ വീട്ടിലെ പേര് ചൊല്ലുവാ. ചില വിശ്വാസ വീടുകളിൽ இந்த വീട്ടിക്ക് പോകലാമോ, ഈ വീട്ടിൽ പോകാമോ? വേണ്ട. അവനൊരു പ്രശ്നക്കാരൻ, അവനൊരു പ്രശ്നക്കാരനാണ്. ആ സഹോദരി ഒരു പ്രശ്നക്കാരി, ആ സഹോദരി ഒരു പ്രശ്നക്കാരിയാണ്. தேவையில்லாம പേശി നമ്മുടെ സമാധാനത്തെ കെടുക്കും. വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നമ്മുടെ സമാധാനം കളയും. നമുക്ക് അന്ത പക്കത്തിൽ ഇനിയൊരു ഫൈത്വമുണ്ട്, അപ്പുറത്ത് വേറൊരു ഫൈത്വമുണ്ട്. അങ്ങോട്ട് പോകാം. പത്തിങ്ങളാ, അവൻ നല്ലവൻ, അവനൊരു നല്ല മനുഷ്യൻ. പരിശുദ്ധവാങ്ങളുടെ ഉള്ളം പാരുങ്ക, ശുദ്ധന്മാരുടെ ഉള്ളം. നിങ്ങളുടെ പേര് ചൊല്ലുമ്പോ അതേ ഒരു ഉള്ളം ഇളൈപ്പാറ പണ്ണവേ. പേര് പറയുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥത വരണം.
ഉമ്മാൽ ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനം വേണം. അരുമയാന കനിയാക നീ മാറവേ. ഒരു വിശിഷ്ടഫലമാകണം. ഇനിമയാന കന്നി, മധുരഫലം, പുസിക്കക്കൂടിയ കന്നി, ഭുജിക്കത്തക്ക ഫലം. ആത്മനേസർ തോട്ടത്തിൽ വരപ്പോകും. പ്രാണപ്രിയൻ തോട്ടത്തിൽ വരും. അരുമയാന കനിയെ പുസിക്കുമ്പടിയാ. വിശിഷ്ടഫലം ഭുജിക്കുവാൻ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതുതാൻ കർത്തരുടെ വരികയിൽ നാം എടുത്തുകൊള്ളപ്പെടുന്നത്. ഇത് കർത്താവിന്റെ വിരവിലെടുക്കപ്പെടുന്നത്. ഇപ്പോ കസപ്പാന കന്നി இந்த திராட்சத்தோட்டத்திலே செடி கொடுத்து. ഇപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൽ കൈപ്പുള്ള കാട്ടുമുന്തിരി ஆண்டவர் என்ன செய்தார்? കർത്താവിൻ ചെയ്തു. വേലിയെ പിടുങ്ങി പോട്ടാർ. വേലി ഉറച്ചു. ഏൻ വേലിയെ പിടുങ്ങിനത്? എന്തിനാണ് വേലി പൊളിച്ചത്? ഏൻ വേലിയെ പിടുങ്ങിനീർ? എന്തുകൊണ്ടാണ് വേലി പൊളിച്ചതെന്ന് ചോദിക്കുന്നു. അരുമയാന കനികളെ എതിർപ്പാർത്ത്. നല്ല മുന്തിരിങ്ങി എത്രയോ പ്രതീക്ഷിച്ചത്. പ്രയോജനമുള്ള കനിയാക, പ്രയോജനമുള്ള സഹോദരൻ, പ്രയോജനമുള്ള സഹോദരിയാക മാറുവാറുകൾ എന്ന് ഞാൻ എതിർപ്പാർത്ത്. പ്രയോജനമുള്ള സഹോദരനായി സഹോദരിയായി മാറുമെന്ന് പ്രതീക്ഷിച്ചു. അതற்காக ഞാൻ രക്ഷിത്ത്. അതിനായി രക്ഷിച്ചു. അവന്റെ എല്ലാ ഇക്കട്ടിലും ഞാൻ പാതുകാത്ത് അവനെ നടത്തി. ബുദ്ധിമുട്ടുകളിലെല്ലാം സൂക്ഷിച്ചവനെ അവനെ ഞാൻ ആശീർവദിത്ത്. ഞാൻ അവനെ അനുഗ്രഹിച്ചു. ശാരീരിക പ്രകാരமாக അവനെ ആശീർവദിച്ചു. ശാരീരികമായി അവനെ അനുഗ്രഹിച്ചു. നല്ല വേല കൊടുത്ത്, നല്ല ജോലി, നല്ല വീട് വെക്ക ഉദവി വയ്ക്കുവാൻ സഹായിച്ചു. ഇപ്പൊ കൊഞ്ചം വസതി വന്നപ്പോ, അല്പം സൗകര്യമായപ്പോൾ ഒരു പെരുമ വന്ന് അവന്റെ ഉള്ളിൽ ഒരു നികളം വന്നു. അവനിപ്പോ എന്നെ തുതിക്കരുതില്ല. എന്നെ സ്തുതിക്കുന്നില്ല. അവന്റെ വീട്ടിൽ സ്തുതിപ്പാട്ട് പാടലുകൾ ഒന്നുമില്ല. അവന്റെ വീട്ടിൽ ഇപ്പോൾ സ്തുതിഗീതങ്ങളില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് എന്നെ ജപിക്കരുതില്ല. എന്നോട് പ്രാർത്ഥിക്കുന്നില്ല. ഹോശയ്യ 13-ാം അധികാരം 6-ാം വസനത്തിൻപടി. ഹോശയ്യ 13:6 പ്രകാരം എന്നെ വാസിக்கிறோம். എന്താണ് വായിക്കുന്നത്? വാസിங்க ഹോശയ്യ 13:6. ഹോശയ്യ 13:6. தங்களுக்கு இருந்த மேய்ச்சலினால் தங்களுக்கு இருந்த மேய்ச்சலினால திருப்தியானார்கள். திருப்தியான பின்பு அவர்கள் இருதயம் மேட்டிமையாயிற்று. அதனால் என்னை மறந்தார்கள். துதிக்கிறதில்ல. അവർ ഇപ്പോൾ എന്നെ സ്തുതിക്കുന്നില്ല. മേട്ടിമയായിற்று. இந்த நிலவரத்தில் எத்தனை பேர் കാണപ്പെടുகிறீர்கள்? ഈ അവസ്ഥയിൽ എത്ര പേരുണ്ട്? നമ്മുടെ പൂർവീയ നിലമയെ മറക്കരുത്. നമ്മുടെ പൂർവസ്ഥിതി മറക്കരുത്. ദേവൻ നമ്മെ ഇമ്മട്ട് നടത്തിന. കർത്താവ് നമ്മെ ഇത്രത്തോളം. ഇനിയൊരു ഗ്രൂപ്പ് ജനമുണ്ട്, മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. യോവേൽ 2-ാം അധികാരം 26-ാം വസനത്തെ വാസിക്കുമ്പോൾ, യോവേൽ 2:26 വായിക്കുമ്പോൾ, நீங்கள் சம்பூர்ணமாய் சாப்பிட்டு திருப்தி அடைந்து உங்களை அதிசயமாய் நடத்தி வந்த உங்கள் தேவனாகிய கர்த்தருடைய நாமத்தை துதிப்பீர்கள். என் ஜனங்கள் ஒருபோதும் வெட்கப்பட்டு போவதில்லை. அவர்கள் துதிக்கிறார்கள். அவள் തൃപ്തരായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്നെ അത്ഭുതമായി നടത്തി. എന്റെ എല്ലാ ഇക്കട്ടിലും ദേവൻ എന്നെ ഉദവി ചെയ്തു. എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ദൈവം എന്നെ സഹായിച്ചു. ദേവൻ പാതുകാത്ത. ദൈവം എന്നെ സൂക്ഷിച്ചു. മറ്റും വനാന്തര പാതയിൽ എന്നെ നടത്തിന. അനുഭവപ്രയാണത്തിൽ ദൈവം എന്നെ നടത്തി. ദേവൻ എനിക്ക് തന്ന. ഇതെല്ലാം ദൈവം എനിക്ക് തന്നു. എന്റെ വസതി എല്ലാം എനിക്ക്, സൗകര്യങ്ങളെല്ലാം ദൈവം തന്നു. അവ ദേവനെ തുതിത്താർ. ദൈവത്തെ സ്തുതിച്ചു. തുതിക്കുന്ന ജനങ്ങൾ ഒരുപോതും വെക്കപ്പെട്ടു പോകും. സ്തുതിക്കുന്നവർ ഒരു നാളിൽ ലജ്ജിക്കുന്നില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த திராட்சத்தோட்டம் കസപ്പാന കനിയെ കൊടുത്തു. പക്ഷേ ഈ മുന്തിരിത്തോട്ടത്തിൽ കയ്പ് വേലിയെ പിടുങ്ങിപ്പോട്ട. വേലി പൊളിച്ചു. അതിനാൽ എന്നെ സംഭവിച്ചത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഉന്റെ വേലിയെ പിടുങ്ങിനാൽ, എന്റെ വേലി പൊളിച്ചാൽ 3 കാര്യങ്ങൾ സംഭവിക്കും. 3 കാര്യങ്ങൾ സംഭവിക്കും. 80-ാം സംഗീതം 12-13 വസനങ്ങളിൽ വാസിക്കും. 80-ാം സങ്കീർത്തനം 12-13 വാക്യം. അങ്ങ് എന്നെ വാസിக்கிறோம். അവിടെ എന്ത് വായിക്കുന്നു? 80-ാം സംഗീതം 12. இப்பொழுது வழியே போகிற வழி நடக்கிற யாவரும் அதை பறிக்கும்படியாக அதன் அடைப்புகளை ஏன் தகர்த்து போட்டீர்? வழியே போகிறதான யாவரும் ഉള്ള വരുമ്പടിക്ക് അതിന്റെ തകർത്ത് പോട്ടു. വഴിപോക്കർ അകത്ത് കിടക്കേണ്ടതിന് വേലി പൊളിച്ചു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അത് മാത്രമല്ല കാട്ടുമൃഗങ്ങൾ ഉള്ള കാട്ടുപഞ്ചികൾ വന്ന് ഉഴുതു പോട്ട. കാട്ടുപന്നി വന്നതിനെ മാന്തിക്കളയും. മൂന്നാമത് കാട്ടുമൃഗങ്ങൾ, വയലിലെ മൃഗങ്ങൾ. 3 കാര്യങ്ങൾ സംഭവിക്കും. 3 കാര്യങ്ങൾ സംഭവിക്കും. വഴിപോക്കർ എന്ന വീണാന പല പ്രശ്നങ്ങൾ. വഴിപോക്കർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങൾ, தேவையில்லாத பிரச்சனைகள், അനാവശ്യമായ പ്രശ്നങ്ങൾ. இன்னைக்கு അനേകർക്ക് ജാമ്യം നിന്റെ പലർക്കും ജാമ്യം പ്രശ്നയാകും. അതൊരു പ്രശ്നങ്ങളാകും. അതേപോലെ മാംസിക ഇച്ഛ, പഞ്ചി, കാട്ടുപന്നി, ജഡത്തിന്റെ ചിന്തകൾ, വിവിധമായ വിഷയത്തിൽ കാണപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊടുക്കുന്നു. അതിനെപ്പറ്റി നമ്മുടെ വേലിയെ പിടുങ്ങാതെപ്പറ്റി നാം കാത്തുകൊള്ളും. വേലി പൊളിയാതെ സൂക്ഷിക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ വേലിയെ പിടുങ്ങാതെപ്പറ്റിക്ക് കാത്തുകൊള്ളും. വേലി പൊളിച്ചു കളയാതെ സൂക്ഷിക്കുക. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം.
ഞാൻ മുற்றிലുமாக ഒപ്പുകൊടുங்க. പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു വല്ലമീൻ അഭിഷേകത്തെ ഒരു ശക്തിയുടെ അഭിഷേകം പ്രാപിക്കാം. അതുക്കാக ദേവൻ നമുക്ക് ഉദവി ദൈവം ചെയ്യും. നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ആവിയിൽ നിറഞ്ഞ് ദേവനെ മഹിമപ്പെടുത്തും. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ സണ്ണി പാസ്റ്റർ இந்த കൂട്ടത്തെ തുടർന്ന് നടത്തുവാർ. തുടർന്ന് നമ്മുടെ പാസ്റ്റർ നടത്തും. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ, ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ, ഉണർന്നു ഞങ്ങൾ നിന്നോടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ, ഉണർന്നു ഞങ്ങൾ നിന്നോടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ, ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ, ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ, വടതി കാറ്റ് വീശുക തെന്നി കാറ്റ് വേഗം വാ, വടതി കാറ്റ് വീശുക തെന്നി കാറ്റ് വേഗം വാ, വീശു